Hello, good evening all. Yes, അപ്പോൾ GIB 3 കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഡിസ്കഷൻ ആരംഭിക്കാൻ പോവാണ്. ഹൗ വാസ് ദ എക്സാം? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഫിസിക്സ് പാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യൂ. ലെറ്റ് മീ സീ. ഹൗ വാസ് ദ എക്സാം ആൻഡ് ഹൗ വാസ് ഫിസിക്സ്? യെസ്, എക്സാം ഓക്കെ, സിമ്പിളായിരുന്നു. ഹൗ വാസ് കെമിസ്ട്രി പാർട്ട്? ഫിസിക്സ് കുറച്ച് ടഫായിരുന്നു. ഓഹോ, ആയിരുന്നോ? നോക്കാം. കൺഫ്യൂസിങ് ആയിരുന്നു സാർ, പഠിച്ചില്ല സാർ. ഫിസിക്സ് മോഡറേറ്റ്, ഫിസിക്സ് പൊളിയായിരുന്നു. ആരാണത്? ആയിഷ. ഓക്കെ, ഇറ്റ് വാസ് ഗുഡ് സർ, മോഡറേറ്റ്, ഈസി, ടഫ്. എല്ലാവരും വീട്ടിലെത്തി കാണില്ല. ഓക്കെ, അത് സാരല്ല, അവരൊക്കെ എത്തുമ്പോൾ കണ്ടോളൂ കേട്ടോ. ഫിസിക്സ് ടഫായിരുന്നു, കയ്യിൽ നിന്ന് പോയി. ഫിസിക്സ് ടൈറ്റ് ആയിരുന്നു, കുഴപ്പമില്ല. പേപ്പർ ഈസി ആയിരുന്നു. കെമിസ്ട്രി സിമ്പിൾ. ഓക്കെ, യെസ്, ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, യെസ്. എനിവേ, നമുക്ക് നീറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. യഥാർത്ഥ നീറ്റ് പരീക്ഷയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് എന്ന ഒരു ധാരണയോട് കൂടി വേണം നിങ്ങൾ കാര്യത്തെ സമീപിക്കാൻ. പൊളിച്ചു ഫിസിക്സ് എന്ന് ABC പറയുന്നു. ഓക്കെ, സമയം കിട്ടിയിട്ടില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ശരിയാക്കാം. യെസ്, ഏതായാലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളുടെ ചാറ്റും കൂടെ നോക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വേർഷൻ കോഡിന് മാറുന്നതിനനുസരിച്ചിട്ട് ചെറിയ ഡിഫറൻസ് ഒക്കെ വന്നേക്കാം. എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് തിരഞ്ഞു പോകണമെന്നില്ല, കാരണം ഇവിടെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, യെസ്, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, the variation of terminal potential difference of a cell with the current drawn from the cell is correctly represented by. നോക്കൂ, എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറൻറ്റും തമ്മിലുള്ള അല്ലേ? വേരിയേഷൻ ഓഫ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ വിത്ത് കറൻറ്റ് ഡ്രോൺ ഫ്രം ദ സെൽ. നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എന്താ? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to E minus IR അല്ലേ? E minus IR. ഓക്കെ, EMF നോക്കൂ, നമുക്കവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം V കൂടിക്കഴിഞ്ഞാൽ V എങ്ങനെ ഉണ്ടാവുക? V എപ്പോഴാണ് കൂടുക? I കൂടിക്കഴിഞ്ഞാൽ V എന്താ സംഭവിക്കുക? V കുറയും. ശരിയല്ലേ? I കൂടിക്കഴിഞ്ഞാൽ V കുറയും. അപ്പോൾ നോക്കൂ, V കുറയുന്ന ഗ്രാഫ് തന്നെ ഇതിൽ ഒന്നേ ഉള്ളൂ. ഏതാണത്? ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓക്കെ, യെസ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യുവേഷനും ഒരുപക്ഷെ നടത്തി മുന്നോട്ട് പോവാം. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒറ്റടിക്ക് അല്ലേ, ഒരു മിനിറ്റ് പോയിട്ട് എന്തിനാണ് വേണ്ടത്? ഇതിന് വെറും 5 സെക്കൻഡ് മതി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, figure shows electric field lines in which an electric dipole P is placed as shown. Which of the following statements is correct? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഡൈപോൾ നോക്കൂ, ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ -Q ആണ്, ഇവിടെ +Q ആണ്. ദ ഡൈപോൾ വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി ഫോഴ്സ്. ശരിയാണോ? അല്ല, ദിസ് ഈസ് റോങ്. വൈ? ബിക്കോസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ എന്താണ്? 0 ആണ്. ഇത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണെന്ന് കണ്ടാൽ അറിയാം. ഇവിടെ ഫീൽഡ് സ്ട്രോങ് ആണ്, ഇവിടെ ഫീൽഡ് വീക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അടുത്ത്, ഡൈപോൾ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ്. നോക്കൂ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡിറക്ഷൻ -Q നിന്ന് +Qയിലേക്കാണ്. ഇതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡിറക്ഷൻ ആണല്ലോ. ഓക്കെ, ഇനി ഇവിടുത്തെ ഫോഴ്സ് നോക്കാം. +Qൻ്റെ മുകളിലുള്ള ഫോഴ്സ് എങ്ങനെ ഉണ്ടാവുക?
പ്ലസ് ക്യൂവിൻ്റെ മുകളിൽ, കാരണം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഫോഴ്സ് ഓൺ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ക്യൂ ഇ ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിലാണ് പ്ലസ് ക്യൂവിൻ്റെ മുകളിലുള്ള ഫോഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എങ്ങനെ ഉണ്ടാവുക? ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിൽ. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ സ്ട്രോങ് ഫോഴ്സ് അല്ല, വീക്ക് ഫോഴ്സാണ്. കാരണം ഇവിടെ ഫീൽഡ് കുറവാണ്. മൈനസ് ക്യൂവിൻ്റെ മുകളിലുള്ള ഫോഴ്സ് അങ്ങോട്ടാണ് നോക്ക്. മൈനസ് ക്യൂവിൻ്റെ മുകളിലുള്ള ഫോഴ്സ് സീരീസ് ഫോഴ്സ് ഓൺ മൈനസ് ക്യൂ ഈക്വൽ ടു മൈനസ് ക്യൂ വെക്റ്റർ ഇ. ദാറ്റ് മീൻസ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ്. ഫീൽഡ് എങ്ങോട്ടാണ്? ഇവിടെ ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആണ് ഇവിടുത്തെ ഫോഴ്സ്. റെഡി അല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഏതാ വലിയ ഫോഴ്സ്? തീർച്ചയായിട്ടും വലിയ ഫോഴ്സ് ഇതാണ്, കാരണം ഇവിടെ ഫീൽഡ് സ്ട്രോങ് ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടുണ്ടാവുക? അപ്പോൾ ദീസ് ടു ഫോഴ്സസ് ആർ ഓപ്പോസിറ്റ്ലി ഡിറക്റ്റഡ്. പക്ഷേ ഇയാൾ സ്ട്രോങ്ങർ ആണ്, ഇയാൾ വീക്കർ ആണ്. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എങ്ങോട്ടുണ്ടാവുക? ഓപ്പോസിറ്റ്, ഈ ഡിറക്ഷനിൽ, ഡൈപോൾ മൊമെന്റിന്റെ സെയിം ഡിറക്ഷനിലല്ല, മറിച്ച് അതിന് ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അപ്പോൾ എന്താ? അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ശരിയാണോ? The dipole will experience a force in the direction of the dipole moment. No. അടുത്തത്, the dipole will experience a force opposite to the dipole moment. Option 3 is correct. Option 3 is correct, my dear students. Option 3 is correct. You got it? എത്ര പേര് ശരിയാക്കിയത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്ര പേര് ശരിയാക്കിയവർ റിപ്പോർട്ട് ചെയ്യൂ. യെസ്, ഓക്കെ, റെഡി. സി, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റിയവർ പേടിക്കണ്ട, തെറ്റിയവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ. ഇനി ലൈഫിൽ തെറ്റരുത് കേട്ടത്. ഇനി ലൈഫിൽ അത്തരം ക്വസ്റ്റ്യൻസ് തെറ്റരുത്. മനസ്സിലായല്ലോ? ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Two metallic solid spheres A and B have radius R and 2R respectively. The solid spheres are charged and kept isolated. Okay, isolated. Then two spheres are connected to each other through a thin conducting wire. The ratio of electric field intensity of spheres A and B. വളരെ സിമ്പിൾ. ഇലക്ട്രിക് ഫീൽഡ് ചാർജ്ഡ് സ്ഫിയേഴ്സ് വെൻ ബ്രോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? R2 ഡിവൈഡഡ് ബൈ R1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ, ഇവിടെ R2 ആരാണ്? ദാറ്റ് ഈസ് 2R ഡിവൈഡഡ് ബൈ R കട്ട്. ബാക്കി എത്രയുള്ളത്? 2:1 is the right answer. 2:1. എത്ര സിമ്പിൾ ആടാ. ഓപ്ഷൻ 3 is correct. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, തെറ്റിയവർ നിരാശപ്പെടേണ്ടതില്ല കേട്ടോ. നോ, ഒരു നിരാശയുടെയും ആവശ്യമില്ല, കാരണം ഇത് ഫൈനൽ എക്സാം അല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ഓവർ. അടുത്തതിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. എ കോമ്പിനേഷൻ ഓഫ് ടു ചാർജസ് +1 nanocoulomb and -1 nanocoulomb are separated by a distance of 1 nanometer. This constituted electric dipole. അറിയാം, ഇലക്ട്രിക് ഡൈപോൾ placed in an electric field. എവിടെ? ഏത് ഇലക്ട്രിക് ഫീൽഡ്? 1000 volt per meter at an angle of 30 degree. The torque and the potential energy on the electric dipole are respectively. സിമ്പിൾ. ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് അറിയാം, P E sin θ. ഒക്കെ ഡിറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഒന്നുമില്ല അതിൽ. P അറിയാം, P Q into 2A into electric field intensity into sin theta. That is Q നോക്കൂ, magnitude of either charge ആണ്, that is 1 nanocoulomb ആണ്. അപ്പോൾ 10⁻⁻⁹. 2A എന്ന് പറഞ്ഞാൽ the entire separation between them. അതെത്ര? 1 nanometer. Again 10⁻⁻⁹. Then electric field intensity 10⁻3. Then sin theta, sin 30 ആണ്. Sin 30 is 1/2. Therefore 500, 1000/2 എത്ര? 500. 500 എന്നല്ലേ ഉള്ളത്? 500 into 10⁻²A. Yes, 10⁻⁻18. 10⁻⁻18. That is equal to 5 into 10⁻⁻16 Newton meter. അങ്ങനെ ഓപ്ഷൻ നോക്കൂ, ഒറ്റൊന്നിലേ ആ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഇനി ബാക്കി ചെയ്യേണ്ടതില്ല ശരിക്ക്.
കാരണം നോക്കൂ, ടോർക്കിന് ഈ വാല്യൂ ഉള്ള വേറെ ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തെറ്റാന്ന് നമുക്ക് അപ്പോൾ തന്നെ കൺഫേം ചെയ്യാം. ഇനി പൊട്ടൻഷ്യൽ എനർജി ചെയ്യണമെന്നില്ല എന്നർത്ഥം. ചെയ്യണമെങ്കിലോ യു ഇസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ എനർജി മൈനസ് പി ഡോട്ട് ഇ ആണ്. ദാറ്റ് ഈസ് മൈനസ് പി ഇ കോസ് തീറ്റ. പി ഇ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു പി നമ്മൾ ഓൾറെഡി കണ്ടു, q ഇൻറ്റു 2a ആണ്. അപ്പോൾ 10⁻⁻18 10⁻⁻18 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് 10⁻3 കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. √3/2. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക? -√3/2 ഇൻറ്റു 10⁻⁻15 ജൂൾ എന്ന ആൻസർ കിട്ടും. ഏതാ ആൻസർ നോക്കൂ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തതിലേക്ക് പോവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ അത്? നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അത് തെറ്റും പോകാൻ പാടില്ല. വളരെ ഡിറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഹിഡൻ ആയിട്ട് ഒന്നും അതിലില്ല കേട്ടോ, ഒന്നും അതിലില്ല. അടുത്തതിലേക്ക് പോവാം. Arrange the following lines of Balmer series in the increasing order of their wavelength. വേവ്ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ആരത്? എച്ച് ഡെൽറ്റ, എച്ച് ബീറ്റ, എച്ച് ഇൻഫിനിറ്റി, എച്ച് ഗാമ, എച്ച് ആൽഫ. ഓക്കെ, ഇത് ബാമർ സീരീസിലെ ഫസ്റ്റ് മെമ്പറും ലാസ്റ്റ് മെമ്പറും ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഇതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് NCERT കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ടെക്സ്റ്റ് ബുക്ക് ഫിഗറാണ്. ടെക്സ്റ്റ് ബുക്ക് ഫിഗർ നോക്കൂ. എച്ച് ആൽഫയുടെ വേവ് ലെങ്ത് എത്ര? 656.3 നാനോമീറ്റർ ആണ്. എച്ച് ബീറ്റ നോക്കൂ, എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ് ചോദിച്ചത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആയിരിക്കാം എച്ച് ഇൻഫിനിറ്റി. കണ്ട, പിന്നെ ആർക്കാണ്? എച്ച് ഡെൽറ്റ, എച്ച് ഗാമ, എച്ച് ബീറ്റ, എച്ച് ആൽഫ. വേവ് ലെങ്ത് ഈസ് ഇൻക്രീസിങ് ഫ്രം ഹിയർ. നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ട് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാണ്. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നോക്കൂ, ആദ്യം വരേണ്ടതാരാ? ആദ്യം എച്ച് സി. ആദ്യം സി. ഓ, അപ്പോൾ തന്നെ ആൻസറായി. അപ്പോൾ തന്നെ ഇല്ല, സി മാത്രം കൊണ്ട് ആൻസർ ആവില്ല. കാരണം 4ലും ഫസ്റ്റ് സി ആണ്. ദെൻ കംസ് എച്ച് ഡെൽറ്റ. എച്ച് ഡെൽറ്റ ആരാണ്? എ. അതും കറക്റ്റാണ്. അത് രണ്ട് സ്ഥലത്ത് ഇവിടെയും കറക്റ്റാണ്. ദെൻ നോക്കൂ, എച്ച് ഗാമ. എച്ച് ഗാമ ഡി ആണ്. യെസ്, നൗ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. കാരണം തെറ്റ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഡയറക്ട്ലി ടേക്കൺ ഫ്രം NCERT. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് അതറിയണം. ഇത് നിങ്ങൾക്ക് ആരാണ് എച്ച് ആൽഫ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാമർ സീരീസിലെ ഫസ്റ്റ് മെമ്പറാണത്. ഫസ്റ്റ് മെമ്പർ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. സെക്കൻഡ് മെമ്പർ ഓക്കെ, ആ രൂപത്തിൽ നിങ്ങളതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അടുത്ത് നോക്കൂ. Which one of the following correctly represent the variation of electric field and electric potential with a distance r from a point charge? ഓക്കെ, പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. പൊട്ടൻഷ്യലും നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്താ? 1/4πε0 Q ഡിവൈഡഡ് ബൈ r². എന്ന് വെച്ചാൽ E പ്രൊപ്പോർഷണൽ ടു 1/r². ആൻഡ് V is equal to എന്താ? പോയിന്റ് ചാർജ് 1/4πε0 Q ഡിവൈഡഡ് ബൈ r, ഓർ V പ്രൊപ്പോർഷണൽ ടു 1/r. V പ്രൊപ്പോർഷണൽ ടു 1/r. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. എഗെയിൻ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാവുന്ന ഗ്രാഫാണിത്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നെ ഈ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് പറഞ്ഞതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാവുന്ന ഗ്രാഫാണ്. അപ്പോൾ നോക്കൂ, ഒന്ന് റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെ ഉണ്ടാവുക? അതിനേക്കാളും കുറച്ചും കൂടെ സ്ലോപ്പ് കൂടിയിട്ടാണ് വരിക. അപ്പോൾ ഈ രൂപത്തിലാണ് ആ ഗ്രാഫ് കിട്ടുക കേട്ടോ. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടു. ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? The graph will be like this. പൊട്ടൻഷ്യൽ ഇങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കിട്ടുക ഇങ്ങനെ ആയിരിക്കും. ലൈക്ക് ദിസ്. ഈ രൂപത്തിലാണ് കിട്ടുക. ഏത് ഗ്രാഫാണ് കറക്റ്റ്? ഓപ്ഷൻ 1 ഈസ് റോങ്. ഓപ്ഷൻ 2 ഈസ് റോങ്. ഓപ്ഷൻ 3 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് നോ. ഓപ്ഷൻ 3 ഈസ് റോങ്. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 4. ഓപ്ഷൻ 4. കാരണം ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കാണ് ഇവിടെ സ്ലോപ്പ് കൂടുക. ഓക്കെ, യെസ്. എഗെയിൻ ടെക്സ്റ്റ് ബുക്ക് ഫിഗർ, ടെക്സ്റ്റ് ബുക്ക് ഗ്രാഫ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 2 point charges 4 microcoulomb and -4 microcoulomb are located 2 meter apart in vacuum.
the electric field at the midpoint of the line joining the two charges. Yes. One is 4 microcoulomb, the other one is minus 4 microcoulomb. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ സീറോ ഒന്നും പറയരുത് കേട്ടോ, സീറോ ഒന്നും പറയരുത്. അപ്പോൾ ഇത്തരം സാധനത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മിഡ് പോയിന്റിൽ ചോദിച്ചാൽ അവിടെ നമ്മളൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചാൽ എന്താ സംഭവിക്കുക? ഈ പോസിറ്റീവ് ചാർജ് നോക്കൂ, പോസിറ്റീവ് ചാർജ് അതിനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ചാർജ് അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഒരേ ഡിറക്ഷനിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെർഫോർ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E1 പ്ലസ് E2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെ ആയിരിക്കും? E1 പ്ലസ് E2 തന്നെ ആയിരിക്കും, ബിക്കോസ് ബോത്ത് ആർ ഡിറക്റ്റഡ് അലോങ് ദ സെയിം ഡിറക്ഷൻ. റെഡി? ഓക്കെ. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടാവുക? 9 × 10⁻⁹ 1/4πε0 ഇൻറ്റു Q എത്ര? Q ഈസ് 4 × 10⁻⁻6 divided by r square. R square എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. Keep it in mind. R square means this distance. How much is this? This is 1 meter. This is 1 meter. അപ്പോൾ 1 സ്ക്വയർ. ഇത് തന്നെയല്ലേ ഇത് ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡാ, അത് തന്നെയല്ലേ ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡും, രണ്ടിന് മാഗ്നിറ്റ്യൂഡ് സെയിമാ. റെഡി? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കിട്ടാൻ ഇൻറ്റു 2 കൊടുത്താൽ മതി. ഇൻറ്റു 2. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കൂ, 2 × 4 8, 8 × 9 72, 72 × 10⁻³ എന്ന ആൻസർ കിട്ടും. ഓർ 7.2 × 10⁻⁴ ന്യൂട്ടൺ പെർ കുളോംബ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. യെസ്, വെരി ഗുഡ്. ഒരുപാട് പേര് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോവാം. റെഡി? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത് എത്ര പേര് കറക്റ്റ് ചെയ്തു? ഒരുപാട് പേര് ഓൾറെഡി 1 എന്ന ആൻസർ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Select the correct statements from the following. Gauss's law is true for any closed surface, no matter what its shape and size. Yes, closed surface നോക്കെ നമുക്ക് Gauss's law apply ചെയ്യാം. No problem. This statement is found to be correct. This is correct. Okay. അടുത്ത എന്താ? If the net electric flux through a closed surface is 0, we can conclude the total charge contained in the closed surface is also 0. ഒന്നുകൂടെ, the net electric flux through a closed surface 0. Flux 0 ആണെങ്കിൽ എന്താ Gauss's law? Net flux equal to charge enclosed divided by epsilon 0. We can conclude that total charge contained in the closed surface is also 0. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞതുകൊണ്ട് നോ പ്രോബ്ലം. ടോട്ടൽ ചാർജ് 0 ആണ്, കാരണം ഫ്ലക്സ് 0 ആണെങ്കിൽ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് എന്തായിരിക്കും? 0 ആണ്. നെറ്റ് ചാർജ് അത് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ അതിലുണ്ടാവാം, പക്ഷെ നെറ്റ് ചാർജ് ടോട്ടൽ ചാർജ് എന്താണ്? 0. ദാറ്റ് മീൻസ് ദിസ് ഈസ് ആൾസോ ഫൗണ്ട് ടു ബി കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ബിയും കറക്റ്റ് ആണ്. അടുത്തെന്താ? Gauss's law is not based on the inverse square dependence on distance contained in Coulomb's law. No, Gauss's lawയും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഡിപ്പെൻഡൻ്റ് ആണ്. Gauss's lawയും കുളൂംസ് ലോയും എന്താ അവർ തമ്മിൽ എന്താ നമ്മൾ പറയല്? Gauss's lawയും കുളൂംസ് ലോയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെ പോലെയാണെന്നാ പറയാം. Gauss's law നിന്ന് നിങ്ങൾക്ക് കുളൂംസ് ലോ ഉണ്ടാക്കിയെടുക്കാം, കുളൂംസ് ലോയിൽ നിന്ന് Gauss's law ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് സ്ക്വയർ ലോ എഫ് പ്രൊപ്പോർഷണൽ ടു 1/r² അല്ലേ? 1/4πε0 Q1 Q2/r². ഇതിനാണ് നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് Gauss's law ഒബേ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒബേ ചെയ്യുന്നുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം Gauss's lawയും കുളൂംസ് ലോയും റിലേറ്റഡ് ആണ്, ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ സി ഈസ് റോങ്. അടുത്ത്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ് ഔട്ട്സൈഡ് ദ ഗോസിയൻ സർഫസ് കോൺട്രിബ്യൂട്ട്സ് 0 നെറ്റ് ഫ്ലക്സ് ത്രൂ ദ സർഫസ്. ഒന്നുകൂടെ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ് ഔട്ട്സൈഡ് ദ ഗോസിയൻ സർഫസ് കോൺട്രിബ്യൂട്ട്സ് 0 നെറ്റ് ഫ്ലക്സ് ടുവേർഡ്സ് സർഫസ്. യെസ്, ദാറ്റ്സ് കറക്റ്റ്. കാരണം ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജാണ് ഫ്ലക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നെറ്റ് ഫ്ലക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദർഫോർ അവർ കറക്റ്റ് ഓപ്ഷൻ എ ഓൺലി അല്ല, എ ആൻഡ് സി, എ ബി ഡി. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്.
Option 3 is correct. Okay, le? Yes. Okay. Other question. Next. Statement 1. Volume of a nucleus is proportional to A, where A is the mass number. അറിയാം നമുക്ക് വളരെ ഫേമസ് അല്ലേ വോളിയം എന്താ വോളിയം എന്ന് പറഞ്ഞത് 4/3 പൈ ആർ ക്യൂബ് ആണ് പൈ ആർ ക്യൂബ് ബട്ട് ആർ ഈസ് ഈക്വൽ ടു എന്താ ഇത് വെച്ചിട്ടല്ലേ നമ്മൾ ആ ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എ റേസ് ടു 1/3 ആണ് എ റേസ് ടു 1/3 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ് ആർ ക്യൂബ് ഓർ വി പ്രൊപ്പോർഷണൽ ടു എ റേസ് ടു 1/3 ഹോൾ റേസ് ടു 3 ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, നോ പ്രോബ്ലം. അടുത്തത് ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് നമ്പർ. ഓഫ് കോഴ്സ് ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ. എല്ലാ ന്യൂക്ലിയൻ്റെയും ഡെൻസിറ്റി ആൾമോസ്റ്റ് എന്താണ് ഈക്വൽ ആണ്. നിങ്ങൾക്കറിയാം രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ. യെസ്. അടുത്ത് നോക്കൂ. ഇൻ ദ ഗിവൺ സർക്യൂട്ട് അമ്മീറ്റർ റീഡ്സ് 20 microcoulomb. Ammeter reads 20 microcoulomb. The value of R is when open എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് the value of R, one second, the value of R എന്നാണ് ചോദ്യം. വാല്യൂ ഓഫ് മൈക്രോ ഇത് റീഡ് ചെയ്യുന്നുണ്ടല്ലോ 20 മൈക്രോ ആംപിയർ എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് ഉണ്ടാവുക സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഉണ്ടാവുക. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആ ക്വസ്റ്റ്യനിൽ ഞാൻ കാണുന്നുണ്ട്. ദ വാല്യൂ ഓഫ് ആർ വെൻ സ്വിച്ച് ഈസ് ഓപ്പൺ എന്നാണ് ഉദ്ദേശിച്ചത്. ശരിക്കും സ്വിച്ച് ഈസ് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. പക്ഷേ അത് അണ്ടർസ്റ്റുഡ് ആണ്, കാരണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് റീഡ് ചെയ്യുള്ളൂ. കാരണം ഇവിടെയാണ് സെല്ലുള്ളത്. അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് റീഡ് ചെയ്യൂ. അതുകൊണ്ട് നോക്കൂ, ദിസ് ഈസ് പെർഫെക്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ അതുള്ളൂ. ശരിക്കത് ഓപ്പൺ എന്നല്ല, ക്ലോസ്ഡ് എന്നാണ് അവിടെ വരേണ്ടത്. പക്ഷെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും അതിനില്ല. ആറിൻ്റെ വാല്യൂ ആണ് ചോദ്യം. ആറിൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററുള്ള ആമിലൂടെ എന്ത് പോവില്ല? കറണ്ട് പോവില്ല. നോക്കൂ, കറണ്ട് ഫ്ലോ കപ്പാസിറ്ററുള്ള ആമിൽ കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ നോക്കൂ, ഈ ബ്രാഞ്ചിനെ നമുക്ക് ഒഴിവാക്കാം. ഇതിനൊഴിവാക്കി, ഈ ആറിനെ നമ്മൾ ഒഴിവാക്കി. റെഡി? കാരണം കപ്പാസിറ്ററിലൂടെ നമുക്ക് കറണ്ട് പോകില്ല. കാരണം കപ്പാസിറ്റർ ആരെ കടത്തിവിടുള്ളൂ? എസിനെ കടത്തിവിടുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, നമുക്ക് ഇവിടെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. കറണ്ടിൻ്റെ വാല്യൂ എത്ര? കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇ എം എഫ് നോക്കൂ, വി ഡിവൈഡഡ് ബൈ ആർ ആണ്. ദാറ്റ് ഈസ് വി എത്ര? 5 ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 മൈക്രോ ആംപിയർ. 20 into 10 raised to minus 6. Therefore, R is equal to 5 divided by 20. അല്ലേ? 5 divided by 20 into 10 raised to 6 എന്ന് കിട്ടി. That is 1/4 into 10 raised to 6. Isn't it? Okay. 1/4 എന്ന് പറഞ്ഞാൽ 2.5 അല്ലേ? 10/4 എടുത്താൽ നമുക്ക് 2.5 അല്ലെങ്കിൽ 0.25. റെഡി? 0.25 into 10 raised to 6 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ കിലോ ഓമിലാക്കിയാൽ എത്ര ഉണ്ടാവും? 250 into 10 raised to, അപ്പോൾ 2 3 അപ്പോൾ ഇവിടെ 3. യെസ്, 250 കിലോ ഓം ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. 250 ഓം അല്ല, 250 കിലോ ഓം ഈസ് കറക്റ്റ്. 250 കിലോ ഓം. ഓക്കെ ആണല്ലോ? യെസ്. One second. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. The kinetic energy of an electron in the second excited state is, second excited state ഒന്ന് സൈസ് കൂട്ടും. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട്. റെഡിയല്ലേ?
ഓക്കെ അല്ലേ? -13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട്. ഇതാണല്ലോ നമ്മൾ nth എനർജി സ്റ്റേറ്റിലെ എനർജി. ഓക്കെ, ഈ ഇവിടെ പറഞ്ഞു നോക്കൂ, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ഇതിലെ ട്രാപ്പ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 3 ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 3 ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മുടെ പുതിയതെന്താ? ബൈ ഹാർട്ട് ആയിരിക്കും നിങ്ങൾക്ക്. -13.6 ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട് ആണ്, വിച്ച് ഈസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവേണ്ടതാണത്. ഇത്രയും നിങ്ങൾക്ക് എനർജി കിട്ടും. ഇതെന്താ? ഇത് ടോട്ടൽ എനർജിയാണ്. ദിസ് ഈസ് ടോട്ടൽ എനർജി. ഇനി കൈനറ്റിക് എനർജിയാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ ടോട്ടൽ എനർജിയും തമ്മിലുള്ള ബന്ധം എന്താ? K ഈസ് ഈക്വൽ ടു -E ആണ്. ദാറ്റ് ഈസ് -1.51 ഇലക്ട്രോൺ വോൾട്ട്. ദ ആൻസർ ഈസ് 1.51 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് പേര് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ് ടു സീ ദാറ്റ്, ഗ്രേറ്റ് ടു സീ ദാറ്റ്. സർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ സാറ് wrote V is proportional to A raised to, okay, അത് V proportional to A അല്ലേ? അതെ, A ആണ്. ഞാൻ A raised to 3 ആണോ എഴുതിയത്? ഓ അതെ അതെ, കറക്റ്റ്, സോറി. യെസ്, V proportional to A. കാരണം ആ 3 ഇവിടെ കട്ടായി, 3 കട്ടായി, A ആണ്. യെസ്, താങ്ക് യു ഫോർ കറക്റ്റിംഗ് മീ. ഓക്കെ അല്ലേ? ഓക്കെ, കെയർലെസ് കൊണ്ട് തെറ്റിപ്പോയി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. സാരമില്ല, ഇനി ആ കെയർലെസ് സംഭവിക്കരുത് കേട്ടോ. അതായിരിക്കണം ഇതിൻ്റെ ഔട്ട്പുട്ട് കേട്ടോ. ഇനി ആ കെയർലെസ് സംഭവിക്കരുത്. ഓക്കെ, യെസ്, അടുത്തതിലേക്ക് പോവാം. ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് നോക്കൂ, തന്നിട്ടുണ്ട്. ഇൻ എ കണ്ടക്ടർ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് നോക്കൂ, ഇത്രയാണ്. ഇഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ, അതും തന്നിട്ടുണ്ട്. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അല്ലേ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു NEAVD. ഇതിൽ എന്താ തരാത്തത് നോക്കൂ, എല്ലാം ഉണ്ട്. N എന്താ? 6 × 10⁻²8. ഈൻ്റെ വാല്യൂ എത്ര? 1.6 × 10⁻−19. -19. ഓക്കെ, ഇൻറ്റു ഈ പിന്നെ എ ആരാണ്? എ. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താ ടഫ് എന്ന് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവണില്ല. വി ഡി എത്ര? 2 × 10⁻−6. വളരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? യെസ്, നോക്കൂ, ഇതിൽ നമുക്ക് എന്തൊക്കെയുള്ളത്? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 5 10, 10 × 1.6 16 ആയി. ആകെ ചെയ്യേണ്ടത് 16 × 6 6 36, 1 6 96. അപ്പം 96 എന്ന് കിട്ടി. ഇൻറ്റു 10⁻². ഇനി നോക്കൂ, 28. അപ്പം 19 കഴിഞ്ഞപ്പോൾ ഒരു 9 +9, അത് +5 ആയി. +5ഉം -6ഉം -1. 9.6 ആൻസർ ഉണ്ടോ? 9.6 ampere is the right answer. Option 3 is correct. Yes. മനസ്സിലായോ? ഏതെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാട്ടാ. പേടിക്കണ്ട. ഓക്കെ, യെസ്. തെറ്റ് പറ്റുന്നത് പ്രശ്നമില്ല, പക്ഷേ ഇനി ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യരുത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്ത് നോക്കൂ. ദ എമൗണ്ട് ഓഫ് ചാർജ് പാസ്ഡ് ഇൻ ടൈം t ത്രൂ എ ക്രോസ് സെക്ഷൻ ഓഫ് എ വയർ ഈസ് Q is equal to AT square plus BT plus C. If the value ABC തന്നിട്ടുണ്ട് 1, 3 and 5 ആണ്. The value of current at T is equal to 6. നമുക്കറിയാം I is equal to dQ by dt. That is equal to 2AT plus B. That is equal to I at T is equal to 6. 2 into Aൻ്റെ വാല്യൂ എത്ര? Aൻ്റെ വാല്യൂ 1. ടീൻ്റെ വാല്യൂ എത്ര? 6 പ്ലസ് ബീൻ്റെ വാല്യൂ 3. ദാറ്റ് ഈസ് എത്ര? 12 3 15. 15 ഉണ്ടോ? 15 ampere is the right answer. 15 ampere. Yes, it's 15 ampere is correct. 15 ampere. Ready അല്ലേ? Okay, അടുത്തതിലേക്ക് പോവാം. Next question. 3 cells, each of EMF E and internal resistance R are connected with external resistance R. The value of current I flowing in the circuit will be അതിന് നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ. ഇവിടെ ഒരു സെൽ ഇവിടെ ഉണ്ട്. ഇവിടെ എ സെൽ റോങ്ലി കണക്റ്റഡ് ഇൻ സീരീസ്,
ഓക്കെ, ഇവിടെ ഒന്ന് ഇതാ യെസ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വലൻ്റ് കണ്ടെത്തുക. ഇയാൾ എത്ര, ഇയാൾ പ്ലസ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇയാളത് എത്ര വരിക, മൈനസ് ഇ. ഇയാളത് എന്താ വരിക, പ്ലസ് ഇ. ബിക്കോസ് 1 ഈസ് റോങ്ലി കണക്റ്റഡ് ഇൻ സീരീസ്. ദർഫോർ ഇക്വലൻ്റ് ഇ എം എഫ് എത്ര, ഇ തന്നെ. ഇക്വലൻ്റ് ഇ എം എഫ് ഇ. ഇനി കറണ്ട് അല്ലേ ചോദ്യം, ഐ ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ഇവിടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റർ ആറുണ്ട്, ദെൻ 1 2 3 3 ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ശരിയല്ലേ, പ്ലസ് 3R. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. എളുപ്പമല്ലേ മക്കളെ, എളുപ്പമല്ലേ? എന്താ ഇതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്? ഇതിലൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? യെസ്, വളരെ ഡിറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ ഡിറക്റ്റ് ആണ് കേട്ടോ. സാരില്ല, നോക്കാം. യെസ്, ഓക്കെ, അടുത്തതിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. When a cell is connected across external resistance 5 ohm, a current of 0.25 ampere flows through it. If the external resistance is replaced by 2 ohm, the current so and so on flows through it. The EMF of the cell in the circuit is okay. ഇത് നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറഞ്ഞൂടെ? നോക്കാം, ചെക്ക് ചെയ്യാം. നോക്കൂ, ആദ്യം നമ്മൾ ജസ്റ്റ് ആ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സെല്ല്, യെസ്. ആദ്യം നമ്മളോട് പറയുന്നു ഇവിടെ 5 ഓം റെസിസ്റ്റൻസ് ആണ്. ആ സമയത്ത് ഇ എം എഫ് കറണ്ട് 0.25 ആംപിയർ. 0.25 ആംപിയർ, യെസ്. അപ്പോൾ ഇവിടെ നമ്മളിത് ഇക്വേഷൻ എഴുതിയാൽ എന്താ കിട്ടുക, ഐ ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ. ഓ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വളരെ കെയർഫുൾ ആവണം. ഇറ്റ്സ് എ സിമ്പിൾ ബട്ട് എലഗന്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ സിമ്പിൾ ബട്ട് എലഗന്റ് ക്വസ്റ്റ്യൻ. വൈ? ഐ വിൽ ഷോ യു. സി, ഇവിടെ ഇതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ അത് പ്രശ്നമാണ്. കാരണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഈ കണ്ടെത്തല്ലോ. നോക്കൂ, ഇവിടെ 2 സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ട്. ഈ 2 തന്നത് എന്തിനാ? ഒന്ന് തന്നെ പോരെ ശരിക്കും ഇത് കണ്ടെത്താൻ. കാരണം ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആയിരുന്നെങ്കിൽ ഈ ഒരു ഡാറ്റ മതി. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് എഴുതാന്നറിയോ, ഇ ഡിവൈഡഡ് ബൈ കറണ്ടിൻ്റെ ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ആണ് വേണ്ടത്. ദർഫോർ ഞാൻ ഇവിടെ എഴുതുന്നു 0.25 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ R5 പ്ലസ് ആർ. ഇക്വേഷൻ നമ്പർ 1. ആ സ്മോൾ ആർ ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. രണ്ടാമത്തെ ഡാറ്റ ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഡാറ്റ എന്തിനാ തന്നെ നോക്കാം. സെക്കൻഡ് വൺ നോക്കൂ, അവിടെ കറണ്ട് 0.5 ആംപിയറാണ്. അപ്പോൾ 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 2 പ്ലസ് സ്മോൾ ആർ. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ദാറ്റ് ഈസ് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 കൊടുക്കാം. ഇക്വേഷൻ 2 0.5ൽ 0.25 എത്ര ഉണ്ട്? 2 എണ്ണം. ദാറ്റ് ഈസ് ഇ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ആർ ഇൻറ്റു 5 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ ഇ കട്ട്. റെഡി അല്ലേ? ഇ കട്ട് ചെയ്തു. ദർഫോർ 4 പ്ലസ് 2R that is equal to 5 plus R. 5 plus R. അപ്പോൾ R is equal to ആറിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. R is equal to 1 ohm എന്ന് കിട്ടി. R is equal to 1 ohm. ആ കിട്ടിയ ആൻസർ നിങ്ങൾക്ക് ഒന്നുകിൽ ഇക്വേഷൻ 1ൽ അല്ലെങ്കിൽ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. ഓക്കെ, ഞാൻ ഇക്വേഷൻ 1ൽ കൊടുക്കാൻ പോവാം. നൗ ഇക്വേഷൻ 1 implies E is equal to 0.25 into 5 plus 1 that is equal to 6 divided by 4. ശരിയല്ലേ? 0.25 is 1 by 4. That is 3 by 2 equal to 1.5 volt is the right answer. Option 4 is correct. Option 4 is correct. ആരാണത്? നൈഷ. ഗ്രേറ്റ്. യെസ്, ഓക്കെ അല്ലേ? ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പുതിയത് കിട്ടട്ടെ കേട്ടോ. ശരിക്കും പഠിക്കൂ. നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ വാല്യുവേഷന് വേണ്ടി മാത്രം നിങ്ങൾ എന്നെ കേൾക്കല്ലേ? അത് ഭയങ്കര അബദ്ധമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം അറിയാൻ വേണ്ടിയിട്ട് എന്നെ കേൾക്കല്ലേ? ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കൂ. ഓക്കെ, യെസ്, അടുത്തയിലേക്ക് പോവാം.
two identical cells each of EMF E and internal resistance R when connected in series or in parallel across external resistance R give the same value of current. Give the same value of current. Okay, give the same value of current. Ready? Then the relation between R and R. ഒന്നുകൂടെ എനിക്ക് കിട്ടിയില്ല. Two identical cells each of EMF E and internal resistance R when connected in series. Okay, ready. അപ്പോൾ നോക്കൂ, നമ്മളോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് സെല്ലുകൾ, ആ രണ്ട് സെല്ലുകളും ആദ്യ ഐഡൻറ്റിക്കൽ സെൽസ് ഇൻ്റർവെൻഷൻസ് ആറാണ്. അപ്പോൾ ഐഡൻറ്റിക്കൽ സെൽസ് ആവുന്ന സമയത്ത് നോക്കൂ, ആദ്യത്തെ കേസ് ഞാൻ ജസ്റ്റ് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ഫസ്റ്റത്തത്. ദെൻ അടുത്ത സെല്ല് ഇൻറ്റേർണലി. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആർ. യെസ്, നോക്കൂ, ഇ ആർ. യെസ്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എത്ര ഉണ്ടാവുക? യെസ്, ഇവിടുത്തെ കറണ്ട് I is equal to E equivalent എത്ര? 2E ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ R ഇൻറ്റേർണൽ 2R. ഇക്വേഷൻ നമ്പർ 1 അവിടെ കട്ടെ. ഇനി ഇതേ സാധനം തന്നെ നോക്കൂ, നമ്മളോട് പറയുന്നു പാരലലി കണക്ട് ചെയ്തു. പാരലലി കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സെല്ല് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അടുത്ത സെല്ല് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ദെൻ എക്സ്റ്റേണൽ റെസിസ്റ്റർ. ഓക്കെ, ദിസ് ഈസ് ഇ ആർ. And what is this? Capital R. Identical cells when connected in parallel. Effective EMF എന്താ? E എന്ന് അറിയില്ലേ? ഐഡൻറ്റിക്കൽ സെൽസ് വെൻ കണക്റ്റഡ് ഇൻ പാരലൽ. ഈക്വലൻ്റ് എന്താണ്? E equivalent ഈക്വൽ ടു E തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ I is equal എന്താ? I is equal to E ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇതും എന്താ? പാരലൽ. നോക്കൂ ശ്രദ്ധിക്കണം, ദിസ് പാരലൽ. ആ കിട്ടിയ ആൻസർ ഇയാളായിട്ട് എന്താ? പാരലൽ അല്ല, സീരീസിൽ. ഹലോ, മനസ്സിലായോ? ഒന്നുകൂടെ ഈ ആറും എന്താണ്? പാരലൽ. ഇത് പാരലൽ. കാരണം ഇതിൻ്റെ ഇക്വലൻ്റ് ഞാൻ ഡയഗ്രം വരക്കാം, അപ്പോഴേ നിങ്ങൾക്കത് ബോധ്യപ്പെടുള്ളൂ ചിലർക്കെങ്കിലും. ഓക്കെ, നോക്കൂ, ഇതിൻ്റെ ഇക്വലൻ്റ് ഡയഗ്രം ഞാൻ വരച്ചാൽ എനിക്ക് കിട്ടൽ ഇങ്ങനെയാണ്. അതായത് ഇക്വലൻ്റ് EMF E, ദെൻ നോക്കൂ എക്സ്റ്റേണൽ റെസിസ്റ്റർ R, ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഈ നോക്കൂ, ഈ ആറും എന്താ? പാരലൽ. അപ്പോൾ എത്ര കിട്ടുക? R/2. ഇത് E. Okay, now see what is the total resistance. R plus R/2 is the total resistance. R plus R/2. That is equal to E divided by 2R plus R whole divided by 2. അത് മേലെ വന്നു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് ഇക്വേഷൻ 1ഉം 2ഉം ഈക്വൽ ആണ്, സെയിം കറണ്ട് ആണ്, സെയിം വാല്യൂ ഓഫ് കറണ്ട്. അപ്പോൾ ഇതിന് ഇക്വേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടും. നോക്കൂ, ഇതിനെ ഇക്വേറ്റ് ചെയ്താൽ ഫ്രം 1 and 2. From 1 and 2, what you can write? See, from 1 and 2, 2E divided by R plus 2R. That is equal to 2E divided by 2R plus R. 2E cut ചെയ്തു, റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? R plus 2R equal to 2R plus R. എന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ ആറിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, R ഈക്വൽ ടു ക്യാപിറ്റൽ. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. 1 ബോത്ത് ആർ ഈക്വൽ. എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഇന്റേണൽ റെസിസ്റ്റൻസും ഈ കേസിൽ എന്താണ്? ഈക്വൽ ആണ്. ഡോക്ടർ അമോസ്, ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട്? പിന്നെ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തോ? എന്താണ് മംഗ്ലീഷിൽ പറയുന്നത്? മാർക്ക് എല്ലാവരും കമൻറ്റ്സ് ചെയ്യണേ. ഓക്കെ, മാർക്കൊക്കെ അവസാനം എല്ലാവരും കമൻറ്റ് ചെയ്യൂട്ടോ. പേടിക്കണ്ട, എല്ലാവരും അവസാനം മാർക്ക് കമൻറ്റ് ചെയ്യും. നോക്കാം, അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോൺ ഡിറ്റർമിൻസ് ദ കറന്റ് ഇൻ ദ കണ്ടക്ടർ? ഓക്കെ, obviously current direct question, drift velocity alone. പിന്നെ തെർമൽ വെലോസിറ്റിക്ക് അതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല.
ബോത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിൽ നൈദർ. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇതിൽ വേറെ ഒന്നും നോക്കല്ല. റെഡി? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. The resistance of two branch parallel circuit is 18 ohm. The resistance of one branch is 24 ohm. What is the resistance of other branch? What is the resistance of, നോക്കാം, ടു ബ്രാഞ്ച് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മനസ്സിലായി. വൺ ഈസ് നെറ്റ് റെസിസ്റ്റൻസ് 18, റെസിസ്റ്റൻസ് ഓഫ് വൺ, അപ്പോൾ ഒന്ന് 6 മറ്റേത് 24 ഓം. റിസൾട്ടൻ്റ് 18 ആണ്. ഓക്കെ, എന്താ ഇപ്പോൾ സംഭവം? ഇത് പാരലലാണ് അതിൻ്റെ. ഓക്കെ, അപ്പോൾ എത്ര? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2, ദാറ്റ് ഈസ് 24R ഡിവൈഡഡ് ബൈ 24 പ്ലസ് R ഈക്വൽ ടു 18 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ശരിയല്ലേ? ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. നോക്കൂ, ദാറ്റ് ഈസ് 24R ഈക്വൽ ടു 18R പ്ലസ് 24 ഇൻറ്റു 18 എത്ര? 24 ഇൻറ്റു 18, 4 8 32, 2 8 16, 19, 4 2 2 3 4 432. ഓക്കെ, therefore രണ്ടും 6, 6R ഈക്വൽ ടു 432. 6R ഈക്വൽ ടു 432. R is equal to 432 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ 7 കഴിഞ്ഞാൽ അപ്പോൾ 12, 12ൽ 2, 72 ohm is the right answer. 72 ohm. Option 1 is correct. Option 1 is correct. They won't give such direct questions and ഞാൻ തെർമൽ ആൻഡ് ഡ്രിഫ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്തു. എന്താണ് ഷിബ, അങ്ങനെ സംഭവിക്കരുത്. ക്വസ്റ്റ്യനിൽ പല ട്രാപ്പ് ഉണ്ടാവില്ലേ സർ? ഈ ക്വസ്റ്റ്യൻ കറക്റ്റായി. ഓ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, റെഡി? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്ത് n capacitors each with 2 microfarad capacitance are connected in parallel to store a charge of 1 coulomb across a potential difference of 100 volt. If these n capacitors are now connected in series, the equivalent capacitance in the circuit will be. Okay, ഒന്നുകൂടെ. n capacitors each 2 microfarad are connected in parallel to store charge. ഓക്കെ, അപ്പോൾ C ഇഫക്റ്റീവ് എന്താ? കണക്റ്റഡ് ഇൻ പാരലൽ ആണ്. പാരലൽ ആവുമ്പോൾ 2n അത്രയും മൈക്രോഫാരഡ്. യെസ്. ഇനി നമ്മളോട് പറഞ്ഞു ഇഫ് ദിസ് കപ്പാസിറ്റർ നൗ കണക്റ്റഡ് ഇൻ സീരീസിലാവുമ്പോൾ, അപ്പോൾ ഞാനതിനെ ആദ്യത്തേനെ CP എന്ന് വിളിക്കാം. ഇത് CP. നൗ CS അതെത്ര ഉണ്ടാവുക? അത് ഓക്കെ, അതിൻ്റെ തൊട്ടുമുമ്പ് ഒരു കാര്യം ചെയ്യാം, ഇത് കംപ്ലീറ്റ് ചെയ്യാം. CP ഈക്വൽ ടു 2 മൈക്രോഫാരഡ്. ചാർജ് 1 കുളോം എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ CP ഈക്വൽ ടു Q/V ആണ്. Q/V. Therefore ആ CP എന്ന് പറഞ്ഞത് 2n ഈക്വൽ ടു 1/Vയും തന്നിട്ടുണ്ട് 100 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് n കണ്ടെത്താം. അപ്പോൾ n is equal to എത്ര? 1/200 അല്ലേ? നോക്കാം. ഓക്കെ, ആ മൈക്രോയും കൂടെ ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. മൈക്രോ C2n മൈക്രോ. ആ മൈക്രോ ഇവിടുന്ന് അങ്ങോട്ട് പോവും. ദാറ്റ് ഈസ് 2n മൈക്രോ ഉണ്ട്. മൈക്രോ ഒക്കെ പ്രശ്നമാവും അവസാനം. അപ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കൊടുത്തിടാം. ഇൻറ്റു 10⁻⁻6. അത് ഇവിടെ എത്തുമ്പോൾ 10⁻6 ആയി. 10⁻6 ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ 1000 കൊടുത്തു കഴിഞ്ഞാൽ 1000 ഡിവൈഡഡ് ബൈ 200, അപ്പോൾ ഇൻറ്റു 10⁻3. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5000 n കിട്ടി. 5000 എന്നിൻ്റെ വാല്യൂ ആണ് 5000 കേട്ടോ. എന്നിൻ്റെ വാല്യൂ ആണ് 5000. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചത് ഇഫ് ദീസ് n കപ്പാസിറ്റേഴ്സ് ആർ നൗ കണക്റ്റഡ് ഇൻ സീരീസ് ദ ഈക്വലന്റ് കപ്പാസിറ്റൻസ്. അഞ്ഞിപ്പോൾ എന്തായിരിക്കും ചെയ്തൂടെ? CS is equal to എന്താണ്? സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ C/N ദാറ്റ് ഈസ് 2 മൈക്രോ 2 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ 5000. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 20/5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 4 കിട്ടും. 4 എടുത്താൽ മേലെ 10⁻⁻5, താഴെ 10⁻3 ഉള്ളത് മേലെ വരുമ്പോൾ -3. ദാറ്റ് ഈസ് 4 ഇൻറ്റു 10⁻⁻8 ഉണ്ടോ? കാണില്ലല്ലോ. അപ്പോൾ എനിക്കെന്തോ മിസ്സിങ് പറ്റിയിട്ടുണ്ടല്ലോ. നോക്കാം. എവിടെ ഒരു മിസ്സിങ് പറ്റിയിട്ടുണ്ട്. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. C എത്ര? 2 മൈക്രോ റെഡി ഡിവൈഡഡ് ബൈ 5000.
അപ്പോൾ ഞാൻ എന്താ എടുത്തത് 20 ഒന്ന് കൂട്ടുന്നതിന് പകരം ഞാൻ കുറക്കുക ചെയ്ത്. ഓക്കെ റെഡി. -7 ആണ് എടുക്കേണ്ടത്. -7 -3 ഐ എം സോറി. therefore 10 raised to -10 10 raised to -10 farad. Option 3 is correct. Option 3 is correct. Ready. Okay. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കാം. A metallic cylindrical wire A has length 10 cm, radius 3 mm. Another hollow cylinder B of same metal of length 10 cm, radius inner radius 3 mm and outer radius. Okay. The ratio of resistance of wire A and B. ഓക്കെ, ഒന്ന് നോക്കൂ. സോളിഡ് സിലിണ്ടർ ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. R is equal to ρl divided by A. ആ എനെ നമുക്ക് എന്ത് എഴുതാം? എനെ പൈ r² എന്ന് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് നോ പ്രോബ്ലം. ദാറ്റ് ഈസ് റേഷ്യോ അല്ലേ ചോദ്യം. ഓക്കെ, അപ്പോൾ therefore R1 is equal to റോനെ അങ്ങനെ തന്നെ കൊടുക്കാം. L 10 സെൻറ്റിമീറ്റർ, മീറ്റർ ആക്കണ്ട, റേഷ്യോ ആണല്ലോ ചോദിച്ചത്. അപ്പോൾ കട്ട് ചെയ്ത് പോയിക്കോളും. ഡിവൈഡഡ് ബൈ പൈ r² എത്രയാണ്? r² 3 mm². എഗെയിൻ ഞാൻ mm² കൺവേർഷന് പോകണില്ല, റേഷ്യോ ആയതുകൊണ്ട് കട്ട് ചെയ്ത് പോകും. ഇക്വേഷൻ നമ്പർ 1. നൗ R2 is equal to റോ ഇൻറ്റു L വീണ്ടും 10 തന്നെ. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇന്നർ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ പൈ R ഔട്ട് സ്ക്വയർ മൈനസ് R ഇൻ സ്ക്വയർ ആണോ? ഇതാണ് പ്രശ്നം. കാരണം അവിടെ വേറെ ഒന്നും ഇല്ലല്ലോ, ഹോളോ സിലിണ്ടറാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, എം ടി സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം? അതിന് മാറ്റണം. therefore this is equal to റോ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു RO. ആരാ നോക്ക്? RO ഔട്ടർ റേഡിയസ് എത്രയാണ്? 4. അപ്പോൾ 4² എന്ന് പറഞ്ഞാൽ 16 മൈനസ് 3² എന്ന് പറഞ്ഞാൽ 9. യെസ്, that is equal to rho into 10 divided by 7 pi. Am I right? Okay, that is equation number 2. തെറ്റുണ്ടോ നോക്കണേ. The ratio of A and B അല്ലേ? ഓക്കെ, A B എന്ന് തന്നിട്ടില്ലേ അതിന്. അപ്പോൾ this is B and this is A. Now RA divided by RB, that is equal to rho into 10 divided by pi into 9 into 7 pi divided by rho into 10. The answer is 7 by 9. Answer undo. 7 by 9 is the right answer. Option 1 is correct. Okay. Yes. അടുത്തതിലേക്ക് പോവാം. ഒന്ന് സ്പീഡാക്കണം. A resistance R is connected across an ideal battery. The total power dissipated in the circuit is P. If another resistance R is added in series, the new total dissipated power. ഇത്ര സിമ്പിളാണ് നോക്ക്. ഒന്നുമില്ല ക്വസ്റ്റ്യനൊക്കെ. ക്വസ്റ്റ്യൻ മനസ്സിലായാൽ ഉടനെ നമുക്ക് ആൻസർ ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, നോക്കൂ. ഇ കൊടുക്കാം, വി. നോക്കൂ, പവർ എന്താ? പവർ P is equal to V² divided by R. ഓക്കെ, അവിടെ ഉണ്ട്. ഇനി നമ്മളോട് പറഞ്ഞത് അതിന് സീരീസിൽ R കണക്റ്റഡ് ആണ്. ഇഫ് അനദർ R ഈസ് ആഡഡ് ഇൻ സീരീസ്, ഒരാറും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ P' എന്തായി? P' is equal to V² divided by R plus R. അത് 2R കഴിഞ്ഞു. ഇതിൻ്റെ റേഷ്യോ എന്താണെന്ന ചോദ്യം. ന്യൂ ടോട്ടൽ ഡെസിപ്പേറ്റഡ് പവർ ഈസ് എന്ന്. ഓക്കെ, ദാറ്റ് ഈസ് ഡിവൈഡ് ചെയ്തോ. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1, P' divided by P, that is equal to R divided by 2R, that is 1 by 2. P' is equal to P divided by 2 is the right answer. Option 4 is correct. Option 4. അടുത്തതിലേക്ക് പോകാം. Conservation of charge and conservation of energy are respectively the basis of Joule's law, no? Gauss's law, Kirchhoff's junction rule, conservation of charges, loop rule, conservation of energy. Option 3 is correct. അടുത്ത നോക്കാം. The threshold frequency of photoelectric metal is nu naught. If light of frequency 2 nu naught is incident on the surface
of that metal, maximum velocity of emitted electrons is V. Maximum velocity. അപ്പോൾ kinetic. Okay, ready. What will be the maximum velocity emitted electrons if light of frequency 4 nu naught, ആദ്യം nu naught അല്ല ആദ്യം 2 nu naught പിന്നെ 4 nu naught അപ്പോഴുള്ള മാക്സിമം വെലോസിറ്റി ആണ് കിട്ടേണ്ടത്. അപ്പോൾ നോക്കൂ, ഐൻസ്റ്റീൻസ് ഇക്വേഷൻ നോക്കുക. കെ മാക്സ് കൈനറ്റിക് എനർജി എന്താ? ഇൻസിഡൻറ്റ് എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ. ഇവിടെ ആദ്യം 2 nu naught ആണ്. അപ്പോൾ എച്ച് ഇൻറ്റു 2 nu naught മൈനസ് എച്ച് nu naught വർക്ക് ഫംഗ്ഷൻ. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര കിട്ടുക? എച്ച് nu naught ആണ് കെ മാക്സ്. ആരാ കെ മാക്സ്? ഹാഫ് എം വി മാക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1. റെഡി? ഇനി അടുത്ത കേസ് കൊടുക്കുക. ദാറ്റ് ഈസ് ഹാഫ് എം വി മാക്സ് ഡാഷ് സ്ക്വയർ. ഡാഷ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ 4h nu naught മൈനസ് എച്ച് nu naught. കാരണം ഇൻസിഡൻറ്റ് ചെയ്യുന്നത് 4 nu naught ആണ്. ദർഫോർ 3h nu naught എന്ന് കിട്ടും. 3h nu naught. ഇക്വേഷൻ നമ്പർ 2. നമ്മളോട് ചോദ്യം എന്താണ്? വാട്ട് മാക്സിമം വി ഡാഷ് ആണ് ചോദ്യം. വി ഡാഷ് എന്താണ്? ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. അപ്പോൾ എന്താ കിട്ടുക? വി ഡാഷ് മാക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വി മാക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 1 ഇല്ല 3/1. ദാറ്റ് ഈസ് വി സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ v dash divided by v, that is equal to root 3, or v dash is equal to root 3v. Answer undo? Option 2 is correct. Option 2. Good, 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 good. Okay? Yes. അടുത്തതിലേക്ക് പോവാം. അടുത്ത്, the frequency of photon of energy 2.3 electron volt emitted due to transition of electron from higher energy level to lower energy level is frequency of photon of energy. ഓക്കെ, ഫോട്ടോണിൻ്റെ എനർജിയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഫോട്ടോണിൻ്റെ എനർജി നോക്കാം. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ന്യൂ നമ്മൾ കണ്ടെത്തണം അല്ലേ? ന്യൂ എത്ര? ഇപ്പോൾ 2.3 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ എച്ച്. ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് എമിറ്റഡ് ട്രാൻസിഷൻ ദ ഫ്രീക്വൻസി. യെസ്, അപ്പോൾ കറക്റ്റ് തന്നെയാണ് കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് നോക്കി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹേർട്സിലാണ് നമുക്ക് ആൻസർ തന്നിട്ടുള്ളത്. അപ്പോൾ 2.3 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളാക്കുക 1.6 ഇൻറ്റു 10⁻⁻⁹ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എത്ര? 6.63 ഇൻറ്റു 10⁻⁻34. 10⁻⁻34. ഓക്കെ അല്ലേ? റെഡി, റെഡി. ഓക്കെ, അപ്പോൾ 2.3 എന്ന് വെച്ചാൽ 23ഉം 1.16ഉം 3 ഇൻറ്റു 6 18, 2 12 13 3 2 8 6 3. ഓക്കെ, 368 ഇൻറ്റു 10⁻⁻21, കാരണം 2 ഡെസിമൽ ഞാൻ ഒഴിവാക്കി. ഡിവൈഡഡ് ബൈ ഇവിടെ 663 ഇൻറ്റു 10⁻⁻36. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യാം. അവിടെ ഇവിടെ ഒരു 0 കൂടെ കൊടുത്തിട്ട് ഇവിടെ 22 ആക്കി. 22. ഓക്കെ, അപ്പോൾ എത്ര ഉണ്ടാവും? എന്തായാലും ഒക്കെ ഒരു ചാൻസ് 5-നാണ്, പിന്നെ 3 ആണ്, 4 ആണ്. 5ൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. 5ൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 5 ഇൻറ്റു 3 15, 5 ഇൻറ്റു 6 IR 30, 31 IR 30, 30ഉം 3ഉം 30. ഓക്കെ, റെഡി. അപ്പോൾ 5 തന്നെയാണ്, അത് ക്ലിയർ ആയി. ദർഫോർ അപ്പോൾ ഇവിടെ വരിക നമുക്ക് 5 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ദിസ് ഈസ് 5 പോയിൻറ്റ് സംതിങ് ഇൻറ്റു 10⁻⁻. നോക്കൂ, 22 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ 8ഉം 6ഉം എത്രയായി? 8ഉം 6ഉം 14 അല്ലേ? 14. അപ്പോൾ 14 10⁻5 പോയിൻ്റ് ആണ്. 5 പോയിൻ്റ്. അപ്പോൾ ഇവിടെ യെസ്, ദർഫോർ ആൻസർ ഏതാ? നൗ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കുക, ആൻസറിലേക്ക് നോക്കിയാൽ മതി. 2 ഡെസിമൽ അങ്ങോട്ട് എടുത്താൽ 10⁻12. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓക്കെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്
നോക്കൂ, എ ലേസർ സോഴ്സ് എമിറ്റ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 300 നാനോമീറ്റർ ഹാസ് പവർ 300 നാനോമീറ്റർ പവർ തന്നുണ്ട്. ദ ആവറേജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. യെസ്, പവർ എന്ന് പറഞ്ഞാൽ എന്താടാ? എനർജി അല്ലേ? എനർജി ബൈ ടൈം ആണ്. അപ്പോൾ ഇവിടെ എത്ര? എൻ എച്ച് ന്യൂ ഡിവൈഡഡ് ബൈ ടി. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടാവും ആ ഇക്വേഷനൊക്കെ. അവിടെ ലാംഡ വെച്ചിട്ടാണ് തന്നത്. അപ്പോൾ എൻ എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു ടി. നമ്മളോട് ചോദിച്ചത് എൻ ബൈ ടി ആണ്. ദർഫോർ എൻ ബൈ ടി ഈക്വൽ ടു, എൻ ബൈ ടീനെ അവിടെ നിർത്തുക, ബാക്കിയുള്ളതിന് അങ്ങോട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ആരുണ്ട്? പി ഉണ്ട്. പി ലാംഡ ഡിവൈഡഡ് ബൈ എച്ച് സി എന്ന് കിട്ടും. പി ലാംഡ ഡിവൈഡ് ബൈ എച്ച് സി ദാറ്റ് ഈസ് ഈക്വൽ ടു പി എത്ര ക്വസ്റ്റനിൽ തന്നത്? 3.3 ഇൻറ്റു 10⁻³ മില്ലി വാട്ടാണ്. മില്ലി വാട്ട് ഇൻറ്റു ലാംഡ ഈസ് 300 ഇൻറ്റു 10⁻⁹ ഹോൾ ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ വാല്യൂ എത്ര? 6.6 ഇൻറ്റു 10⁻34 ഇൻറ്റു സി ഈസ് 3 ഇൻറ്റു 10⁸. ഓക്കെ, അപ്പോൾ 6 നോക്കൂ, ഇവിടെ കട്ട് ചെയ്യാൻ എളുപ്പമാണ്. 3.3യും 6.6ഉം കട്ട് ചെയ്തു, ഇവിടെ 2 കിട്ടി. ആ 2ഉം 300ഉം കട്ട് ചെയ്തു, 150 ആയി. ആ 150യും 3യും കട്ട് ചെയ്തു, അപ്പോൾ ഇവിടെ എത്രയായി? 50 ആയി. 50 കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. ദർഫോർ പിന്നെ ആരാ ഉള്ളത്? 50 ഇൻറ്റു മേലെ ഉള്ളത് 10⁻⁻12, താഴെ ഉള്ളത് 8ഉം 34 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 പോയി, -26, അത് +26 ആയി മുകളിലേക്ക്. ദാറ്റ് ഈസ് 50 ഇൻറ്റു 10⁻12 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര? 14. ഇങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്, 5 ഇൻറ്റു 10⁻15 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓപ്ഷൻ 3 കിട്ടുന്നുണ്ടല്ലോ? യെസ്. നോക്ക്, അടുത്തതിലേക്ക് പോകാം. അടുത്ത നോക്കൂ, ഫോർ ഹൈഡ്രജൻ സ്പെക്ട്രം ദ വേവ് ലെങ്ത് ഇൻ ബാമർ സീരീസ് ഈസ് ഗിവൺ ബൈ സോ ആൻഡ് സോ ലാംഡ. ഓക്കെ, വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് N1 ആൻഡ് N2 ഫോർ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഇൻ ദ ബാമർ സീരീസ്? ആദ്യം മനസ്സിലാക്കുക, ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും ഏത് ട്രാൻസിഷനാണ് കിട്ടുക? ഫസ്റ്റ് മെമ്പർക്ക് കറസ്പോണ്ടിങ് ആണ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്, ലാസ്റ്റ് മെമ്പർക്ക് കറസ്പോണ്ടിങ് ആണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ഓക്കെ, ഫസ്റ്റ് മെമ്പർക്ക് കറസ്പോണ്ടിങ്. അപ്പോൾ ഇവിടെ എന്താ ചോദ്യം? ലോങ്ങസ്റ്റാ? യെസ്, അപ്പോൾ ലോങ്ങസ്റ്റ് ഏതാ? ഫസ്റ്റ് മെമ്പർ. ബാമർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? N1 ആരാ? N1 ഈസ് ഈക്വൽ ടു 2 ആണ്. N1 ഈസ് ഈക്വൽ ടു 2. N2 അപ്പം എന്താ? ഫസ്റ്റ് മെമ്പർ. അപ്പോൾ തേർഡിൽ നിന്ന് 1ലേക്ക് വരിക. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. മനസ്സിലായോ? അപ്പോൾ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഏതാണ്? N1 is equal to 2, N2 is equal to infinity. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ്, a 600 picofarad capacitor is charged to 200 volt supply. It is then disconnected from the supply. ഇതൊക്കെ എത്ര തവണ ചെയ്ത സാധനങ്ങളല്ലേ? ഇതൊക്കെ NCERT ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റൻ ആണത്. മാത്രമല്ല അതൊക്കെ ലാസ്റ്റ് ഈ കഴിഞ്ഞല്ല, അതിൻ്റെ തൊട്ട് മുമ്പത്തെ 2021 നീറ്റിൻ്റെ ക്വസ്റ്റൻ കൂടിയാണ്. 600ന് പകരം 900 ആണ് മാത്രം. അപ്പോൾ എനർജി ലോസ്റ്റ് അല്ലേ ചോദ്യം? അപ്പോൾ ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 + C2 ഇൻറ്റു V1 - V2 the whole square. That is equal to half into C1 എത്ര? 600 into 600 into pico 10⁻⁻12 ആണ്. അപ്പോൾ 24 ഹോൾ ഡിവൈഡഡ് ബൈ 1200 രണ്ടും കൂടെ ആഡ് ചെയ്യുക ഇൻറ്റു 10⁻⁻12 ഇൻറ്റു വി എത്ര? 200 - 0 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ. നോക്കൂ, ഇവിടെ 2 0 കട്ട്, 10⁻⁻12 കട്ട്, -12 കൂടെ വന്നു. ഓക്കെ, 2ഉം 6ഉം കട്ട് ചെയ്തു, അപ്പോൾ ഇവിടെ 3 കിട്ടി. 3 ബാക്കി ആരാ? 3 സോറി, അവിടെ 6നെ കട്ട് ചെയ്യുമ്പോൾ ഇയാളെ കട്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ 2 കിട്ടി. ആ 2ഉം അപ്പോൾ ഇത് കട്ട് ചെയ്യില്ലേ? ഓക്കെ, യെസ്. നൗ ആരുള്ളത്? കൺഫ്യൂഷൻ ആവരുത്. 600 ഇൻറ്റു 2 സ്ക്വയർ 4 ഇൻറ്റു 10⁻⁴ -12
divided by 4. അപ്പോൾ 4ഉം 4ഉം കട്ട്. 200 സ്ക്വയർ 2ൻ്റെ സ്ക്വയർ എടുത്ത് പിന്നെ 100ൻ്റെ സ്ക്വയർ വേറെ എടുത്ത്. ഓക്കെ, therefore ബാക്കി ആരുള്ളത് 600 into 10 raised to minus 8. That is equal to 6 into 10 raised to minus 6 ഉണ്ടോ? Yes. Option 4 is correct. Option 4 is correct. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം പെട്ടെന്ന് വാ. In Bohr's atomic model, the total energy of electron in hydrogen atom is ഇത്ര. Then angular momentum about the nucleus of the atom. Yes. നോക്കൂ, അപ്പോൾ ആദ്യം അറിയേണ്ടത് എന്താ? ഈ എനർജി കറസ്പോണ്ട്സ് ടു ഏത് സ്റ്റേറ്റ് ആണ്? ഇതറിയാം നമുക്ക്. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി എത്ര? -13.6. n is equal to 2 എത്ര? -3.4. then -1.51, then 0.85, 0.54. ഓക്കെ, ആ ഓർഡർ നിങ്ങൾക്കറിയാം. അപ്പോൾ n is equal to ഹിയർ തന്നിട്ടുണ്ട് is equal to -3.4 ഇലക്ട്രോൺ വോൾട്ട്. therefore n is equal to 2 എന്ന് കിട്ടി. now L is equal to nh divided by 2 pi. 2 into h divided by 2 pi. L is h by pi is the right answer. h by pi. Option 1 is correct. Option 1 is correct. അടുത്ത്, in an oil drop experiment, n numbers of electrons are removed from the oil drop to make it positively charged. A vertical electric field of magnitude so and so is applied to balance the force due to gravity on the oil drop. If the mass of the oil drop is so and so, n എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ആ ഓയിൽ ഡ്രോപ്പിനെ ഹാങ് ചെയ്യുന്ന കേസാണ്. അപ്പോൾ ഓയിൽ ഡ്രോപ്പിൻ്റെ മുകളിലുള്ള ഫോഴ്സ് ദാറ്റ് ഈസ് QE, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ബാലൻസ്ഡ് ബൈ വെയിറ്റ് ആണ് mg. ക്യൂവിനെ നമ്മൾ NE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈക്വൽ ടു mg എന്ന് കൊടുത്തു. n ആണ് ചോദ്യം. n is equal to m എത്ര? 10 raised to -4, gൻ്റെ വാല്യൂ 9.8, ഹോൾ ഡിവൈഡഡ് ബൈ ഈ 1.6 into 10 raised to -19 into electric field 19.6 into 10 raised to 14. 9.8 to 19.6 കട്ട് ചെയ്ത് 2. റെഡി? 2 into പിന്നെ ഇത് നമുക്ക് ഓൾറെഡി ആൻസർ ചെയ്യാം. കാരണം 1/1.6 into 10 raised to -19 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/1 അത് ബൈ ഹാർട്ട് അല്ലേ? 6.25 into 10 raised to 18 ആണത്. പിന്നെ -4 അവിടെ ഉണ്ട്. റെഡി? പിന്നെ താഴെ ആരാളുള്ളത്? ഡിവൈഡഡ് ബൈ 2 into 10 raised to 14 മാത്രം. ഓക്കെ, യെസ്. ഇതും കട്ടായി. 10 raised to 14ഉം 10 raised to 14ഉം കട്ടായി. ബാക്കി ആരുള്ളത്? 6.25 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 3.125 ഈസ് ദ റൈറ്റ് ആൻസർ. Oh, am I committed any mistake? Did you notice any mistake? 9.8 റെഡിയാണ്. കട്ടിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? എനി മിസ്റ്റേക്ക്? കാരണം നമുക്ക് കിട്ടിയ ആൻസർ ഇവിടെ ഇല്ല. No mistake, I think. No mistake. I think you won a bonus. കാരണം ഈ ക്വസ്റ്റ്യനിൽ ഒന്നുകിൽ ഇവിടെ 10 raised to -4 എന്നുള്ളത് ഇത് 10 raised to -1 എന്നായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ 10 raised to 11 എന്നാണ്. എന്നാലേ ഈ ആൻസർ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ആൻസർ ഇവിടെ ഇല്ല. ഐ തിങ്ക് യു വൺ എ ബോണസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In case of Bohr's model of atoms, which of the following statement is incorrect? Bohr model is applicable only for one electron atom.
കറക്റ്റാണ്. ഇവിടെ ഇൻകറക്റ്റ്, തെറ്റുള്ള ചോദ്യം. ബോർസ് മോഡൽ കറക്റ്റ്ലി പ്രഡിക്ട്സ് ദ ഫ്രീക്വൻസീസ് ഓഫ് ലൈറ്റ് എമിറ്റഡ് ബൈ one electron. Correct. Bohr model correctly predicts the intensity variation of the light of different. No, this is wrong. Therefore, this is the right answer. Okay. കാരണം എന്താ, ഇൻറ്റൻസി, അതാണ് ബോറിൻ്റെ ഒരു പിന്നെ ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. അതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ്. ഓക്കെ, റെഡി. നെക്സ്റ്റ്, ultraviolet light of wavelength 280 nanometer is used in an experiment on photoelectric effect with lithium whose work function is 2.5 electron volt as cathode. The stopping potential is once again, ultraviolet light of wavelength 280 nanometer is used in an experiment on photoelectric effect with lithium whose work function തന്നിട്ടുണ്ട് stopping potential. Okay, stopping potential. Let's do it. See, work function നമുക്ക് തന്നിട്ടുണ്ട് is equal to hc divided by lambda. hcൻ്റെ വാല്യൂ നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1242 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ. അതിന് പ്രശ്നമാക്കണ്ട, ഇവിടെ നാനോമീറ്റർ ആണ് 280. കണ്ടാ 280. അപ്പോൾ 280 നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4.4 സംതിങ് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 4.4 സംതിങ്. നമുക്കത് മതിയാകുന്ന ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, അത്രയും നമുക്ക് എന്ത് കിട്ടി, എനർജി കിട്ടി. അപ്പോൾ work function is, once again, ultraviolet wavelength is used to experiment photoelectric effect with lithium whose work function. Okay, yes. ഇനി പ്രശ്നമില്ല. ഇനി നമ്മളോട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ ചോദ്യം. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4.4. നോക്കൂ, ഇയാളാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇൻസിഡൻറ്റ് എനർജി കിട്ടി. അപ്പോൾ ഈ V0 ഈസ് ഈക്വൽ ടു ഇൻസിഡൻറ്റ് എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ, that is equal to 4.4 minus 2.5. അപ്രോക്സിമേറ്റ് കേട്ടോ, അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പിടിച്ചത് ആ 4.4. അപ്പോൾ 4.4 യെസ് 1.9 ആൻസർ കിട്ടും. 1.94. മനസ്സിലായോ ചെയ്ത്? ഒന്നുകൂടെ പറയാം. നോക്കൂ, ഇൻസിഡൻറ്റ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇൻസിഡൻറ്റ് എനർജി കണ്ടെത്തി. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് കിട്ടി. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് പിന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, വർക്ക് ഫംഗ്ഷൻ മൈനസ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ മൈനസ് ചെയ്തു, യു ഗോട്ട്. അപ്പോൾ ഇത്ര ഇലക്ട്രോൺ വോൾട്ട് കിട്ടുക, ഇത്ര ഇലക്ട്രോൺ വോൾട്ട്. ദെർഫോർ V0 എത്ര, ദെർഫോർ V0 ഈസ് ഈക്വൽ ടു 1.94 വോൾട്ട് കേട്ടോ, 9.4 വോൾട്ട്. ഓക്കെ, റെഡി. അടുത്തതിലേക്ക് പോകാം. Which state of the triply ionized beryllium has the same orbital radius as that of the ground state of hydrogen? നോക്കൂ, റേഡിയസ് ഓഫ് nth ഓർബിറ്റ് എന്താ, n² by z. n² by z. അപ്പോൾ ഹൈഡ്രജൻ്റെ കേസിൽ നമുക്ക് പറയാം, ഹൈഡ്രജനിൽ 1/1. ഓക്കെ, നൗ ഇവിടെ ബെറീലിയം അല്ലേ ചോദ്യം. അപ്പോൾ ബെറീലിയത്തിൻ്റെത് n² ഡിവൈഡഡ് ബൈ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം. ഓക്കെ, 4 സെയിം എന്നല്ലേ പറഞ്ഞ്. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു n² by 4. അപ്പോൾ n² ഈക്വൽ ടു 4, n ഈസ് ഈക്വൽ ടു 2 ഈസ് ദ റൈറ്റ് ആൻസർ. n ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അടുത്തത്. A person requires a capacitance of 3 microfarad in a circuit across a potential difference of 1 kilovolt. A large number of 1 microfarad capacitors are available to him, each of which can withstand a potential difference not more than 300 volt. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അതേപോലെ നമ്മൾ ചെയ്താണ്. മിനിമം നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് ചോദ്യം. അപ്പോൾ നോക്കൂ, ഇവിടെ ഓരോന്നും 1 മൈക്രോഫാരഡ് ആണ്, ആകെ വേണ്ടത് 3 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് നോക്കൂ, 3 പാരലലി കണക്ട് ചെയ്താൽ നമുക്ക് 3 കിട്ടും. പക്ഷേ എന്താ പ്രശ്നം, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എക്രോസിൽ 1000 വോൾട്ടിന് എക്രോസിലാണ് കൊടുക്കുന്നത്, 1000 വോൾട്ട്.
1000 വോൾട്ട്. പക്ഷേ ഇയാൾക്ക് താങ്ങാൻ പറ്റുന്ന പരമാവധി എത്ര? 300. അപ്പോൾ 300 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവം? 300 കൊടുക്കേണ്ട സ്ഥലത്ത് 1000 കൊടുത്താൽ നോക്കൂ അടിച്ചു പോകും, കപ്പാസിറ്റർ ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്താ? ആദ്യത്തെ ടാസ്ക് കപ്പാസിറ്ററിനെ സേഫ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. കപ്പാസിറ്ററിനെ സേഫ് ആക്കുക. നമ്മളെ കയ്യിൽ നോക്കൂ 1000 വോൾട്ടാണ്. 1000. അപ്പോൾ 1000 വോൾട്ടിൽ ഒരു കപ്പാസിറ്ററിന് 1000 വോൾട്ട് കൊടുത്താൽ എന്തായി? അടിച്ചു പോകും. 2 കപ്പാസിറ്റർ വെച്ചാൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഓരോരുത്തർക്ക് 500 കിട്ടുക. സേഫായോ? ഇല്ല, കാരണം ഒരാൾക്ക് 300 പറ്റുള്ളൂ. അപ്പം ഞാൻ വീണ്ടും അടുത്തത് വെച്ചു. അടുത്തത് ഇപ്പോൾ സേഫായോ? ഇപ്പോൾ നോക്കൂ, ഇവിടെ എത്ര? 333 ഉണ്ട്. 333 പറ്റുമോ? ഇല്ല. എത്ര പറ്റുള്ളൂ? ലെസ് ദാൻ 300 പറ്റുള്ളൂ. അപ്പം 3 വെച്ചാലും പോരാ. എത്ര വെക്കണം? 4 കപ്പാസിറ്റർ മിനിമം സീരീസിൽ നിങ്ങൾ കണക്ട് ചെയ്താലേ കപ്പാസിറ്റർ സേഫ് ആവുള്ളൂ. അപ്പോൾ കപ്പാസിറ്റർ സേഫ് ആണെങ്കിൽ മിനിമം 4 കപ്പാസിറ്റേഴ്സ് യു ഹാവ് ടു കണക്ട് ഇൻ സീരീസ്. ഓക്കെ, ഇനി 4 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്ര വരിക? 1/4 അല്ലേ? ഒരു റോൻ്റെ ഇത് 1/4 മൈക്രോഫാരഡ്. 1/4 മൈക്രോഫാരഡ് ഒരു റോ. അപ്പോൾ ഇനി നമ്മൾ പറയാണ് ടോട്ടൽ. നോക്കൂ, ടോട്ടൽ വാല്യൂസ് 1/4 ഇൻറ്റു എൻ ഈക്വൽ ടു, എൻ എന്ന് പറഞ്ഞാൽ എത്ര ലൈൻ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ, നമ്പർ ഓഫ് റോസ്. ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടണം? 3 മൈക്രോഫാരഡ് കിട്ടണം. 3. ദെർഫോർ എൻ ഈസ് ഈക്വൽ ടു എത്ര? 12 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള 12 വരികൾ ആവശ്യമുണ്ട്. ഇതുപോലെയുള്ള 12 റോസ് മക്കളെ വേണം. ഓക്കെ, അപ്പം ഞാനതിനെ ഇവിടെ ഡോട്ടർ ലൈൻ ഇട്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. അങ്ങനെ 12 ലൈൻസ് വേണം. 12 ലൈൻസ്. അപ്പോൾ ആകെ എത്ര കപ്പാസിറ്റർ വേണം? ഒരു റോല് 4. Therefore total number of capacitors ഒന്നിൽ 4, അങ്ങനത്തെ 12. അപ്പോൾ എത്രയായി? 48 capacitors are required. Option 4 is the right answer. Option 4 is the right answer. Option 4. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നോക്കൂ. 3 charges Q plus 2Q are placed at the vertices of equilateral triangle of side L. നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി 0 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ക്യൂൻ്റെ വാല്യൂ എന്താണ്? ഓക്കെ, ദാറ്റ് ഫോർ അപ്പോൾ ഇതിനെ 1, 2, 3 എന്ന് മാർക്ക് ചെയ്യാണ്. U is equal to 1/4 pi epsilon 0 Q1 Q2 divided by R12 plus Q1 Q3 divided by R13 plus Q2 Q3 divided by R23. ഓക്കെ, ദിസ് ഈസ് 0. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയി അതും 0 ആയി. അപ്പം ഞാൻ പറയുന്നു ബാക്കി Q1 ക്യാപിറ്റൽ Q സ്മോൾ q ഡിവൈഡഡ് ബൈ സൈഡ് ലെങ്ത് L എന്ന് പറഞ്ഞിട്ടുണ്ട് L പ്ലസ് ക്യാപിറ്റൽ Q ഇൻറ്റു 2Q ഡിവൈഡഡ് ബൈ L പ്ലസ് 2Q സ്ക്വയർ ഡിവൈഡഡ് ബൈ L ഈക്വൽ ടു 0. സ്മോൾ q ബൈ എല്ലിനെ പുറത്തെടുക്കുക, അങ്ങോട്ട് കൊണ്ടുപോവുക, ക്യാൻസൽ ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ Q പ്ലസ് 2Q പ്ലസ് 2 small q equal to 0. 3Q plus 2Q equal to 0. Or capital Q അല്ലേ ചോദ്യം, that is minus 2Q. Q is equal to minus 3/2Q is the right answer. Option 2 is correct. Option. Good. Very good. അടുത്തതിലേക്ക് പോവാം. അടുത്തത് assertion. The nuclear force between neutron and neutron, proton is approximately the same. Oh, perfect. അറിയാം നമുക്ക്. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. അടുത്തത് ന്യൂക്ലിയർ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇലക്ട്രിക് ചാർജ്. രണ്ടും കറക്റ്റ് അല്ലടാ. കിട്ടിയില്ലേ? 4 മാർക്ക് പോക്കറ്റിലായോ? 4 മാർക്ക് പോക്കറ്റിലായില്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. സെക്ഷൻ ബി തുടങ്ങാണേ. സെക്ഷൻ ബി ക്ഷമയോടെ കേൾക്കൂ, പഠിക്കൂ. ഓക്കെ, 2 point charges 4 microcoulomb and minus 4. ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആൻസർ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ ആൻസർ, നിങ്ങൾക്ക് എന്താ കിട്ടിയ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. വളരെ രസകരമായ ഒരു ആൻസർ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഇവിടെ 4 microcoulomb മൈനസ് 5 microcoulomb. ഓക്കെ, എവിടെ വെച്ചത്? പീൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. ഫോഴ്സ് ഓൺ, അപ്പോൾ ഇവിടെ 4. Here it is 4 microcoulomb minus 5 microcoulomb. Yes.
നോക്കാം. അപ്പോൾ എഫ് ഈസ് ഈക്വൽ നമുക്ക് എന്താ കിട്ടുക? 1/4πε0 9 × 10⁻9 ഇൻറ്റു 4 × 5 × 10⁻⁻12 ഹോൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ എത്ര നോക്കൂ, ഇത് 3 ആണ്, ഇത് 4 ആണ്. അപ്പോൾ ഇത് എത്ര കിട്ടുക? 5. ഇത് 5 മില്ലിമീറ്റർ. അപ്പോൾ 5 സ്ക്വയർ, അപ്പോൾ 5 × 5 ഇൻറ്റു മില്ലിമീറ്റർ 10⁻⁻3, അപ്പോൾ 10⁻⁻6 സ്ക്വയർ ചെയ്തു. ഓക്കെ അല്ലേ? യെസ്. നോക്കാം എത്ര പേര് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. 5 കട്ട്. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 10⁻. ഓക്കെ, ഇത് ശരിയായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ ഒന്ന് എന്നെ നേരിട്ട് കാണണം കേട്ടോ. ഓക്കെ, ഇത് ശരിയാക്കിയവർ അവരെനിക്ക് നേരിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. യെസ്, നോക്കൂ 10⁻, ഇവിടെ എത്ര ഉള്ളത്? ഇവിടെ 12ഉം 6ഉം, അപ്പം -6 ഇവിടെ ഒന്ന്. -6ഉം 9ഉം കട്ട് ചെയ്താൽ എത്ര? 3 കിട്ടി. 3 ശരിയല്ലേ? അപ്പോൾ ദിസ് ഈസ് 36/5. അപ്പോൾ 35ൽ 7, പിന്നെ ഉള്ളത് എത്ര? 1 ഇപ്പോൾ 5 2 7.2 × 10⁻³ ന്യൂട്ടൺ എന്ന് മാഗ്നിറ്റ്യൂഡ് കിട്ടി. എന്താ കിട്ടിയ ആൻസർ? മാഗ്നിറ്റ്യൂഡ് കിട്ടി. പക്ഷേ ആൻസർ എന്താ? ആൻസർ നോക്കൂ, അതിൽ ഡിറക്ഷനും കൂടി തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ സിമ്പിൾ ബട്ട് എലഗൻറ്റ് ക്വസ്റ്റ്യൻ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇറ്റ്സ് എൻ എലഗൻറ്റ് ക്വസ്റ്റ്യൻ. സി, അപ്പോൾ ഓപ്ഷൻ 4 കിട്ടിയോ? ഓപ്ഷൻ 4 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് -1 മാർക്കും കിട്ടി. -1 മാർക്ക്. കാരണം ഓപ്ഷൻ 4 ഇസ് എ റോങ് ആൻസർ. കാരണം ഇത് മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ടുള്ളൂ. ഇതിലേക്ക് ഡിറക്ഷനും കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? ഡിറക്ഷൻ എന്താ കിട്ടുക? നോക്കൂ, ഫോഴ്സ് ഓൺ +Q അല്ലേ, +4 അല്ലേ ചോദ്യം. +4 വെച്ചത് ഇവിടെയാണ്. ഇയാൾക്ക് മുകളിലുള്ള ഫോഴ്സ് എങ്ങോട്ടാണ് ഉണ്ടാകുക? ഒബ്വിയസ്ലി നെഗറ്റീവ് ചാർജ് അതിനെ അങ്ങോട്ട് വലിക്കും. കണ്ടോ? നെഗറ്റീവ് ചാർജ് അതിനെ അങ്ങോട്ട് വലിച്ചു. അപ്പോൾ അതാണ് ഡിറക്ഷൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ ഡിറക്ഷനിലെ യൂണിറ്റ് വെക്ടർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. വേണ്ടേ? ആ ഡിറക്ഷനിലെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നോക്കൂ, ഇതെന്താ വെക്ടർ? ഏതാ? ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന വെക്ടർ എന്ന് പറഞ്ഞത് 0 ആണ്. അപ്പോൾ ഇത് എത്ര? ഈ വെക്ടർ ആരാ? ഹൂ ഈസ് ദിസ് വെക്ടർ? ദിസ് വെക്ടർ ഈസ്, നോക്കൂ ഏത് വെക്ടർ? ഐ വിൽ ഷോ യു മൈ ഡിയർ സ്റ്റുഡൻസ്. സീ ദിസ്. ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ കൂടെയുള്ള വെക്ടർ ഇട്ടോ. അതാ ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ 3i cap + 4j cap ആണ്. 4j cap മില്ലിമീറ്ററിൽ. ഓക്കെ, ദെർഫോർ വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു 7.2 × 10⁻³ ഇൻറ്റു, അതാ വെക്ടർ ആയിട്ടുള്ളൂ. ഇനി അതിൻ്റെ യൂണിറ്റ് വെക്ടർ, ഒരു വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെ എടുക്കുക? ആ വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ്. ദെർഫോർ ഇൻറ്റു 3i cap + 4j cap ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? √9 + 16. മില്ലിമീറ്റർ പരിഗണിക്കേണ്ട, ക്യാൻസൽ ചെയ്തു പോകും. ദെർഫോർ 7.2 ഡിവൈഡഡ് ബൈ 5 × 10⁻³ ഇൻറ്റു 3i cap + 4j cap. That is equal to 7.2 divided by 7ൽ 5 എത്ര ഉണ്ട്? 1 പോയിന്റ്, പിന്നെ എത്ര ഉള്ളത്? 2. 22ൽ 5 4, വീണ്ടും 20ൽ 4 ഇൻറ്റു 10⁻³ 3i cap + 4j cap ഈസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെ ഓക്കെ, ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടോ? എത്ര പേർക്ക് ഓപ്ഷൻ 3 കിട്ടിയിട്ടുണ്ട്? ഓപ്ഷൻ 3 വെറുതെ കിട്ടിയതല്ല, ചെയ്തിട്ട് ഓപ്ഷൻ 3 കിട്ടിയവർ എത്ര പേരുണ്ട്? ചെയ്തിട്ട് ഓപ്ഷൻ 3. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ചാർജ് ആൻഡ് വോൾട്ടേജ് അക്രോസ് C2 ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഓക്കെ, ഗോട്ട് കറക്റ്റ് ആൻസർ. ABC പറയുന്നു കറക്റ്റ് ആൻസർ ഇടേ. കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്. ഓക്കെ, യെസ്, നോക്കൂ. ഇനി നോക്കൂ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ഓൺലി. യെസ്,
അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് C2 C2 ദിസ് ഈസ് C2. ഈ C2 അക്രോസിലുള്ള പൊട്ടൻഷ്യൽ വോൾട്ടേജും അതുപോലെ തന്നെ ചാർജുമാണ് ചോദ്യം. C2 അക്രോസിലുള്ള ചാർജ് ആൻഡ് വോൾട്ടേജ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിന് നോക്കുക, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങോട്ട് ഒടിച്ചു വെക്കുക, ഈ ഭാഗത്തിനെ ഇങ്ങോട്ട് നിവർത്തി വെക്കുക. കാരണം ഇത് ഒരൊറ്റ സാധനമല്ല, അതിനെ പിടിച്ചിട്ട് മെല്ലെ ഇങ്ങോട്ട് നിർത്തുക. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടും. യെസ്, നോക്കൂ, ആ സമയത്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? ആ സമയത്ത് സീ ദിസ്, യു വിൽ ഗെറ്റ് യെസ്, യു വിൽ ഗെറ്റ് ദിസ്. ഓക്കെ, അതായത് എന്താ ചെയ്ത്, ഞാൻ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിന് അങ്ങോട്ട് ഒടിച്ചു വെച്ചു, അതാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത്. പിന്നെ ഈ ഭാഗം കംപ്ലീറ്റ് ഇതാ അങ്ങോട്ട് എടുത്തു, എന്നിട്ട് അതിന് അക്രോസിൽ 300 വോൾട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ C2 ആരാ? C2 മറക്കണ്ട, ദിസ് ഈസ് C2, ദിസ് ഈസ് C2, ദിസ് ഈസ് C2, ദിസ് ഈസ് C1, നോ ദിസ് ഈസ് C4, C1 ആൻഡ് C3. C2ൻ്റെ അക്രോസിലുള്ള ചാർജ് ആൻഡ് വോൾട്ടേജ് ആണ് ചോദ്യം. ഓക്കെ, നോക്കൂ, ഇതിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്യുക, ഇതും എത്ര, 200ഉം 200ഉം എത്ര, 100 സീരീസിലാണ്. ആ 100ഉം 100ഉം എത്രയാണ്, 200, ലൈക്ക് ദിസ്. നോക്കൂ, ഇതിനെ വീണ്ടും റീഡ്രോ ചെയ്തു. ഇതും എത്രയാണ്, 100, ദിസ് ഈസ് 100, ദിസ് ഈസ് 100. ഒന്നുകൂടി റീഡ്രോ ചെയ്യുക, ഇതിന് രണ്ടിനും കൂടെ ആക്കി. എനിക്ക് C2 ആണ് കേട്ടോ. നമ്മുടെ ആളാരാടാ? നമ്മുടെ ആള് C2 ആണ്, അത് മറക്കരുത്. C2 കളിയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ആ C2 നോക്കൂ, ഞാൻ ഇവിടെ രണ്ടും കൂടെ സീരീസ് ആക്കി, എന്നിട്ട് ഇവിടെ എനിക്ക് 100 കിട്ടി. ഇനി ഇതിനെയും കൂടെ ഞാൻ ഒരു 100 ആക്കാൻ പോവാം. യെസ്, അപ്പോൾ നമുക്ക് ആവശ്യം ഇയാളാണെന്ന് മറന്നു പോകാൻ ഞാൻ മതി. ഓക്കെ, യെസ്, വാ. ഇനി നോക്കൂ, ഇവിടെ 300 കൊടുത്തിട്ടുണ്ട്, 300. ആ 300 നോക്കൂ, 300 ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, സീ ദീസ്, ഞാൻ 300 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് രണ്ടും എന്താ, സീരീസിലാണ്. സീരീസ് കോമ്പിനേഷനിൽ എന്താ സംഭവിക്കുക? സീരീസ് കോമ്പിനേഷൻ നോക്കൂ, സീരീസ് ആര് കോൺസ്റ്റൻ്റാ? Q ഈക്വൽ ടു കോൺസ്റ്റൻ്റാ. Q കോൺസ്റ്റൻ്റ്, ചാർജ് കോൺസ്റ്റൻ്റ്. ചാർജ് കോൺസ്റ്റൻ്റ് ആണ് V ഈക്വൽ ടു Q ബൈ C ഓർ V പ്രൊപ്പോർഷണൽ ടു 1/C. V പ്രൊപ്പോർഷണൽ ടു 1/C. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഞാൻ ഇവിടെ V1 എന്നും ഇതിനെ V2 എന്നും വിളിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? V1/V2 ഈസ് ഈക്വൽ ടു C2/C1 എന്ന് കിട്ടുക. C2 എത്ര? 200, ഇതെത്ര? 100. അപ്പോൾ ഈക്വൽ ടു 2:1 എന്ന് കിട്ടി. എന്താ 2:1 എന്ന് പറഞ്ഞാൽ? V1 ഈസ് ടു V2, 2:1. 2:1 എന്ന് പറഞ്ഞാൽ ആകെ ഇവിടെ 300 ഉള്ളത്, അതിനെ 2:1 റേഷ്യോയിലാക്കിയിട്ട് ഇവിടെ സപ്ലൈ ചെയ്യണം. നോക്കൂ, 2:1 എന്ന് പറഞ്ഞാൽ 300നെ 2 + 1 3 ഈക്വൽ പാർട്ടാക്കുക. അപ്പോൾ 300നെ 3 ഈക്വൽ പാർട്ടാക്കിയാൽ ഒരു പാർട്ട് എത്ര ഉണ്ടാവുക? 100. എന്നിട്ട് 2 ഷെയർ ഇയാൾക്ക് കൊടുക്കുക, 1 ഷെയർ ഇവിടെയും കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ 2 ഷെയർ ഇവിടെ കൊടുത്താൽ ഇവിടെ എത്ര ഉണ്ടാവുക? ഇവിടെ 200 വോൾട്ട്, ഇവിടെ എത്ര ഉണ്ടാവുക? 100 വോൾട്ട്. മനസ്സിലായോ? ഈ 200 ആരാ? ഇയാളാണ്. അപ്പോൾ അതിപ്പോൾ തന്നെ അവിടെ മാർക്ക് ചെയ്യുക, 200 വോൾട്ട്. ഈ 100 ആരാണ്? ഈ 100 എന്ന് പറഞ്ഞാൽ ഈ 200ന് അക്രോസിലാണ്. ഈ 200 എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം സംവിധാനമാണ്. കണ്ടോ, ഇത് മൊത്തമാണ്. നോക്കൂ, ഇത് മൊത്തത്തിലാണ് ഇവിടെ ഈ കണക്ട് ചെയ്തത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിന് അക്രോസിൽ 100 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസിൽ 100 വോൾട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മൈ ഡിയർ സ്റ്റുഡൻസ്, സീ ദിസ്, ഇതിന് അക്രോസിൽ 100 വോൾട്ട്, ഇതിന് അക്രോസിൽ 100 എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസിൽ 100, കാരണം ഇത് രണ്ടും പാരലലാണ്. അപ്പോൾ ഇതിന് അക്രോസിൽ എത്ര? 100 വോൾട്ട്, ഇതിന് അക്രോസിൽ എത്ര? 100 വോൾട്ട്. ഇനി ഇതാണ്, നോക്കൂ, ശ്രദ്ധിക്കണം, ഇതാണ് ഇത് രണ്ടും കൂടെ. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ അക്രോസിലാണ് 100 വോൾട്ട്. സീ ദിസ്, ഇതിന് രണ്ടിനും കൂടെ അക്രോസിൽ 100 വോൾട്ട്, 100 വോൾട്ട്. ആ 100 വോൾട്ട് ഇയാൾക്കും ഇത് രണ്ടും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ പകുതി ഇവിടെ വരും, പകുതി ഇവിടെ വരും, പകുതി ഇവിടെ വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവുക? ഇവിടെ 50 വോൾട്ട്, ഇവിടെ എത്ര ഉണ്ടാവുക? ഇവിടെ 50 വോൾട്ട്. അപ്പോൾ C2 അക്രോസിലുള്ള പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞു. C2 അക്രോസിലുള്ള പൊട്ടൻഷ്യൽ 50 വോൾട്ട്. നൗ സി, അപ്പോൾ C2 അക്രോസിലുള്ള പൊട്ടൻഷ്യൽ 50 വോൾട്ട്. അപ്പോൾ തന്നെ ബാക്കി ആൻസറായി, ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഇനി ആ Q കാണാൻ എന്ത് ചെയ്താൽ മതി? Q കാണാൻ CV. C എത്ര? C2 എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ 200 × 10⁻⁻12 ഇൻറ്റു വാട്ട് ഈസ് V? V ഈസ് 50. ദാറ്റ് ഈസ് 2×10. അപ്പോൾ 10ഉം പിന്നെ എത്ര സീറോസ് ആണ്?
3 zeros into 10 raised to minus 12. That is equal to 10 into 10 raised to minus 9 coulomb equal to 10 nano coulomb. ഒന്നിൽ തന്നെ ആൻസർ ആയതാണ്, ഞാൻ ബാക്കിയും കൂടെ ചെയ്ത് കാണിച്ചതെന്ന് മാത്രം. അടുത്തതിലേക്ക് പോവാം. നോക്കൂ, നിക്രോം വയർ ഓഫ് ലെങ്ത് 10 meter ഈസ് യൂസ്ഡ് ടു മേക്ക് എ ഹീറ്റിംഗ് കോയിൽ. ദിസ് കോയിൽ കൺസ്യൂംസ് എ പവർ ഓഫ് 160 watt. When there is a potential difference of 40 volt across it, find the radius of the wire. Find the radius of the wire. See, P is equal to V square divided by R. R is equal to V square divided by P. V എത്ര 160 into 160 divided by അത് V ആണ്. I'm sorry. അപ്പോൾ 40 square. 40 into 40 divided by 160. 0 കട്ട് ചെയ്തു, 4 കട്ട് ചെയ്തു, 4 കട്ട് ചെയ്തു, 10. അപ്പോൾ 10 ohm എന്ന് കിട്ടി. 10 ohm. ഓക്കെ, ഇനി റെസിസ്റ്റൻസിൽ നോക്കൂ, നമുക്ക് വേണ്ടത് റോ എൽ ഡിവൈഡഡ് ബൈ എ, അതാണ് 10. നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് റോ തന്നിട്ടുണ്ടല്ലോ, യെസ് റോ തന്നിട്ടുണ്ട്. ദർഫോർ 10 raised to minus 6 റോ, ലെങ്ത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 10 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു ഏരിയ പൈ ആർ സ്ക്വയർ. നമുക്ക് റേഡിയസ് അല്ലേ വേണ്ടത്, അപ്പോൾ 10 കട്ട് ചെയ്തു. Therefore r square equal to 10 raised to minus 6 divided by pi. R is equal to 10 raised to minus 3 divided by pi. 10 raised to minus 3 എന്ന് പറഞ്ഞാൽ അത്രയും മീറ്റർ ആയി. That is equal to 1 by pi millimeter is the right answer. No, റൂട്ട് ഉണ്ടേ, കാരണം സ്ക്വയർ റൂട്ട് എടുത്ത് അപ്പോൾ റൂട്ട് വേണം. Option 2 is correct. Option 2. അടുത്ത ക്വസ്റ്റ്യൻ. A slab of dielectric material, dielectric constant K has the same area as the plates of parallel plate capacitor, but the thickness 1 by 4 D is placed between the plates of a parallel plate capacitor, where D is the separation between the plates. The ratio of capacitance of capacitor with dielectric and with air medium, C by C naught. NCERT question. NCERT textbook question. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞ് വരച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. കപ്പാസിറ്റർ D/4 മീഡിയം വെച്ചു. ഓക്കെ, മീഡിയം നോക്കൂ, ഫുള്ളി ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടോ, ഇല്ല. അപ്പം നമുക്ക് കപ്പാസിറ്റി എത്ര കിട്ടുക, സി നോട്ട് എന്താണ്, സി നോട്ട് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. നൗ വാട്ട് ഈസ് സി? സി ഈസ് എപ്സിലോൺ 0 എ, നിങ്ങൾ പഠിച്ചതാണ്, ഡി മൈനസ് ടി ഇൻറ്റു 1 മൈനസ് 1 ബൈ കെ. That is equal to epsilon 0 a divided by d minus d by 4 into 1 minus 1 by k. Okay, that is equal to epsilon 0 a divided by d minus d by 4 minus d by 4k. That is equal to epsilon 0 a divided by d യിൽ നിന്ന് d by 4 പോയാൽ മുക്കാൽ d മൈനസ് d by 4k. അതിൽ നോക്കൂ, ഞാൻ എപ്സിലോൺ 0 a ബൈ ഡീനെ പുറത്താക്കി, കാരണം എനിക്ക് എപ്സിലോൺ 0 a ബൈ ഡി സി നോട്ടാണ്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ രണ്ടാവുക 3/4 മൈനസ് 1/4k. That is equal to C naught divided by, നോക്കൂ, LCM 4k എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3k minus 1. Am I right? 3k minus 1 റെഡിയാണ്. ഓക്കെ, അപ്പോൾ 3k minus 1, 3k എനിക്കെന്തൊരു മിസ്സിങ് പറ്റുമോ, ഇല്ല, 2 മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസ് d/4 ഈ മൈനസ് ഉണ്ട്, അപ്പോൾ ഇവിടെ പ്ലസ് ആട്ടോ വരിക, ഇവിടെ പ്ലസ്. യെസ്, ദിസ് ഈസ് പ്ലസ്. ഐ എം സോറി. ഓക്കെ, യെസ്, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 3k C naught divided by 3k plus 1. Now C by C naught is equal to 3k C naught cancel ചെയ്തു, 3k plus 1. ഓക്കെ, എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടോ? Let me check.
4K ആണോ? യെസ്. ഓക്കെ യെസ് മനസ്സിലായി. നോക്കി ഞാൻ ഇവിടെ എഴുതി കൊടുത്ത് മാറിയതാണ്. ഇവിടെ 4K അല്ലേ? ദിസ് ഈസ് 4K. Therefore you will get 4K divided by 3K plus 1. Option 2 is correct. Yes. Okay, yes. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത് നോക്കൂ. ഫോഴ്സ് ബിറ്റ്വീൻ ടു ഐഡന്റിക്കൽ ചാർജസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഇൻ വാക്യൂം ഈസ് എഫ്. നൗ എ സ്ലാബ് ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 4. ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ 3r/4 തിക്നെസ് ഉള്ള സ്ലാബ് ഇൻസേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റി എത്രയും എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q²/r². ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡൈലക്ട്രിക് സ്ലാബ് ഫുൾ സ്പേസ് ഓക്യുപ്പൈ ചെയ്തിടണോ? ഇല്ല. ഇവിടെ ക്യൂ. അതിൽ എത്ര സ്പേസിലുള്ളത്? 3/4. ഓക്കെ, ഇവിടെ K is equal to 4 ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. This is 3r/4. Therefore, what you will get? You will get, see, F is equal to 1/4πε0 Q² divided by ഇവിടെ വാക്വത്തിലെ സ്പേസ് എത്ര? r/4. പിന്നെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? √k d ആണ്. √k d ഹോൾ സ്ക്വയർ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അത്. 1/4πε0 Q² divided by r/4 പ്ലസ് √4 എത്ര? 2. d എത്ര? r/4. No, not r/4. 3r/4. d is thickness of the slab. 3r/4 the whole square. നോക്കൂ, അതിൽ നിന്ന് this is f dash is equal to 1/4πε0 Q² divided by ഇത് എത്ര നോക്ക്? 2 കട്ട് ചെയ്തു. ഇവിടെ 2. അപ്പോൾ 3/2 ആറും r/4ഉം. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ഓക്കെ യെസ് 1.25 അല്ലേ? 1.25 1.25. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ്, നോക്കൂ, ഇവിടെ 4 LCM എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 4 LCM എടുത്താൽ r പ്ലസ് 6r the whole square. That is equal to 1/4πε0 Q² divided by r² into 1 divided by, അപ്പോൾ 7r divided by 4 എന്നല്ലേ വരിക? അപ്പോൾ r² നമ്മൾ ഓൾറെഡി പുറത്തെടുത്തു. അപ്പോൾ 49 7² divided by 16 കിട്ടും. That means ഇത്രയും ഭാഗാര F. The final answer is 16/49. F is the right answer. Option 3 is correct. Yes. തീർച്ചയായിട്ടും ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത്ര വലിയ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ മുമ്പ് കീമിനടക്കം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാല്യൂ മാറ്റിയിട്ടുള്ളൂ. കീമിനടക്കം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. JEE ലെവൽ അല്ല ഇത്. കീമിന് 2 എക്സാമുകൾക്കാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒന്ന് കീമിനാണ്, 2 AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് എൻട്രൻസ് എക്സാം. വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ഇത് സെക്ഷൻ B ആണെന്നും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. Consider a capacitor circuit charged by a battery to a potential difference of V0 as shown in figure. After disconnecting the battery, a dielectric slab is inserted into both the capacitors. The new potential difference is, പുതിയ potential difference എന്താണെന്നാണ് ചോദ്യം. നോക്കൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കാണുമ്പോൾ നമുക്ക് എന്തോ പേടി തോന്നുന്നുള്ളൂ. ഇത്ര ഉള്ളൂ കാര്യം. ഇത് C0, ഇത് 3C0. പെട്ടെന്ന് മനസ്സിലാക്കാം. രണ്ടിനും കോമൺ പൊട്ടൻഷ്യലാണ്. കാരണം അത് പാരലൽ കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഇനി നോക്കൂ, ഡൈലക്ട്രിക് സ്ലാബ് വെച്ചിട്ട് ഒരു കാര്യം ഉറപ്പാണ്. പൊട്ടൻഷ്യൽ രണ്ടാക്കും കോമൺ ആണ്, സെയിം ആണ്. നമ്പർ 1. നമ്പർ 2, മൊത്തം ചാർജ് രണ്ടിലും എന്താ? കോൺസ്റ്റൻ്റാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പറയുക? ചാർജിന് ഇക്വേറ്റ് ചെയ്യുക. അതാണ് ഇതിൽ ബെസ്റ്റ് ഐഡിയ. കാരണം ഇതിലെ ചാർജ് പ്ലസ് ഇതിലെ ചാർജ് മസ്റ്റ് ബി ഈക്വൽ ടു ഇതിലെ ചാർജ് പ്ലസ് ഇതിലെ ചാർജ്. ഇത്രേ ഉള്ളൂ. കാരണം ഇവിടെ ബാറ്ററി കണക്ട് ചെയ്തില്ല. അപ്പം ചാർജിന് ഇക്വേറ്റ് ചെയ്യുക. തുടങ്ങല്ലേ? അപ്പോൾ ഫസ്റ്റിൽ ഇവിടെയുള്ള ചാർജ് എത്ര? ഇവിടെയുള്ള ചാർജ് C0 V0 പ്ലസ് അടുത്തതിൽ ചാർജ് എത്ര? 3C0 V0. ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ അത് കഴിഞ്ഞു.
ഇനി രണ്ടാമത്തെ ചാർജ്, ഇവിടുത്തെ ചാർജ് എത്ര? ഇത് കെ സി നോട്ട് കിട്ടി. എന്ത്? കെ സി നോട്ട് കപ്പാസിറ്റർ ഇൻറ്റു വി, ഇൻറ്റു വി. ഞാൻ ഇവിടെ വി തന്നെ കൊടുക്കുക, ഇൻറ്റു വി പ്ലസ് അടുത്ത എത്ര? കെ ബൈ ടു ആണ്. അപ്പോൾ കെ ബൈ ടു ഇൻറ്റു അതിൻ്റെ കപ്പാസിറ്റി, നോക്കൂ, അതിൻ്റെ കപ്പാസിറ്റി 3C0 ഇൻറ്റു വി, ഇൻറ്റു വി. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് C0 കട്ട് ചെയ്തു. C0 കട്ട് ചെയ്തു. എത്ര ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ആയി. ഇത് കണ്ടാൽ എന്തോ ആണെന്ന് വിചാരിക്കും. ഒന്നുമില്ല. 3/2 ഒന്നരയും ഒന്ന് എത്രയായി? 2.5 എന്ന് പറഞ്ഞാൽ 5/2 kV. 5/2 kV. Am I right? Okay. Therefore, V equal to 8/5 kV0. ഇങ്ങനെ ഉണ്ടോ? എന്തോ മിസ്സിംഗ് ഉണ്ടല്ലോ. ഒന്നുകൂടെ 8 V0 divided by 5K. Yes. Option 3 is correct. Option 3 is correct. A very simple question, but very important. ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, കാരണം ചാർജ് ഇക്വേറ്റ് ചെയ്തു. ചാർജ് ക്യൂ കോൺസ്റ്റന്റ് കേട്ടോ, ക്യൂ കോൺസ്റ്റന്റ്. ഇതാണ് ഐഡിയ, ചാർജ് കോൺസ്റ്റന്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത് നോക്കൂ, എ ബാറ്ററി ഓഫ് 2 volt EMF, ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അക്രോസ് റെസിസ്റ്റൻസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് ദ റെസിസ്റ്റൻസ് ഇൻ 1 second, N/T അല്ലേ, N/T. അപ്പോൾ I is equal to EMF divided by R plus R ആണ്. That is EMF എത്ര? 2 volt divided by 10 divided by 10. ഇനി I എന്ന് പറഞ്ഞാൽ ആരാ? N/Q/T, NE/T. That is equal to 0.2 എന്ന് കിട്ടി. N/T ആണ് ചോദ്യം. That is 0.2 divided by 1.6 into 10 raised to minus 19. That is 0.2 into 6.25 into 10 raised to 18. That is equal to how much? 2 5 10, 2 4 5, 2 12 into 10 raised to 18 into 10. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 3 ഡെസിമൽ പ്ലേസ് അവിടെ ഉണ്ട്. അത് ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 1250, 3 ഡെസിമൽ പ്ലേസ്. അപ്പോൾ 1.25. This is the right answer. Option 1 is the correct. Option 1 is correct. Okay. അടുത്ത ക്വസ്റ്റ്യൻ ഇത് അവസാനിക്കാറായി. The kinetic energy of an electron having de Broglie wavelength tripled, then the de Broglie wavelength associated with it becomes. നോക്കൂ, lambda is equal to h divided by p ആണ്, which is equal to h by root of 2me, or lambda proportional to 1 by root ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയാണ് ഉദ്ദേശിച്ചത്, കൈനറ്റിക് എനർജി. ഓക്കെ, therefore lambda dash divided by lambda that is equal to നമ്മൾ എത്ര പറഞ്ഞത് ഇവിടെ? കൈനറ്റിക് എനർജി ഹാവിങ് de Broglie wavelength tripled. അപ്പോൾ ഇവിടെ root of 3k, ഇവിടെ root k. therefore 1 by root 3. ഇവിടെ 2 lambda dash ആയോ? ഒന്നത് lambda dash is equal to lambda by root 3. Option 3 is correct. Option 3 is correct. അടുത്തത്, in the circuit shown, the cell has an EMF of 10 volt, internal resistance 1 ohm. The other resistances are shown in figure. The potential difference is VA minus VB. നോക്കൂ, this is A, this is B. ഡയഗ്രാം ക്ലിയർ ആണ്. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ ടോട്ടൽ കറണ്ട് കണ്ടെത്തണം. ടോട്ടൽ കറണ്ട് കണ്ടെത്താൻ I is equal to 10 divided by ടോട്ടൽ റെസിസ്റ്റൻസ്. നോക്കൂ, 4 2 6, 2 4 6, 6 പാരലൽ. അപ്പോൾ എത്രയായി? 3. 3 plus 1. അപ്പോൾ 3 plus 1 plus 1, കാരണം അത് അവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1, ഇത് മൊത്തം 3. ഓക്കെ, therefore എത്രയത്? 2 ampere. അപ്പോൾ ഇവിടുന്ന് വരുന്ന കറണ്ട് 2 ampere. അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പകുതി ഇങ്ങോട്ടും പകുതി ഇങ്ങോട്ടും പോകും. എങ്ങനെ പകുതി എന്ന് തീരുമാനിച്ചത് എങ്ങനെയാണ്?
ഹാഫ് എന്ന് തീരുമാനിക്കുക. ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് 6 ആണ്, ഇവിടെയും 6 ആണ്. അപ്പോൾ 50-50 പോയി. ഓക്കെ, ഇനി ഞാൻ നോക്കൂ, ഇവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. എന്നോട് ചോദിച്ചത് VA മൈനസ് VB ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ലെറ്റ് മീ മാർക്ക് ദിസ് പോയിന്റ് എസ് പി. ഞാൻ ഇതിനെ P എന്ന് മാർക്ക് ചെയ്യുക, ഈ പോയിന്റിനെ P എന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു VP മൈനസ് VB മൈനസ് VP മൈനസ് VA. ശരിയല്ലേ? നമുക്ക് VPയും മൈനസ് VPയും കട്ട് ചെയ്തു. പിന്നെ ഇവിടെ മൈനസ് VB മൈനസ് VB, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. കറക്റ്റാണ്, മാത്തമാറ്റിക്കലി ഇക്വേഷൻ കറക്റ്റാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് VP മൈനസ് VB? ഇതിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ എന്താ? ഓംസിലോ അതിൽ കൂടെ പോണ കറണ്ടിൻ്റു അതിൻ്റെ റെസിസ്റ്റൻസ്. മനസ്സിലായോ? അതിലൂടെ പോണ കറണ്ട് അതെത്ര? 1 ആംപിയർ ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ് 2 മൈനസ് VP മൈനസ് VA, ഇതിലൂടെ പോണ കറണ്ട് ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ്. കറണ്ട് എത്ര? 1 ഇൻറ്റു 4, 2 മൈനസ് 4 മൈനസ് 2 വോൾട്ട് ഈസ് ദ റൈറ്റ് ആൻസർ. മൈനസ് 2 വോൾട്ട്. റെഡിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ ക്ലോസ്ഡ് ഓർബിറ്റ് അറൌണ്ട് ദ ഒറിജിൻ ഡ്യൂ ടു എ ഫോഴ്സ് വിച്ച് ഇസ് ഡിറക്റ്റഡ് ടുവേർഡ്സ് ദ ഒറിജിൻ. ഓക്കെ, നോ പ്രോബ്ലം. പാർട്ടിക്കിൾ നോക്കൂ സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്യുക. ദി ബ്രോയി വേവ് ലെങ്ത് ഓഫ് ദ പാർട്ടിക്കിൾ വാരീസ് സൈക്ലിക്കലി between two values lambda 1 and lambda 2. Lambda 1 greater than lambda 2. Lambda 1 greater than lambda 2. Okay. ഇത് നോക്കൂ, ഗ്രാവിറ്റേഷനിൽ നോക്കൂ, പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും കറങ്ങുന്നതുമായിട്ടാണ് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യേണ്ടത്. കാരണം ലാംഡ 1ഉം ലാംഡ 2 ഇവിടെ ലാംഡ ഈക്വൽ ടു H ഡിവൈഡഡ് ബൈ MV ആണ്. അപ്പോൾ ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/V എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ലാംഡ 1 ഗ്രേറ്റർ ദാൻ ലാംഡ 2 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ദെർഫോർ V1 ലെസ് ദാൻ V2 ആണ്. അങ്ങനെ സർക്കുലാർ പാത്തിലാണ് ഇവർ എക്സാക്ട്ലി ട്രാവൽ ചെയ്യുന്നതെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുക. ഇവിടെ സ്പീഡ് മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാത്ത് എലിപ്റ്റിക്കലായി. എലിപ്റ്റിക്കൽ പാത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എലിപ്റ്റിക്കൽ പാത്താണെങ്കിൽ നോക്കൂ, എലിപ്റ്റിക്കൽ പാത്തിൻ്റെ പ്രത്യേകത എന്താ? ഫോക്കസിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് സ്പീഡ് കൂടും. ഇവിടെ മാക്സിമം സ്പീഡാണ്. ഇവിടെ എന്താ? ഇവിടെ മിനിമം സ്പീഡാണ്. ഇനിയാണ് നിങ്ങൾ ഓപ്ഷൻസ് നോക്കേണ്ടത്. ദ പാർട്ടിക്കിൾ കുഡ് ബി മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് വിത്ത് ഒറിജിൻ അറ്റ് സെൻറ്റർ. തെറ്റ്, സർക്കിൾ അല്ല. ദ പാർട്ടിക്കിൾ കുഡ് ബി മൂവിങ് ഇൻ എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. കറക്റ്റ് ആണ്. വെൻ ദ ഡി ബ്രോയി വേവ് ലെങ്ത് ഈസ് ലാംഡ 1 ആകുമ്പോൾ വെലോസിറ്റി കുറവാണ്. ഇവിടെ ഇരിക്കണം. ദ പാർട്ടിക്കിൾ ഈസ് നിയറർ ടു ദ ഒറിജിൻ അല്ല, വെലോസിറ്റി കുറവാകുമ്പോൾ ഫാർദറാണ്. അടുത്ത വെൻ ദ ഡി ബ്രോയി വേവ് ലെങ്ത് ഈസ് ലാംഡ 2, ദ പാർട്ടിക്കിൾ ഈസ് നിയറർ ടു ദ ഒറിജിൻ ദാൻ വെൻ ദ വാല്യൂ ഈസ് ലാംഡ 2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാക്സിമം ആകുമ്പോൾ അടുത്ത് ദിസ് ഈസ് ഓക്കെ. അപ്പോൾ B ആൻഡ് D ആർ കറക്റ്റ്. അങ്ങനെ ഓപ്ഷൻ ഇല്ലേ? യെസ്, ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. അടുത്തതിലേക്ക് പോകാം. When a metallic surface is illuminated with a radiation of wavelength lambda, stopping potential is V. If the same surface is illuminated with a radiation of wavelength 2 lambda, stopping potential is V/4. The threshold wavelength of the metallic surface എന്താണെന്നാണ് ചോദ്യം. threshold. അപ്പോൾ നോക്കൂ, ആദ്യത്തെ കേസിൽ നോക്കാം. ആദ്യം ലാംഡ അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇൻസിഡൻറ്റ് വേവ് എനർജി മൈനസ് HC/threshold വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ടു എന്താ? ഈക്വൽ ടു സ്റ്റോപ്പിംഗ് മീൻസ് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് കൊടുത്തത്. റെഡി. അപ്പോൾ ഇവിടെ അടുത്തതിൽ നമ്മളോട് പറഞ്ഞാൽ എന്താ അറിയാം? അടുത്തത് HC/2 ലാംഡ മൈനസ് വർക്ക് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ EV/4 ആയി. നോക്കൂ, വീക്ക് നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കൂ, HC ഡിവൈഡഡ് ബൈ 2 ലാംഡ ചെയ്ത് നോക്കാം. HC/λ0 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ EV എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/4 പുറത്തെടുത്ത് ഇൻറ്റു HC/λ മൈനസ് HC/λ0. എന്നാൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. HC കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് ഈസി ആയിട്ട് പിടിക്കാവുന്നതല്ലേ. അപ്പോൾ 1/λ
ഓക്കെ, അപ്പോൾ 1/2 ലാംഡ ഇവിടെ ഉണ്ട്. അതുപോലെ അവിടെ ഇവിടെ നോക്കൂ 1/4 ലാംഡ ഉണ്ട്. അപ്പോൾ -1/4 ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ 1/λ0 -λ0 അങ്ങോട്ട് പോയി, അവിടെ -1/4 λ0 ഉണ്ട്. ഇസ് ഇറ്റ് ഓക്കെ? യെസ്. നമുക്ക് വേണ്ടത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 4 ലാംഡ എടുത്തു കഴിഞ്ഞാൽ 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 λ0 എടുത്തു 4 - 1. അപ്പോൾ 4 കട്ട്. വാട്ട് എൽസ് ഈസ് ദർ? 1/λ that is equal to 3/λ0. λ0 അല്ലേ ചോദ്യം? that is 3/λ. I got lambda no 3 lambda correct. ഞാൻ എഴുതി കൊടുത്തത് തെറ്റിയാണ്. lambda not equal to 3 lambda. lambda not equal to 3 lambda. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് choose the correct option from the following. In the ground state of Rutherford model of electrons are stable equilibrium, while Thomson's model electrons always experience a net force. തെറ്റ്. തിരിച്ചാണ്. ഈ സെന്റൻസ് കാണുമ്പോഴേ, ഈ സെന്റൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ സെന്റൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്നോട് ദേഷ്യം തോന്നുന്ന കാര്യമല്ല പറഞ്ഞത്. ഓക്കെ, നോക്കൂ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കാരണം ഇത് കറക്റ്റ് എക്സാക്ട്ലി NCERT ടെക്സ്റ്റ് ബുക്ക് സെൻറ്റൻസ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് സെൻറ്റൻസ് ആണ്. കാണിച്ചു തരാം. ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് റുദർഫോർഡ് മോഡൽ ഇലക്ട്രോൺസ് ആർ ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അല്ല, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലല്ല. തോംസൺസ് മോഡൽ ഇലക്ട്രോൺസ് ആൾവേസ് എക്സ്പീരിയൻസ് നെറ്റ് ഫോഴ്സ്. അതുമല്ല, തിരിച്ചാണ്, റിവേഴ്സിലാണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് റോങ്. ഐ വിൽ ടെൽ യു. An atom has a nearly continuous mass distribution in Rutherford model, but has highly non-uniform mass distribution in Thomson's model. തോംസൺ മോഡലിൽ അല്ലേ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്? ഇവിടെ തിരിച്ചല്ലേ പറഞ്ഞത്? നിയർലി കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ റുദർഫോർഡ് മോഡലിൽ എങ്ങനെ? ന്യൂക്ലിയസിലല്ലേ കൂടുതൽ മാസ് ഉള്ളത്, ബാക്കി പുറത്ത് മാസ് കുറവല്ലേ? അപ്പോൾ ദിസ് ഈസ് ആൾസോ ഫൗണ്ട് ടു ബി റോങ്. എ ക്ലാസിക്കൽ ആറ്റം ബേസ്ഡ് ഓൺ റുദർഫോർഡ് മോഡൽ ഡൂംഡ് ടു കൊളാപ്സ്. ദാറ്റ്സ് കറക്റ്റ് അല്ലേ? അതിൻ്റെ റുദർഫോർഡ് മോഡലിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നതല്ലേ? ഓക്കെ, ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് ഓഫ് ദി ആറ്റം പോസസ് മോസ്റ്റ് ഓഫ് ദ മാസ് ഇൻ റുദർഫോർഡ് മോഡൽ ബട്ട് നോട്ട് ഇൻ തോംസൺ മോഡൽ. രണ്ടിലും എന്താ? പോസിറ്റീവ് പാർട്ടിലാണ് കൂടുതൽ മാസ് ഉള്ളത് കേട്ടോ, പോസിറ്റീവ് പാർട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അതും തെറ്റാണ്. ഇത് എവിടുന്ന വന്നത് നോക്കൂ, ആറ്റംസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അത്. ആറ്റംസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. കാണാതെ പോകരുത് കേട്ടോ. ഓക്കെ, 48th question. Two materials A and B having respective work function 3 and 4 electron volt are emitting photoelectrons of same maximum kinetic energy of 1 electron volt if the wavelength of the incident light is of A is 500 then that of B എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. രണ്ടും നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 1 മാക്സിമം കൈനറ്റിക് എനർജി 1 ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു HC ഡിവൈഡഡ് ബൈ ഇൻസിഡൻറ്റ് വേവ് ലെങ്ത് 500. ഞാൻ നാനോമീറ്റർ മാറ്റുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. മൈനസ് പിന്നെന്താ ഇവിടെ ഉള്ളത്? 3 ഇലക്ട്രോൺ വോൾട്ടിന് ഞാൻ മാറ്റില്ല, കാരണം രണ്ടിനും ഇത് സെയിം ആണ്. അപ്പോൾ therefore I can write HC divided by 500 that is equal to 4 എന്ന് കിട്ടി. അവിടെ നിൽക്കട്ടെ. അടുത്ത് നോക്കൂ, 1 is equal to HC divided by ലാംഡ. ഈ ലാംഡ ചോദ്യം മൈനസ് അവിടുത്തത് 4 ആണ്. therefore HC divided by ലാംഡ ഈക്വൽ ടു 5. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി. ദാറ്റ് ഈസ് നോക്കൂ, ഇതിനെ ഡിവൈഡ് ചെയ്താൽ HC divided by 500 into ലാംഡ divided by HC ഈക്വൽ ടു 4/5. HC കട്ട് ചെയ്തു. ലാംഡ is equal to 4 into 500 divided by 5. That is equal to 400 nanometer is the right answer. Now question number 49. Simple question നോക്കൂ. മാച്ച് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സീറോ എനർജി ഇതൊക്കെ കണ്ടാൽ അറിയാം നമുക്ക്. സീറോ എനർജി എവിടെയുള്ളത്? ഇൻഫിനിറ്റിയിൽ. ഓക്കെ, ആദ്യം നമ്മൾ 3 മൈനസ് എളുപ്പമുള്ളത് പറയാട്ടോ. 0 ഇൻഫിനിറ്റിയിൽ അറിയാലോ, കാരണം -13.6 അതിങ്ങനെ
കൂടി സീറോയിലേക്ക് എത്തുക. കുറഞ്ഞിട്ടല്ല കേട്ടോ, കൂടിയിട്ട്. കാരണം നെഗറ്റീവാ. -13.6, -3.4, -1.51, -0.85, -0.54. ഓക്കെ, ആ രൂപത്തിൽ. അപ്പോൾ ഇത് ഇൻഫിനിറ്റിയാണ്. 13.6 ഏതാണ്? അത് ഗ്രൗണ്ട് സ്റ്റേറ്റാണ്. ഓക്കെ, -3.4 ഏതാ? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതായത് n=2. പോരെ. നോക്കൂ, 1 എന്താ? 1 നോക്കൂ, 1 2 ഇവിടെ കറക്റ്റാണ്. ഇവിടെ ഫസ്റ്റത്തിൽ തന്നെ ആൻസറായി, ഒന്നാമത്തേന്ന് തന്നെ ആൻസറായി. കാരണം ബാക്കിയൊന്നും ശരിയല്ല. My dear students, the last question from the physics part. The last question, yes. In hydrogen spectrum, the shortest wavelength in Balmer series is lambda. Shortest ഞാൻ നേരത്തെ പറഞ്ഞു. ഷോർട്ടസ്റ്റ് ഏതാ കിട്ടുക? ഇൻഫിനിറ്റ്. ലാസ്റ്റ് മെമ്പർക്കാണ് ഷോർട്ടസ്റ്റ്. അപ്പോൾ അത് ലാംഡ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? 1/λ r ഇൻറ്റു ബാമർ സീരീസ് ആണ്. അപ്പോൾ n1 2² മൈനസ് ഇൻഫിനിറ്റി സ്ക്വയർ. റെഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു r/4. 1/∞ 0, which implies lambda equal to 4/r. Lambda is equal to 4/r. Now what about in the shortest wavelength in bracket ആണ് ചോദ്യം. ബ്രാക്കറ്റ് ആകുമ്പോൾ n = എത്ര? 4 ആണ്. n = 4. Therefore you will get 1/λ' is equal to r into n1 4 കേട്ടോ, 4². ഞാൻ പറഞ്ഞു ലാസ്റ്റ് മെമ്പർക്കാണ് നമുക്ക് എന്ത് കിട്ടുക? ലാസ്റ്റ് മെമ്പർ കേസിലാണ് നമുക്ക് ഷോർട്ടസ്റ്റ് കിട്ടുക. Therefore this is equal to λ' is equal to 16 divided by r. അതിൽ which is equal to 4/r into 4. 4/r ആണ് നമ്മുടെ ലാംഡ. That is λ' is equal to 4λ is the right answer. 4λ. Lambda is dash is equal to 4λ. ഇനി പറ, ഫിസിക്സ് ടഫായിരുന്നോ? ഫിസിക്സ് ഒരു ഇത്തിരി ടഫായിട്ട് പലരുടെയും കമൻ്റ് അങ്ങനെ തോന്നുന്നുണ്ട്. സാരില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്കാണ് പോകാനുള്ളത്. കെമിസ്ട്രി വളരെ ഈസിയാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഓക്കെ, NS മാം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കെമിസ്ട്രിയിലേക്ക് കിടക്കാം. ഓക്കെ, റെഡി? ഓക്കെ, താങ്ക് യു. Thank you, FM sir. So, നമ്മൾ വേറെ ഡിസ്കഷൻസ് ഒന്നും ചെയ്തില്ല. വിൽ ഡയറക്ട്ലി മൂവ് ടു ദ ക്വസ്റ്റ്യൻ പാർട്ട്. കെമിസ്ട്രി ക്വസ്റ്റ്യൻ പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ബേസിക്കലി നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഓരോ എക്സാംസ് കഴിയുമ്പോഴും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റിവൈസ് ദ ക്വസ്റ്റ്യൻസ്. ബിക്കോസ് നമുക്ക് ചിലപ്പോഴൊക്കെ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാകും, എസ്പെഷ്യലി ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. ചിലപ്പോൾ കുറച്ചൊക്കെ കൺഫ്യൂസ്ഡ് ആവും, ഏത് ഓപ്ഷൻ ടിക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളതിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യും. സോ ആ ചൂടോടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ വന്ന കൺഫ്യൂഷൻസ് ഒക്കെ തിരുത്തുക, റെഡിയാക്കി എടുക്കുക. സോ ദാറ്റ് ഇപ്പം ഇത് ഇന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കുറെ കൂടി മെമ്മറിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, റെഡി? സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ എയിലുള്ള ആദ്യത്തെ ചോദ്യം നമ്മൾ നോക്കുകയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് കാർബൺ ആറ്റംസ് depends upon their state of hybridization. In which of the following compounds the carbon marked with a star is most electronegative? ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കുന്ന കാർബൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കുന്ന ഗ്രൂപ്പുകൾ ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഫ്ലൂറിൻ, ക്ലോറിൻ അങ്ങനെയുള്ളവരൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ആയിരിക്കണം. സോ നമുക്കറിയാം sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ, sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഇവരെ എടുത്തു കഴിഞ്ഞാൽ ഏതിനാണോ S ക്യാരക്ടർ കൂടുതൽ അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ആരാണ് S ക്യാരക്ടർ കൂടുതൽ വരിക? അല്ലെങ്കിൽ sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഏതായിരിക്കും വരിക? ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആണ്. ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആണ്. ഡബിൾ ബോണ്ടഡ് കാർബൺ sp2 ആണ്. സിംഗിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ അത് sp ആണ്. അപ്പൊ എനിക്ക് തന്നിരിക്കുന്നതിൽ മാർക്ക് ചെയ്ത ഓരോന്നിനെയും ശ്രദ്ധിച്ചാൽ ദിസ് ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, കാരണം ചുറ്റും സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഡബിൾ ബോണ്ട് വന്നാൽ sp2 ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി sp ആൻഡ് ദിസ് ഈസ് sp2. അപ്പൊ ഏറ്റവും ആദ്യം വരുന്നത് ഏതായിരിക്കും? യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 3, നോ ഡൗട്ട്. ദി IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് CH3O, CH2, CH2, CH2O, CH2, CH3. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിന്റെ പാരന്റ് ചെയിനിനെ ഐഡന്റിഫൈ ചെയ്യണം. ലോങ്സ്റ്റ് കാർബൺ വരുന്നയാളാണ് പാരന്റ് ചെയിൻ. നോക്കിയേ,
ഒരു കാർബണേ ഉള്ളൂ. പിന്നെ ഓക്സിജനാ ബ്രേക്കായി 2 കാർബൺ. ലോങ്സ്റ്റ് കാർബൺ വന്നിരിക്കുന്നത് പ്രൊപ്പൈൻ സിസ്റ്റത്തിലാണ്. അതിന്റെ കൂടെ 1ാമത്തെയും 3ാമത്തെയും കാർബണിൽ വന്നിരിക്കുന്ന ആൾക്കാരെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് പരിഗണിക്കണം. ദിസ് ഈസ് മീഥോക്സി. ഈഥൈലിന്റെ കൂടെ ഓക്സിജൻ വന്നപ്പോൾ ദിസ് ഈസ് ഈഥോക്സി. അപ്പൊ നമ്പറിങ് ചെയ്യുമ്പോൾ 2 രീതിയിൽ നമ്പറിങ് ചെയ്യായിരുന്നു. 1, 2, 3. അപ്പൊ 1 മീഥോക്സി 3 ഈഥോക്സി എന്ന് വരും. 1, 2, 3 നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ 1 ഈഥോക്സി 3 മീഥോക്സി എന്ന് വരും. ഒരേ നമ്പറിംഗ് ആണ് വരുന്നത് എങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആരാണ് ആദ്യം വരുന്നത് അവർക്ക് ലോവസ്റ്റ് നമ്പറിംഗ് കൊടുക്കണം. സോ ഈഥോക്സി എന്നുള്ളത് ആദ്യം വരാൻ വേണ്ടി 1, 2, 3 എന്ന് നമ്മൾ കൊടുത്തു. സോ ദാറ്റ് ഇറ്റ് ഈസ് 1 ഈഥോക്സി 3 മീഥോക്സി പ്രൊപ്പെയിൻ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റെഡി? സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ദ കറക്റ്റ് IUPAC നെയിം ഫോർ ദി കോമ്പൗണ്ട് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. IUPAC കോമ്പൗണ്ട് ചോദിച്ചു. ദിസ് ഇസ് എ സൈക്ലിക് കോമ്പൗണ്ട്. സൈക്ലിക് കോമ്പൗണ്ടിൽ 6 മെമ്പേർഡ് റിംഗ് ഉണ്ട്. മാത്രമല്ല 3 ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കാണാൻ പറ്റി. നമുക്കറിയാം ഒരാൾ മാത്രമേ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുള്ളൂ, ബാക്കിയുള്ളവർ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് മാറ്റപ്പെടും. ഇതിൽ പ്രയോറിറ്റി ഓർഡർ വെച്ച് ഏറ്റവും വലിയ ആളാരാണ്? ഫങ്ഷണൽ പ്രയോറിറ്റി ഏറ്റവും നമ്മൾ കൊടുക്കേണ്ടത് COOH-നാണ്. സോ ഡെഫിനറ്റ്ലി COOH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് 1 എന്ന് നമ്മൾ നമ്പർ ചെയ്യണം. ഇനി നമ്പറിങ് ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂവന്റുകൾക്ക് മിനിമം നമ്പറിങ് വരണം. സോ ഞാൻ 2 എന്ന് കൊടുക്കേണ്ടത് മേലെയല്ലേ? അപ്പൊ അവിടെ ഓക്സിജൻ വരുന്നുണ്ട് 3, 4, 5, 6. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ കയ്യിലിരിക്കുന്ന സൈക്ലോഹെക്സേൻ കാർബോക്സിലിക് ആസിഡ്, കാരണം ഫങ്ഷണൽ ഗ്രൂപ്പ് എപ്പോഴും സഫിക്സ് ആയിട്ടേ വരുള്ളൂ, ഏറ്റവും ലാസ്റ്റേ വരുള്ളൂ. അങ്ങനെ നിങ്ങൾ ഇവിടെ നോക്കി ബാക്കി ഒന്നും ഇനി ചെയ്യണ്ടല്ലോ. ഇവിടെ നോക്കട, കാർബോക്സ് ആൽഡിഹൈഡ് ആണോ, സൈക്ലോഹെക്സൈൻ ആണോ, സൈക്ലോഹെക്സൈൻ കാർബോക്സിലിക് ആസിഡ് ആണോ, സൈക്ലോഹെക്സനാൽ ആണോ? ഇത് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ എഴുതിക്കൂടെ? അവിടെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം പാരന്റ് ചെയിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദാറ്റ് ഈസ് സൈക്ലോഹെക്സൈൻ കാർബോക്സിലിക് ആസിഡ്. 2ാമത്തെ പൊസിഷനിൽ നമുക്ക് ഓക്സോ കാണാം. 4ാമത്തെ പൊസിഷനിൽ ആൽഡിഹൈഡ് CHO ഫോർമൈൽ ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് 3 ആണെന്ന് ചെയ്യാലോ. അങ്ങനെ നമ്മൾ ടൈം അവിടെ സേവ് ചെയ്യാണ്. ഒബ്വിയസ്ലി ചില മൊത്തത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഫിസിക്സിലൊക്കെ സെക്ഷൻ ബിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ലെങ്തി ആയിട്ട്, ഒബ്വിയസ്ലി സെക്ഷൻ ബിയിലുള്ള ചോദ്യങ്ങൾ ലെങ്തി തന്നെയായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ടൈം ഓവറോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. Which of the following has neither secondary nor tertiary hydrogen? സെക്കൻഡറി ഹൈഡ്രജൻ സെക്കൻഡറി കാർബണിന് മേലെയാണ് ഉണ്ടാവുക. ടെർഷ്യറി ഹൈഡ്രജൻ ടെർഷ്യറി കാർബണിന് മേലെയാണ് ഉണ്ടാവേണ്ടത്. ഐസോബ്യൂട്ടൈൻ. അപ്പൊ ഈ പേരുകൾ അറിയണം. ഐസോബ്യൂട്ടൈൻ, ഐസോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് കാർബണിന് മേലെ CH3 ആണ്. സോ ദിസ് ഈസ് യുവർ ഐസോബ്യൂട്ടൈൻ. ഐസോപെൻഡൈൻ, സെക്കൻഡ് ലാസ്റ്റ് കാർബണിന് മേലെ CH3 കൊടുക്കുന്നു, CH2 CH3. പെൻഡൈൻ, അപ്പൊ നോർമൽ പെൻഡൈൻ ആണ്, CH3 CH2 CH2 CH3. നിയോ പെൻഡൈൻ, നിയോ എന്ന് പറഞ്ഞ ദിസ് ഈസ് ദ കേസ്. ഇനി ഇവിടെ ഓരോന്ന് നോക്കിയേ. ചോദ്യം ഇതാണ്, ഇതിൽ സെക്കൻഡറിയോ ടെർഷ്യറി ഹൈഡ്രജൻ ഇല്ലാത്തത് ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായാൽ കുഴപ്പമില്ല. അപ്പൊ നോക്കി ഐസോബ്യൂട്ടൈനിൽ നോക്കിയേ, ദിസ് ഈസ് പ്രൈമറി, കാരണം തൊട്ടടുത്തൊരു കാർബണേ ഉള്ളൂ. ഈ കാർബൺ ടെർഷ്യറി ആണ്, അതിന് മേലെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഉണ്ട്, അപ്പൊ അത് വരില്ല. ഇത് പ്രൈമറി ആണ്, കാർബൺ അറ്റത്ത് കിടക്കുന്ന കാർബൺ ആണ്. ദിസ് കാർബൺ വിൽ ബി ടെർഷ്യറി, ദിസ് വിൽ ബി സെക്കൻഡറി, കാരണം തൊട്ടപ്പുറത്തെ 2 കാർബണുകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് ആൻസർ വരില്ല, ഇല്ലാത്ത ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. CH3 എന്നുള്ളത് അറ്റത്ത് വരുന്ന ആളായതുകൊണ്ട് പ്രൈമറി ആണ്. CH2 എന്ന് പറയുമ്പോൾ അപ്പുറത്തിപ്പുറത്ത് 2 കാർബൺ ഉണ്ട്. സോ ആ കാർബൺ സെക്കൻഡറി ആണ്, അവിടെ ഹൈഡ്രജനെ കാണാം. ഇവിടെയുള്ള CH3കളെല്ലാം പ്രൈമറി ആണ്. നടുക്ക് വന്നിരിക്കുന്ന കാർബണിന് ചുറ്റും 4 പേരുള്ളത് കൊണ്ട് അത് ക്വാട്ടേണറി കാർബൺ ആണ്. അതിന് മേലെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ക്വാട്ടേണറി കാർബൺ ആണ്, അതിന് മേലെ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹൈഡ്രജൻ എല്ലാം പ്രൈമറി ഹൈഡ്രജൻ മാത്രമാണ്, ടെർമിനൽ കാർബണിന് മാത്രമേ ഹൈഡ്രജൻ ഉള്ളൂ. സെക്കൻഡറിയോ ടെർഷ്യറിയോ ഇല്ല എന്നും നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആയിട്ട് നമുക്ക് പറയാം. For which of the following compounds steam distillation can be used for the purification? Purification steam distillation ചെയ്യുമ്പോൾ നമുക്കറിയാം, എക്സാമ്പിൾസ് നോക്കുമ്പോൾ പാരാമീഥൈൽ ഫിനോൾ, ഫിനോൾ, സാലിസിലാൽഡിഹൈഡ് ആൻഡ് ഓൾ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാലിസിലാൽഡിഹൈഡ് എന്തായാലും തരുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്, ബിക്കോസ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഫിനോളും നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി പ്യൂരിഫൈ ചെയ്യാൻ കഴിയും. പാരാമീഥൈൽ ഫിനോൾ ബീങ് എ സോളിഡ് കനോട്ട് ബി സ്റ്റീം ഡിസ്റ്റിൽഡ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഓരോ ഓപ്ഷൻ മാത്രമായിട്ട് എഴുതണമെങ്കിൽ സാലിസിലാൽഡിഹൈഡ് ആണ് എഴുതേണ്ടത്.
പക്ഷെ ഫീനോൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷൻസ് തരുന്നുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ സോളിഡ് ആയതുകൊണ്ട് സ്റ്റീം ഡിസ്റ്റിലേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ഹെൻസ് ഇതിൽ നമുക്ക് ബോണസ് മാർക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 2 ആൾക്കാരാണ്, ഫീനോളും സാലിസിൽ ആൽഡിഹൈഡും സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യും. പിന്നെ പൊതുവേ നമ്മൾ സാലിസിൽ ആൽഡിഹൈഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് നമ്മൾ NCERT പ്രകാരം കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നിലവിൽ ആൻസർ ഒന്നും പറയുന്നില്ല. ഓക്കെ, ദർ ആർ 2 ഓപ്ഷൻസ്, റൈറ്റ്? അപ്പോൾ ഇത് രണ്ടും കാണുമ്പോൾ ഓൾ ഓഫ് ദീസ് എന്ന് എഴുതും. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് നമ്മൾ ആൻസർ ആയിട്ട് പറയേണ്ടത്. ബട്ട് ആ ഫസ്റ്റ് ഓപ്ഷനിൽ വന്നിരിക്കുന്ന ആളെ സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യാൻ പറ്റുന്നതിലുള്ള ബുദ്ധിമുട്ട് കാരണം യെസ് നമ്മളിതിനെ മാറ്റി നിർത്താണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? റെഡി? യുവർ ലോജിക് ഈസ് ട്രൂ. 2 ശരിയാകുമ്പോൾ ഓൾ ഓഫ് ദീസ് എന്നുള്ള ലോജിക് ഈസ് ട്രൂ. റെഡി? സാലിസിൽ ആൽഡിഹൈഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്യൂരിഫിക്കേഷൻ ചെയ്യുമ്പോൾ. നൗ ലിസൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Aniline is insoluble in water and possess low vapor pressure. It can be purified by aniline എന്ന് പറയുമ്പോൾ നമ്മൾ അനിയേട്ടനെ പറയാം. അനിയേട്ടൻ നമ്മൾ സ്റ്റീം ബാത്ത് ചെയ്യാൻ പോയിരിക്കുന്ന കഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അനിലിൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഓക്കെ, which of the following compound will give blood red color while doing the Lessines test? Lessine ടെസ്റ്റിൽ നമ്മൾ നൈട്രജൻ, ഹാലോജൻസ്, സൾഫർ ഇവരുടെ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നു. എങ്ങാനും നമ്മുടെ കയ്യിൽ സൾഫറും നൈട്രജനും ഒരുമിച്ച് പ്രസന്റ് ആണെങ്കിൽ നമുക്കറിയാം ഫെറസിന്റെ കൂടെ അത് റിയാക്ട് ചെയ്ത് കിട്ടുന്ന ഫെറിക് സിസ്റ്റത്തിന്റെ കൂടെ റിയാക്ട് ചെയ്ത് കിട്ടുമ്പോൾ റെഡ് ബ്ലഡ് കളർ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടണമെങ്കിൽ സൾഫറും നൈട്രജനും ഒരുമിച്ച് പ്രസന്റ് ആവണം. ഒന്നാമത്തതിൽ നൈട്രജൻ ആണുള്ളത്, പറ്റില്ല, നൈട്രജനും സൾഫറും ഒരുമിച്ച് വേണം. രണ്ടാമത്തതിൽ നൈട്രജനും ഉണ്ട് സൾഫറും ഉണ്ട്, സോ ദാറ്റ് ക്യാൻ ബി എൻ ഓപ്ഷൻ. മൂന്നാമത്തതിൽ നൈട്രജൻ ഇല്ല, സൾഫർ മാത്രമേ ഉള്ളൂ. നാലാമത്തതിൽ ഹാലോജൻ ആണുള്ളത്. അപ്പം നമുക്കിവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് വിൽ ബി ഒപ്റ്റിക്കലി ആക്റ്റീവ്? ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്? ഒരാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകുമ്പോൾ നമുക്കവിടെ കൈറാൽ സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കണം, അഥവാ സിമട്രി ഉണ്ടാകാൻ പാടില്ല. തന്നിരിക്കുന്ന ഓരോന്നിന്റെയും പേരുകൾ തന്നല്ലോ, വരച്ചു നോക്കുക. 4,4-ഡൈക്ലോറോബ്യൂട്ടനോൾ. അപ്പൊ ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ കുറെ പേരുകൾ വരുമ്പോൾ ഞാൻ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ആണ് പ്രിഫർ ചെയ്യുക, സോ ദാറ്റ് സമയം നമുക്ക് കുറെ കൂടി ലാഭിക്കാൻ പറ്റും. 4 ബ്യൂട്ടനെ നമ്മൾ എഴുതി. അതിൽ ഒന്നാമത്തതിൽ ആൽക്കഹോൾ ഉണ്ട്, ഓക്കെ, OH ഉണ്ട്. നാലാമത്തതിൽ 2 ക്ലോറിൻ ഉണ്ട്. റെഡി? അപ്പൊ നമുക്ക് അപ്പം തന്നെ ഇതിൽ മനസ്സിലായി ദിസ് ഈസ് CH. 2 ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ഈ കാർബൺ എന്തായാലും ആവില്ല. അടുത്ത കാർബൺ CH2 ആണ്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ആരെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ. ടെർഷറി സിസ്റ്റത്തിന് മേലെ ആൽക്കഹോൾ. ഇതൊരിക്കലും ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, കാരണം ഒരേപോലത്തെ ഗ്രൂപ്പുകളെയാണ് കാണുന്നത്. ഡിഫറെന്റ് ഗ്രൂപ്പുകൾ ഉണ്ടാവണം. സെക്കൻഡറി ബ്യൂട്ടൈൽ അമീൻ. സെക്കൻഡറി ബ്യൂട്ടൈല് അമീനിനെ നമ്മൾ കൊടുക്കുന്നു. യെസ്, ഒന്നാമത്തെ കാർബൺ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? അല്ല, കാരണം ഹൈഡ്രജൻ റിപ്പീറ്റ് ചെയ്തു, 3 ഹൈഡ്രജൻ ഉണ്ട്. രണ്ടാമത്തെ കാർബണെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ മീഥൈൽ, NH2, ഈഥൈൽ, ഹൈഡ്രജൻ. സോ ദാറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പൊ കൈറാൽ കാർബൺ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓപ്ഷൻ 3-ലാണെന്ന് മനസ്സിലാക്കാം. നോർമൽ ബ്യൂട്ടൈൽ ആൽക്കഹോളില് CH3, CH2, CH2, CH2OH. കൈറാൽ കാർബൺ ഇല്ല, ഹൈഡ്രജൻ റിപ്പീറ്റ് ചെയ്യല്ലേ. അപ്പൊ 4 പേരും ഡിഫറെന്റ് ആയാൽ മാത്രമേ നമുക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ. 3 ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ആൻസർ. വെരി ഗുഡ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ എക്സിസ്റ്റ് ആസ് ഇനാൻഷ്യമറിക് പെയേഴ്സ്? ഇനാൻഷ്യമറിക് പെയേഴ്സ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ ഒരാൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ അതിന്റെ മിറർ ഇമേജ് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. So that pair is your enantiomeric pair, right? Non-superimposable mirror images ആണ്. So you have to find the optically active system. ഡിഫറെന്റ് ആയിരിക്കുന്ന ഗ്രൂപ്പുകൾ വേണം. ഒന്നാമത്തതിൽ ഈ കാർബൺ കൈറാൽ ആവുന്നുണ്ടോ? ഇല്ല, കാരണം 2 മീഥൈൽ ഒരേപോലത്തെ ഗ്രൂപ്പുകളാണ്. രണ്ടാമത്തെ കേസിൽ 4 ബോണ്ടുകൾ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടില്ല. മൂന്നാമത്തെ കേസിൽ 2 ഭാഗത്തും CH3 വന്നു വരില്ല. നാലാമത്തെ കേസിൽ there is a chance. Because left side ethyl, methyl, OH, H. 4 groups are different. That gives you optically active compound or adum adinte mirror image കൂടി enantiomeric pair ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, വളരെ എളുപ്പമല്ലേ? റെഡി? ഓക്കെ, നോക്കിയത് മോളിക്കുലർ ഫോർമുല ഓഫ് ഡൈഫീനൈൽ മീഥെയിൻ തന്നിട്ടുണ്ട്. C13H12. How many structural isomers are possible?
when one of the hydrogen atom is replaced by chlorine. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അതിൻ്റെ സ്റ്റീരിയോ നമ്മൾ നോക്കണ്ട. ജിയോമെട്രിക്കൽ ഐസോമേഴ്സും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഒന്നും നോക്കണ്ട. സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആയിരിക്കുന്ന കേസ് മാത്രം എടുത്താൽ മതി. എത്ര മോണോക്ലോറിൻ ഒരു ഹൈഡ്രജന് പകരം ക്ലോറിന് കൊടുക്കുന്നു? ഒരു ചാൻസ് എന്താ? ഇവിടെയാണ്. നടുക്കുള്ള കാർബണിൽ ഒരു ഹൈഡ്രജനെ മാറ്റി ഒരു ക്ലോറിനെ കൊടുക്കാം. പിന്നെ എനിക്ക് ഇതിൻ്റെ ഓർത്തോ പൊസിഷനിൽ കൊടുത്തൂടെ? ദാറ്റ് ഈസ് എ സെക്കൻഡ് ചാൻസ്. അതിൻ്റെ മെറ്റാ പൊസിഷനിൽ കൊടുത്തൂടെ? ദാറ്റ് ഈസ് യുവർ തേർഡ് ചാൻസ്. അതിൻ്റെ പാരാ പൊസിഷനിൽ കൊടുക്കാം, ഫോർത്ത് ചാൻസ്. ഞാൻ ഈ മാർക്ക് ചെയ്തതിൽ കൊടുത്തൂടെ? അത് തേർഡ് ചാൻസിന് സിമിലർ അല്ലേ? അത് തേർഡ് ചാൻസിന് സിമിലർ ആണ്. കാരണം മെറ്റാ പൊസിഷൻ സിമിലറാണ്. അത് സിമെട്രിക്കൽ ആയതുകൊണ്ട് കോമ്പൗണ്ട്. ഇവിടെ കൊടുത്താൽ അത് സെക്കൻഡിന് സിമിലർ ആണ്. ഇവിടെ കൊടുത്താൽ സെക്കൻഡിന് സിമിലറാ. ലെഫ്റ്റ് റൈറ്റ് ഒരുപോലെ ഇരിക്കല്ലേ? സിമെട്രിക്കൽ ആയിരിക്കുന്ന ആളായതുകൊണ്ട് ഇതും സെക്കൻഡ് പൊസിഷന് സിമിലർ ആണ്. മെറ്റ എന്ന് പറയുന്നത് തേർഡ് പൊസിഷന് സിമിലർ ആണ്. അപ്പം എനിക്ക് ടോട്ടൽ 4 സാധ്യതകൾ മാത്രമേ ഉള്ളൂ. കൺഫ്യൂഷൻ ആയി പോയിട്ടില്ലല്ലോ? 4 സാധ്യതകൾ മാത്രമാണ് നമുക്കതിൽ കിട്ടുന്നത്. ഇൻ ദ ഫോളോയിങ് സ്ക്യൂ കൺഫർമേഷൻ ഓഫ് ഈഥെയിൻ H-CCH" ഡൈഹെഡ്രൽ ആംഗിൾ ആണ് പറയേണ്ടത്. അപ്പം ആദ്യം നമുക്കത് ആരാന്ന് നോക്കണ്ടേ? ഞാനത് മാർക്ക് ചെയ്യാം. H' റെഡി, C അതിലേക്ക് C വന്നു. ഓക്കെ, എന്നിട്ട് H', ഓക്കെ. ഇതാണ്, ഈ ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം എൻ്റെ മനസ്സിൽ എനിക്കറിയാം ഇതെത്ര വരും. ഇത് ആക്ച്വലി 120 അല്ലേ? ഫ്രണ്ടിലിരിക്കുന്ന y നോക്കിയാൽ 360/3 എടുക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ബോണ്ട് ആംഗിൾ 120 അവിടെ, ഈ റെപ്രസെൻറ്റേഷനിൽ. അപ്പം ഞാൻ ഇതിനെ ആംഗിൾ 120 എന്ന് പറയാം. ഈ 120ൻ്റെ നേരെ പകുതി എടുത്തു കഴിഞ്ഞാൽ അത് 60 അല്ലേ? നോക്കിയേ, ഇത് 120 ആണേ, ഇത് മൊത്തം 120 ആണ്. അതിൻ്റെ നേരെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഇത് 60 ആണ്. അതിൻ്റെയും പകുതി എടുത്താൽ, ഈ പകുതിയുടെയും പകുതി എടുത്താൽ 30. ഇത് 30യേക്കാളും കുറച്ച് കുറവല്ലേ? അതെ, 30യേക്കാളും കുറവാണ്. ആ ആംഗിൾ എത്രയാ? 29 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് നമുക്ക് എത്രയാ? ഇവിടെ ഓൾറെഡി നമുക്ക് 120 ഉണ്ട്. ആ 120യുടെ കൂടെ ഈ ഒരു ചെറിയ ആംഗിൾ കൂടി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 120 + 30 ആണെങ്കിൽ 150 ആണ്. 29 ആകുമ്പോൾ 149 അല്ലേ കിട്ടുക? റെഡി അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഈസി അല്ലേ? അപ്പോൾ ഓൾറെഡി 120 + ആ ആംഗിൾ തന്നിട്ടുണ്ട്, 29 ഡിഗ്രി എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ആഡ് ചെയ്താൽ മതി. സോ യു ഗെറ്റ് ദി ആംഗിൾ ഹിയർ. One among the following pairs of compound is not a pair of isomers. It is. ഇതിൽ ഐസോമർ അല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. വേഗം പറഞ്ഞേ, വളരെ ഈസിയാണ്. വേഗം പറഞ്ഞേ. ഒന്നാമത്തത് ഐസോമർ ആണോ? CH3 ട്വൈസ് CHOC2H5, CH3 CH2 ട്വൈസ് OC2H5. ഞാൻ കാർബണുകളുടെ എണ്ണം ഒന്ന് ജസ്റ്റ് നോക്കുന്നുണ്ട്. ഓക്സിജൻ, യെസ്, അവര് ഐസോമേഴ്സ് ആണ് അല്ലേ? ചെയിൻ ഐസോമേഴ്സ് ആണ്. ശരിയാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്നതിൽ ഒരു ബ്രാഞ്ച് വന്നു. രണ്ടാമത്തെ കേസ് നോക്കിയാൽ CH3 CH2 COOH ഒരു ആസിഡും ഒരു എസ്റ്ററുമാണ്. അവർ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആണ്. ഡൗട്ടൊന്നുമില്ല, ഒരേ നമ്പർ കാർബണുകളൊക്കെ ഉണ്ട്. മൂന്നാമത്തെ കേസിൽ CH3 ട്വൈസ് CH, CH2 CH3യും CH3 CH2 CH CH3 ട്വൈസും എനിക്ക് വന്നിരിക്കുന്നു. മൂന്നാമത്തതിന് എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, രണ്ടാൾക്കാരും സെയിമാ. രണ്ടാളും സെയിം അല്ലേ? കാരണം ഇത് 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ്, ഇയാളും 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ്. അപ്പം രണ്ടും സെയിം ആണ്. അതിന് ഐസോമേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അടുത്ത നോക്ക്, CH3 CH2 NO2. അപ്പോൾ എനിക്ക് ഒരു നൈട്രജൻ, കാർബൺ 2 എണ്ണം, 2 ഓക്സിജൻ, ടോട്ടൽ 5. ദർ ഐസോമേഴ്സ്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും 4 ഓപ്ഷൻ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. സോ ഇതിൽ ഐസോമേഴ്സ് അല്ലാത്തത് ഏതാന്ന് ചോദിച്ചാൽ 3 ആൻസേഴ്സ്, ബിക്കോസ് ദേ ആർ സെയിം. ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുലയും ഡിഫറെന്റ് സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവണമല്ലോ. An example of alicyclic compound is benzene. Benzene is not alicyclic, it is aromatic. Hexane. Hexane is open chain ആണ്. Cyclohexane. സൈക്ലിക്കും ആലിഫാറ്റിക്കും ആവുന്ന ആൾക്കാരെയാണ് നമ്മൾ ആക്ച്വലി ആലിസൈക്ലിക് എന്ന് പറയാം. ഫ്യൂറാൻ ഈസ് ആക്ച്വലി ആരോമാറ്റിക് കോമ്പൗണ്ട്. അപ്പോൾ ഇതിലേതാ ആൻസർ വരിക? സൈക്ലോഹെക്സൈൻ ആണ്.
നമ്മളെപ്പോഴും പറയാണ് ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓപ്പൺ ചെയിൻ ആയിട്ടും സൈക്ലിക് ആയിട്ട് മാറ്റും. സൈക്ലിക് തന്നെ നമുക്ക് ആലി സൈക്ലിക്കും ആരോമാറ്റിക്കും ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് യുവർ സൈക്ലോ ഹെക്സൈൻ ആണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. റെഡി? തെറ്റാക്കി പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ചിലപ്പം പെട്ടെന്ന് തെറ്റിപ്പോവും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? Amount of energy required to break 1 mole of bond of a particular type between two atoms. രണ്ട് ആറ്റത്തിന്റെ ഇടയിൽ വരുന്ന ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി, 1 മോൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയാണ് ബോണ്ട് എൻതാൽപ്പി. ശരിയാണോ? 1 മോൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയാണ്, എന്നിട്ട് ആറ്റമായിട്ട് മാറും. ദാറ്റ് ഈസ് ബോണ്ട് എൻതാൽപ്പി. ദാറ്റ് ഈസ് ട്രൂ. ബോണ്ട് എൻതാൽപ്പി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ കിലോ ജൂൾ പെർ മോൾ. 1 മോളിനെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയാണ്, എനർജി കിലോ ജൂൾ ആണ്. സോ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ കിലോ ജൂൾ പെർ മോൾ. ശരിയാണ്. ലാർജർ ദി ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി സ്ട്രോങ്ങർ വിൽ ബി ദ ബോണ്ട്. ഒരാളുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊട്ടിക്കാൻ. അപ്പൊ ശരിയാണ്, പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഈസ് സ്ട്രോങ്ങർ. സോ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ബോണ്ട് എൻതാൽപ്പി കൂടുമ്പോൾ അയാൾ സ്ട്രോങ് ആണ്. സോ ഓൾ ഓഫ് ദീസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. Ready? Consider the species CH4, NH4 plus and BH4 minus. Choose the correct option. ഒന്നാമത്തത്, they are isoelectronic and only 2 have tetrahedral structure. Structure ഒന്ന് നോക്കിയേ, എല്ലാവരും ടെട്രാഹെഡ്രലാണ്. കാരണം ചുറ്റും 4 പേര് മാത്രമേ ഉള്ളൂ, വേറെ ലോൺ പേഴ്സ് ഒന്നും തന്നെ ഇല്ല. എല്ലാവരും ടെട്രാഹെഡ്രലാണ്. ഓൺലി 2 ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത് എന്തായാലും തെറ്റാണ്. എല്ലാവരും ടെട്രാഹെഡ്രൽ സ്ട്രക്ചേഴ്സ് ആണ്. ഇനി അവർ ഐസോ ഇലക്ട്രോണിക് ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയാ. ബോറോൺ, കാർബൺ, നൈട്രജൻ ഇങ്ങനെയല്ലേ പീരിയോഡിക് ടേബിൾ അവർ പോവുക. ബോറോണിന്റെ കേസിൽ 5 ആണ്, കാർബണിന്റെ കേസിൽ 6 ആണ്, നൈട്രജൻ 7 ആണ്. അപ്പോൾ BH4 മൈനസ് എന്ന് പറയുമ്പോൾ 5, പിന്നെ 4 ഹൈഡ്രജൻ നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ മൈനസ് ചാർജ് വരുമ്പോൾ ഒരാളെ കൂടി ചേർത്തു, 10 ഇലക്ട്രോൺസ്. നൈട്രജൻ എടുത്തു, യു ഹാവ് 7. 4 ഹൈഡ്രജൻ പ്ലസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ കുറക്കണം, സോ യു ഹാവ് 10. കാർബൺ നമ്മൾ എടുത്തു 6 പേര്, 4 ഹൈഡ്രജൻ വന്നു, സോ യു ഹാവ് 10. ശരിയാണ്, എല്ലാത്തിലും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ദേ ആർ ഐസോ ഇലക്ട്രോണിക് ആൻഡ് ഹാവ് ഓൾ ഹാവ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. യുവർ ഓപ്ഷൻ വിൽ ബി 2. ഈസി അല്ലേ? അപ്പോൾ കുറെ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളേ ഉണ്ടാവുള്ളൂ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേഗം പറഞ്ഞേ. അക്കോർഡിംഗ് ടു ഫജാൻസ് റൂൾ, കോവാലന്റ് ബോണ്ട് ഈസ് ഫേവേർഡ് ബൈ. ഫജാൻസ് റൂൾ പറയുന്നത് എന്താ? ഫജാൻസ് റൂള് കോവാലന്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പോളറൈസേഷനെ പറ്റി പറയുന്നു. സ്മോളർ ദി കാറ്റയോൺ, ഗ്രേറ്റർ ദി ലാർജർ ദി ആനയോൺ, higher is the polarization, അല്ലേ? or higher will be the covalent character. അപ്പോൾ ഒരു കോവാലന്റ് ക്യാരക്ടർ ഫേവർ ചെയ്യണമെങ്കിൽ കാറ്റയോൺ ചെറുതായിരിക്കുകയും ആനയോൺ വലുതായിരിക്കുകയും ചെയ്യണം. സോ ദാറ്റ് ഈസ് എ ഡിറക്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ നമുക്ക് വരുന്നത് 3 ആണ്. ഓക്കെ, പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. sp hybrid orbitals are equivalent and are at an angle of 180 degree with each other. sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 പേരേ ഉള്ളൂ. 2 പേരുണ്ടെങ്കിൽ ആ 2 പേരെ നമ്മൾ 180 ഡിഗ്രിയിൽ വേണ്ടേ പ്ലേസ് ചെയ്യാൻ. ശരിയാണ്. BeCl2 ആലോചിച്ച് നോക്കിയേ. അപ്പൊ sp ഹൈബ്രിഡൈസേഷനിൽ 180 ഡിഗ്രിയിലാണ് എന്ന് പറയുന്നത് ശരിയാണ്. sp2 hybrid orbitals are equivalent and bond angle between any 2 of them is 120. sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എസും 2pയും ടോട്ടൽ 3 പേരുണ്ട്. ഈ 3 പേരുടെയും ജോമെട്രി നോക്കിയാൽ ട്രയഗണൽ പ്ലേനാർ ആണ്. സോ വിച്ച് മീൻസ് എല്ലാവരും ഒരേപോലത്തെ ലെങ്ത്തും ആംഗിളും വരുന്നവരാണ്. ഒരേ ബോണ്ട് ആംഗിൾ ആണെങ്കിൽ ഒരേ ലെങ്ത്, അതിൽ സംശയമില്ല. ബോണ്ട് ആംഗിൾ മാറുമ്പോഴാണ് ലെങ്ത്തിലും വ്യത്യാസം വരിക. അപ്പൊ ഇവരുടെ എല്ലാം ലെങ്ത് സെയിം ആണ്, ആംഗിളും സെയിം ആണ്. sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഈക്വലന്റ്. sp3d2 എന്ന് പറഞ്ഞാൽ 6 പേരുണ്ട്. ഒക്ടാഹെഡ്രലാ. ഒക്ടാഹെഡ്രൽ ഇവരുടെ എല്ലാവരുടെയും ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി അല്ലേ? 2 അടുത്തടുത്ത് വരുന്ന ബോണ്ട് ആംഗിൾ നോക്കുമ്പോൾ 90 ഡിഗ്രി. അപ്പൊ എല്ലാ ബോണ്ട് ആംഗിളും 90 ഡിഗ്രി ആണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ബോണ്ടിന്റെ നീളവും ഒരുപോലെയാണ്. സോ ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ ബോണ്ടിന്റെ നീളം ഒരുപോലെയാണ്, അവർ ഇക്വലന്റ് ആണ്.
and they are oriented towards a regular octahedron. Octahedron കോർണേഴ്സിലേക്ക് ഓറിയന്റ് ചെയ്തിരിക്കുന്നു. sp3d3 hybridization, which is pentagonal bipyramidal. Pentagonal bipyramidal geometry, they are not equivalent എന്ന് പറയുന്നത് ശരിയാണ്. They are not equivalent. അപ്പൊ sp3d3 ഇത് മാത്രമല്ല, ഇതിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഇക്വലന്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ പറയേണ്ടത്. ബോണ്ട് ലെങ്ത് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ നമ്മൾ നോക്കണം. അപ്പൊ ഇവരുടെ ബോണ്ട് ആംഗിൾ എന്തായാലും ഡിഫറെന്റ് ആണ്. ബോണ്ട് ആംഗിളിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഓർബിറ്റൽസ് വിൽ ബി ഈക്വലന്റ് ഇൻ നേച്ചർ. ശരിയല്ലേ? അപ്പൊ ഹൈബ്രിഡൈസേഷൻ നടന്നു, ദേ ആർ നോട്ട് ഈക്വലന്റ് എന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് ഹൈബ്രിഡൈസേഷൻ വിൽ ഗിവ് യു ഈക്വലന്റ് ഓർബിറ്റൽസ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കോളം 1, 2 നിങ്ങൾക്ക് ആളെ തന്നു, അതിന്റെ ജിയോമെട്രി പറയണം. SF6 ആണ് നമ്മുടെ കയ്യിലുള്ളത്. സൾഫർ എന്ന് പറയുന്നത് 16th ഗ്രൂപ്പാണ്. ചുറ്റും 6 പേരുണ്ട്, ബൈ 2 ചെയ്യുന്നു. സോ ടോട്ടൽ നമുക്ക് 6 ഇലക്ട്രോൺ പെയറുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. 6 പേരാണെങ്കിൽ ഒന്നും നോക്കണ്ട, sp3d2 ആയിരിക്കും നമ്മുടെ ഹൈബ്രിഡൈസേഷൻ. സോ എ എന്ന് പറയുന്നത് 6 വരണം. ബി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 2 ഓപ്ഷനിലും ബി എന്താ? പി ആ വന്നിരിക്കുന്നത്. സി മാത്രം ചെക്ക് ചെയ്താൽ മതി. സി BCl3 ആണ്. BCl3 ട്രൈഗണൽ പ്ലേനാർ അല്ലേ? അല്ലെങ്കിൽ നോർമലി ആലോചിച്ച് നോക്കിയാൽ ബോറോന് ചുറ്റും 3 പേര്, 3 ക്ലോറിൻ വന്നു. സോ 3 sp2 ആണ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ സി എന്ന് പറയുന്നത് എസ് വരണം. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. അപ്പൊ എയും സിയും മാത്രം ചെക്ക് ചെയ്തിട്ട് ഓപ്ഷൻ പറയാം. എല്ലാവരും ശരിയാക്കിയില്ലേ? എളുപ്പല്ലേ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പോസസ് ഡൈപോൾ മൊമെന്റ്? ആരൊക്കെ ഡൈപോൾ മൊമെന്റ് തരുന്നു എന്നുള്ളതാണ് ചോദ്യം. SF6 ഡൈപോൾ മൊമെന്റ് തരുമോ? SF6ന്റെ ജിയോമെട്രി നമ്മളിപ്പോ കണ്ടതേ ഉള്ളേ. ഒക്ടാഹെഡ്രലാണ് ജിയോമെട്രി. ഒക്ടാഹെഡ്രൽ ജിയോമെട്രി എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും സിമെട്രിക്കൽ അല്ലേ? സിമെട്രിക്കൽ ആണ്, ഒരേപോലത്തെ ആൾക്കാരല്ലേ ചുറ്റുമുള്ളത്. ക്യാൻസൽ ആയി പോവും. ഡൈപോൾ മൊമെന്റ് 0 അല്ലാത്തവരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഡൈപോൾ മൊമെന്റ് ഉള്ളവരെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഡൈപോൾ മൊമെന്റ് 0 കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോയി. വെക്ടേഴ്സ് ഒക്കെ ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകും. അപ്പൊ SF6 എന്തായാലും വരില്ല. സോ 1 എന്ന് ഓപ്ഷൻ ഉള്ളവരെ നമ്മൾ കട്ട് ചെയ്തു. ഇനി നോക്കണേ, 2 എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ഓപ്ഷൻ 1ലും 3ലും ഉണ്ട്, അത് ചെക്ക് ചെയ്യേണ്ട. 3 എന്ന് പറയുന്നതും ഓപ്ഷൻ 1ലും 3ലും ഉണ്ട്. ഇനിയിപ്പോ 4 മാത്രം നോക്കിയാൽ മതി. SF4. SF4ന്റെ ഷേപ്പ് എന്തായിരുന്നു? സീസോ അല്ലേ? സൾഫറിന് ചുറ്റും, സൾഫറിന്റെ വാലൻസ് ഇലക്ട്രോൺ 6 ആണ്. ചുറ്റും 4 ഫ്ലൂറിൻ ഉണ്ട്. ബൈ 2 നമ്മൾ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 6 4 10 ബൈ 2 5. അതിൽ 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും. 1 ലോൺ പെയർ അവിടെ ഉണ്ട്. 1 ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ ക്യാൻസലേഷൻ നടക്കില്ലല്ലോ. എന്തായാലും അതിൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അപ്പൊ അതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അപ്പൊ 3 വന്നു. സോ ദാറ്റ് യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. നമ്മൾ ഓപ്ഷൻ 3 എന്ന് പറഞ്ഞു. അപ്പൊ ആകെ ഒരാളെ നമുക്ക് SF6ഉം SF4 മാത്രം ചെക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. റെഡിയല്ലേ? ബാക്കിയുള്ളതിലൊക്കെ ലോൺ പെയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ക്യാൻസൽ ആയിട്ടുമില്ല. ചോദ്യം, ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഓഫ് ദി എലിമെന്റ്സ് ഗിവൺ ബിലോ പിക്ക് അപ്പ് ദ വൺ വിത്ത് ഹയസ്റ്റ് വാല്യൂ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും ഹൈ ഏതിനായിരിക്കും? അയണൈസേഷൻ എൻതാൽപ്പി വളരെ ഹൈ ആവണമെങ്കിൽ അവർ ഓൾറെഡി സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഭാഗമായിരിക്കണം. സ്റ്റേബിൾ ആണെങ്കിലല്ലേ ബുദ്ധിമുട്ട്. അപ്പൊ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും. ഏതാണ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? എപ്പോഴും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഏറ്റവും സ്റ്റേബിൾ. ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡിൽ ഒക്കെ ഏറ്റവും സ്റ്റേബിൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കുന്ന നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനാണ്. അപ്പൊ ഒന്നാമത്തെ കേസിൽ S കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. രണ്ടാമത്തത് എന്തായാലും വരൂല, S ഹാഫ് ഫിൽഡ് ആണ്. മൂന്നാമത്തത് 2p6 കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. നാലാമത്തെയും വരില്ല. അതിൽ തന്നെ നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ വരുന്നത് ഏതിലാ? P6 കോൺഫിഗറേഷൻ അല്ലേ? അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താ വരുള്ളൂ? ഓപ്ഷൻ 3. അപ്പൊ സ്റ്റേബിൾ കംപ്ലീറ്റ്ലി ഫിൽഡും ആയിരിക്കണം, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനും ആയിരിക്കണം. എളുപ്പത്തിൽ ചെയ്യായിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എനർജി കൺസ്യൂമിങ് പ്രോസസ്? എനർജി കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് പ്രോസസ് ഏത് എന്നാണ് ചോദ്യം. ΔH പോസിറ്റീവ് ഏതിലാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇത് ആലോചിക്കുക? ആദ്യം തന്ന പ്രോസസ്സിനെ അനലൈസ് ചെയ്യുക. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കണേ, ഓക്സിജൻ ഗ്യാസ് പ്ലസ് ഇലക്ട്രോൺ ഗിവിംഗ് O- ഗ്യാസ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു ഗ്യാസിലേക്ക് ഒരു ഇലക്ട്രോണിനെ വന്നു. ദിസ് ഇസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി.
നോബിൾ ഗ്യാസസിനും നൈട്രജനും ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓൾവേസ് നെഗറ്റീവ് ആണ്. നോബിൾ ഗ്യാസസിന്റെയും നൈട്രജനെയും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരുടെയും ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആണ്. സോ ദാറ്റ് ഈസ് എക്സോതെർമിക്, എൻഡോതെർമിക് അല്ല. രണ്ടാമത്തെ കേസ് നോക്കുന്നു. Na+ ഒരു ഇലക്ട്രോണിനെ ഞാൻ കൊടുക്കുന്നു, എന്നിട്ട് എനിക്ക് Na കിട്ടി. നിങ്ങളിത് നേരെ തിരിച്ചാലോചിക്കണേ. തിരിച്ചാലോചിക്കുമ്പോൾ സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അയോണൈസേഷൻ എൻതാൽപ്പി പോസിറ്റീവ് അല്ലേ? നേരെ തിരിച്ചായിരുന്നെങ്കിൽ അത് പോസിറ്റീവ് അല്ലേ? സോഡിയത്തിൽ നിന്നും സോഡിയത്തിന് Na+ ആക്കുമ്പോൾ അയോണൈസേഷൻ ചെയ്യുമ്പോൾ ΔH എന്താ? പോസിറ്റീവ് ആണ്. അപ്പം ഇത് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ΔH വിൽ ബി നെഗറ്റീവ്, ബിക്കോസ് ദാറ്റ് ഈസ് അഗൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അടുത്ത കേസ് നോക്കിയേ. O- ഇലക്ട്രോൺ ഓൾറെഡി ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിരിക്കുന്ന, ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഫസ്റ്റ് ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് രണ്ടാമത്തെ ഇലക്ട്രോണിനെ വാങ്ങുകയാണ്. സോ ദിസ് ഈസ് സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീസ് ആർ ഓൾവേസ് പോസിറ്റീവ്. അവിടെ റിപ്പൾഷൻ ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ΔH പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന, എൻഡോതെർമിക് ആയിട്ട് വന്നിരിക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ പറയേണ്ടത്. ഓപ്ഷൻ 3 ഷുഡ് ബി യുവർ ആൻസർ. നമ്മൾ പെട്ടെന്ന് ഓപ്ഷൻ 4 ആണെന്നൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കേസ് നോക്കണേ. ഇതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നോക്കിയേ. O- O2- ആയിട്ട് മാറുന്നു. ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഉള്ള ഓക്സിജൻ രണ്ടാമത്തെ ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലേ? സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് അല്ലേ? അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ 3 പറയാൻ പാടുള്ളൂ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ദ മോസ്റ്റ് സ്റ്റേബിൾ കാർബാനയോൺ ഫ്രം ദ ഫോളോയിങ്. കാർബാനയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്ന സിസ്റ്റമാണ്. ഏറ്റവും സ്റ്റേബിൾ ആയിരിക്കുന്നതിനെ കണ്ടുപിടിക്കണം. നെഗറ്റീവ് ചാർജിനെ സ്റ്റേബിൾ ആക്കുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളല്ലേ? അപ്പൊ എനിക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളെയാണ് ആവശ്യം. ഓരോന്നും നോക്കി. ഇവിടെ എനിക്ക് CH2 ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇവിടെ ഡയറക്റ്റ് റെസനൻസ് നമുക്ക് കാണിക്കാം. റെസനൻസ് ഉണ്ട്. OCH3 പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. NO2 പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നിരിക്കുന്നവരാണ് കുറെ കൂടി സ്റ്റേബിൾ ആവുക. യു ഗെറ്റ് ആൻസർ ഫോർ ദ റിയാക്ഷൻ ഓഫ് ഫിനോൾ വിത്ത് CHCl3. ഫിനോളിലേക്ക് CHCl3 ആൻഡ് KOH നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇലക്ട്രോഫൈൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ആദ്യം ആക്ച്വലി ഒരു ഇന്റർമീഡിയറ്റ് ഒക്കെ ഉണ്ടാവുകയും അല്ലേ, CHCl2 എന്ന ഇന്റർമീഡിയറ്റ് ഒക്കെ ഉണ്ടാവുകയും പിന്നീട് അത് സാലിസിലിക് ആൽഡിഹൈഡ് ഒക്കെ ആയിട്ട് കൺവേർട്ടും ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് റീമർ-ടീമൻ റിയാക്ഷൻ. റീമർ-ടീമൻ റിയാക്ഷനിൽ വരുന്ന ഇന്റർമീഡിയറ്റ് കാർബീൻ ആണ്, വിച്ച് ഈസ് ദ ഇന്റർമീഡിയറ്റ് CCl2 ആണ് ഇന്റർമീഡിയറ്റ്. അതിനെയാണ് ബെൻസീൻ റിങ് പോയി അറ്റാക്ക് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ഉണ്ടായിരിക്കുന്ന ഇന്റർമീഡിയറ്റ് CCl2 ആണ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാർബീൻ, ഡൈക്ലോറോ കാർബീൻ ആണ് നമ്മുടെ ഇന്റർമീഡിയറ്റ്. കൺസിഡർ ദി ഫോളോയിങ് കാർബോകാറ്റയോൺസ്. C6H5CH2+, അതാണ് ഒന്നാമത്തെ ആള്. C6H5CH2CH2+, രണ്ടാമത്തെ ആള്. C6H5CH3+, 3. C6H5CCH3 ട്വൈസ് പ്ലസ്, നാലാമത്തെ ആള്. കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ വേണം. ഒരു കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി പറയണമെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ളതായതുകൊണ്ട് എനിക്ക് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആവശ്യം. അതൊന്നെങ്കിൽ ഹൈപ്പർ കോൺജുഗേഷൻ വെച്ച് പറയാൻ പറ്റണം, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒക്കെ വെച്ച് നമുക്ക് പറയാൻ പറ്റണം, പ്ലസ് റെസനൻസിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തതിൽ റെസനൻസ് ഉണ്ട്, രണ്ടാമത്തതിൽ റെസനൻസ് ഇല്ല. ഒന്നാമത്തതിലുണ്ട്, മൂന്നാമത്തതിൽ റെസനൻസ് വരും, നാലാമത്തതിലും റെസനൻസ് വരും. അപ്പൊ ഏറ്റവും ലാസ്റ്റ് വരേണ്ടത് എന്തായിരിക്കണം? 2 ആണ് ഏറ്റവും ലാസ്റ്റ് വരിക. റെസനൻസ് ഇല്ലല്ലോ, സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ തന്നെ 2 ഓപ്ഷൻ കട്ട് ചെയ്തു. 2 ആണ് ലാസ്റ്റ് വരുന്നത്. ഏറ്റവും ടോപ്പിൽ വരുന്നതൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇനി നമ്മൾ നോക്കണേ, റെസനൻസ് ഉള്ളവരിൽ തന്നെ വീണ്ടും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളോ നോക്കിയേ. ഇവിടെ റെസനൻസ് മാത്രമേ ഉള്ളൂ, ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല. എന്നാൽ ഈ കേസിൽ പോസിറ്റീവ് ചാർജ് ഉള്ളതിന്റെ തൊട്ടടുത്ത് ആൽഫ കാർബൺ ആണ്, 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയാണെങ്കിലോ 2 ആൽഫ കാർബൺ ഉള്ളത് കൊണ്ട് 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്.
അപ്പോൾ ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജനും കൂടി വന്നാൽ ഹൈപ്പർ കോൺജുഗേഷൻ കൂടും. റെഡിയല്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നേരത്തെ ക്വസ്റ്റ്യനിൽ നാലാമത്തതിൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ലേ, സ്റ്റേബിൾ അല്ലേ, അത് ഡസൻ മാറ്റർഡാ. ഓൾറെഡി നെഗറ്റീവ് ചാർജുള്ള ഒരാളിലേക്ക് വീണ്ടും ഇലക്ട്രോൺ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി റിപ്പിൽ ചെയ്യും. പിന്നെ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് സ്റ്റേബിൾ ആവുക. അക്ഷയ്, ഓക്കെ, കൺഫ്യൂഷനായി പോകരുത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻസും റെസണൻസും വന്നിരിക്കുന്ന നാലാമത്തത് ആദ്യം വരണം. അത് കഴിഞ്ഞ് 3 വരും, കാരണം അവിടെ 3 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. പിന്നെയാണ് 1 വരേണ്ടത്. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1, റൈറ്റ്? 2, 1, 3, 4. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ അല്ലേ? ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇൻവോൾവ്സ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ വരുന്ന സിഗ്മ ബോണ്ടിലുള്ള ഷെയർഡ് ഇലക്ട്രോൺസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡീലോക്കലൈസേഷൻ പറയല്ലേ? ഡീലോക്കലൈസേഷൻ പറയുന്നത് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷനിലും റെസണൻസിലൊക്കെയാണ്. ഇവിടെ CH3-യിലുള്ള സിഗ്മ ഇലക്ട്രോണുകളുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് സംഭവിച്ചത്. ഡയറക്റ്റ് ചോദ്യമാണ്, ഡീലോക്കലൈസേഷൻ പറയരുത്. പിന്നെ പൈ ഇലക്ട്രോൺസും അല്ല. അറേഞ്ച് ദ ഫോളോയിങ് ഫ്രീ റാഡിക്കൽസ് ഇൻ ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. മീഥൈൽ ഫ്രീ റാഡിക്കൽ, വിനൈൽ ഫ്രീ റാഡിക്കൽ, ഐസോപ്രൊപ്പൈൽ ഫ്രീ റാഡിക്കൽ ആൻഡ് ബെൻസൈൽ ഫ്രീ റാഡിക്കൽ. അപ്പോൾ എനിക്കറിയാം ഫ്രീ റാഡിക്കൽ കാർബോകാറ്റേണിനെ പോലെ തന്നെ നമ്മൾ പരിഗണിക്കണം. ബെൻസൈൽ ഫ്രീ റാഡിക്കലിന്റെ കേസിൽ 1, 2, 3, 4. നാലാമത്തെ കേസിൽ റെസണൻസ് ഉള്ളത് കൊണ്ട് അത് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആകുന്നു. എനിക്ക് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളും ഹൈപ്പർ കോൺജുഗേഷനൊക്കെയാണ് വേണ്ടത്. കാർബോകാറ്റേണിനെ പോലെ ട്രീറ്റ് ചെയ്യണ്ടേ? അപ്പോൾ കൂടുതൽ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വന്നിരിക്കുന്നത് മൂന്നാമത്തെ കേസിലാണ്. 2 മീഥൈൽ ഗ്രൂപ്പുകളുണ്ട്. ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കുന്ന സിസ്റ്റമായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് 1 അല്ലേ വരിക. അപ്പോൾ 4, 3, 2, 1 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 4 എന്ന് കിട്ടിയാൽ തന്നെ പിന്നെ ഒന്നും നോക്കണ്ട. അപ്പോൾ ഓപ്ഷൻസ് നോക്കി 4 ആണ് ആദ്യം എന്ന് കിട്ടിയാൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാം, ടൈം സേവ് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഹാലോജിനേഷൻ. ഇതെല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യം എന്താ? ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലോറിനേഷൻ ആണെങ്കിൽ ക്ലോറോണിയം അയോൺ, നൈട്രേഷൻ ആണെങ്കിൽ നൈട്രോണിയം അയോൺ, സൾഫണേഷനിൽ SO3, കോബ്സ് റിയാക്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊക്കെയാണ് ഇലക്ട്രോഫൈൽ. നമ്മളതൊരു ടേബിൾ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഈവൻ 1 ഷോട്ട് സീരീസിലും ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെയുള്ളത് എല്ലാം കറക്റ്റ്ലി മാച്ച്ഡാ. ഇലക്ട്രോഫൈലുകളെ കറക്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഈഥൈൽ ക്ലോറൈഡ്. ഈഥൈൽ ക്ലോറൈഡ് ഈ CH3CH2Cl. ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് AgCN the product is. AgCl പോകും, ഫൈൻ. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ? KCN AgCN എടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്കിവിടെ ആൻസർ എന്താ കിട്ടുക? ഇറ്റ് വിൽ ബി NC അല്ലേ? NC ആണ് നമുക്കിവിടെ ആൻസർ കിട്ടേണ്ടത്, വിച്ച് ഈസ് ഈഥൈൽ ഐസോ സയനൈഡ് ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. AgCl പോയി കഴിഞ്ഞാൽ CN-ൽ നൈട്രജന്റെ ഭാഗമായിരിക്കും വന്ന് അറ്റാക്ക് ചെയ്യുക. അതിന്റെ കാരണം എന്താ? AgCN-ന് ഒരു കോവാലന്റ് ക്യാരക്ടറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ ആണ് ഫ്രീ ആവുക. അപ്പൊ പെട്ടെന്ന് നമ്മൾ NC എന്ന് എഴുതുമ്പോൾ നമുക്ക് വരേണ്ടത് ഈഥൈൽ ഐസോസയനൈഡ് ആണ്. KCN ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ 1 പറഞ്ഞ കറക്റ്റാ. KCN ആണെങ്കിൽ KCl പോയി കഴിഞ്ഞാൽ CH3CH2 പ്രൊപ്പൈൻ നൈട്രൈൽ ഓപ്ഷൻ 2 ആ വരിക. KCN ആണെങ്കിൽ AgCN ആയതുകൊണ്ടാണ് നമ്മൾ 3 പറഞ്ഞിരിക്കുന്നത്. The alkyl halide which does not give white precipitate with alcoholic AgNO3. വൈറ്റ് precipitate തരാത്തത് ഏതാണ്? ഈഥൈൽ ക്ലോറൈഡ് CH3CH2Cl, ബെൻസൈൽ ക്ലോറൈഡ്, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. പേരുകൾ അറിയുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാം. ക്ലോറോ ബെൻസീൻ. precipitate തരണമെങ്കിൽ AgCl ഉണ്ടാവണം. അപ്പോഴാണ് വൈറ്റ് precipitate തരിക. അപ്പോഴാണ് നമുക്ക് വൈറ്റ് precipitate തരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോറിൻ പോകണ്ടേ? ക്ലോറിൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, AgCl പോകുമ്പോൾ ഇവിടെ കാർബോകാറ്റോണുകൾക്കുള്ള ജനറേഷൻ നടക്കാം. മാത്രമല്ല ബോണ്ട് പെട്ടെന്ന് പൊട്ടിക്കാനും പറ്റണം. അപ്പൊ തന്നിരിക്കുന്നതിൽ സാധ്യത ഇല്ലാത്തത് ഏതെന്നാ ചോദ്യം. ഏതിനായിരിക്കും പെട്ടെന്ന് ബോണ്ട് പൊട്ടിക്കാൻ പറ്റാത്തത്? ഏതിനായിരിക്കും ബോണ്ട് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റാത്തത്? വെരി ഈസി. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടേഴ്സ് വന്നിരിക്കുന്നത് ഏതിനാ? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വന്നിരിക്കുന്നത് റെസനൻസ് ഉള്ളവരില്ല. അപ്പൊ അവിടെ ക്ലോറിൻ ടേക്ക് പാർട്ട് ചെയ്തതുകൊണ്ട് ക്ലോറോ ബെൻസീനിന്റെ ബോണ്ട് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താ? 3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. റെഡി?
The reaction of ethyl magnesium iodide with acetone വരക്കാം. ഗ്രിഗ്നാഡിൻ്റെത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാ. ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പൊ ഇത് നമ്മുടെ COയിലുള്ള അഡീഷന് ന്യൂക്ലിയോഫിലിക് അഡീഷൻ അല്ലേ നമ്മൾ പറയാ. എന്താ സംഭവിക്കുക? CH3CO CH3 അവിടെ നമ്മുടെ ഈ പാർട്ട് അല്ലേ CH2CH3 വന്ന് അറ്റാച്ച് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്? C ഡബിൾ ബോണ്ട് ഓയിലേക്ക് ഓക്സിജന്റെ അവിടെ ഹൈഡ്രജൻ വന്നു, ഇവിടെ CH2CH3 വന്നു. ഇതിന്റെ പേരെന്താ? പേര് പറഞ്ഞേ. So 1 2 3 4 it is 2-methyl butane 2-ol. Your answer will be option 3. 3 ആണ് ആൻസർ കിട്ടുക. Which of the following compounds will give colored crystalline compound with? തന്നിരിക്കുന്ന ആള് നോക്കി ആലോചിച്ച് നോക്കണേ. This is hydrazine, this is phenyl hydrazine, this is 2,4-dinitrophenyl hydrazine. 2,4-DNP ടെസ്റ്റ് നമുക്ക് എപ്പോഴാണ് കിട്ടുക? നമ്മുടെ കയ്യിൽ CO സിസ്റ്റംസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ഒക്കെ വരുമ്പോഴാണ് DNPs അല്ലേ ആൽഡിഹൈഡ്സിൻ്റെ ടെസ്റ്റായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആസിഡ് ആണ്, രണ്ടാമത്തത് ആൽക്കഹോൾ ആണ്, മൂന്നാമത്തത് എസ്റ്റർ ആണ്, നാലാമത്തത് ആൽഡിഹൈഡ് ആണ്. സോ ഡയറക്റ്റ് നമുക്ക് 2,4-dinitrophenyl hydrazone കിട്ടണമെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരണം. Arrange the following compounds in increasing order of their reactivity in nucleophilic addition. എടാ ന്യൂക്ലിയോഫിലിക് അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ആൽഡിഹൈഡ്സ് കീറ്റോൺ സിസ്റ്റം അല്ലെങ്കിൽ CO ഗ്രൂപ്പാണ് തന്നിട്ടുണ്ടാവുക. COയിലേക്കുള്ള അഡീഷൻ ആണ്. അപ്പോൾ ഇവിടെയുള്ള ഐഡിയ എന്താ? എൻ്റെ കയ്യിലേക്കുള്ള ന്യൂക്ലിയോ ഫൈല് വരണം. അപ്പോൾ ഇയാൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കണം, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഉണ്ടാവണം. ഒന്ന്. പിന്നെ ആൽഡിഹൈഡ്സിനായിരിക്കും റിയാക്ടിവിറ്റി കീറ്റോൺസിനേക്കാളും കൂടുതൽ. കാരണം സ്റ്റെറിക് ഫാക്ടേഴ്സ് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറയാ ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നോക്കണേ, ബെൻസാൽഡിഹൈഡ് തന്നു. ആദ്യം ആളെ എല്ലാം ഒന്ന് വരച്ചു നോക്കുക. ദിസ് ഈസ് ബെൻസാൽഡിഹൈഡ് CHO. പാരാടൊളുവാൽഡിഹൈഡ്, ആൽഡിഹൈഡിൽ പാരയിൽ ടൊളുവിൻ. പാരാനൈട്രോ ബെൻസാൽഡിഹൈഡ്, പാരയിൽ നൈട്രോ. അസറ്റോഫീനോൺ COCH3. അപ്പം നോക്കിയേ, ആദ്യത്തെ ആൾ ആൽഡിഹൈഡ് ആണ്, രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും ആൽഡിഹൈഡ് ആണ്, നാലാമത്തെ ആൾ കീറ്റോൺ ആണ്. ആൽഡിഹൈഡ് ആണ് ആദ്യം വരേണ്ടത്. അസറ്റോഫീനോൺ ഏറ്റവും ലാസ്റ്റ് വരണം. ഓ, അതെല്ലാ ഓപ്ഷനിലും ഉണ്ട്, അത് നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. പിന്നെ ആൽഡിഹൈഡിൽ തന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലേ നമുക്ക് ആവശ്യം? NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് ആദ്യം വരണം. അപ്പോൾ പാരാനൈട്രോ ബെൻസാൽഡിഹൈഡ് ആദ്യം വരണം. ഡൺ. അത് കഴിഞ്ഞ് നോക്കണേ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് നമുക്ക് വരണോ? വേണ്ട, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിനെ പിന്നെ കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് പാരാടൊളുവാൽഡിഹൈഡ് കൊടുക്കരുത്, ബെൻസാൽഡിഹൈഡ്. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആ കിട്ടുക. ഓക്കെ ആണോ? അതിൽ കൺഫ്യൂഷൻ ആയി പോയില്ലല്ലോ. നമുക്ക് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന ആൾ വേണം, ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ വേണ്ട. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ പ്രശ്നമാണ്. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അല്ലേ? 2 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോണിക് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. വെൻ 3,3-dimethyl butane 2-ol. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ, 2-ol എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് OH. 3,3-dimethyl ഇതാണ് അവസ്ഥ. ഇറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് H2SO4. ദ മേജർ പ്രോഡക്റ്റ് ഈസ്. ഇനി ഇങ്ങനെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ രീതി എഴുതിക്കോ. CH3 CHOH CCH3 CH3 CH3. ഇതിലേക്ക് H2SO4 കൊടുക്കുന്നു. ഡീഹൈഡ്രേഷൻ നടക്കണം. H2 ഒക്കെ പോയി കഴിഞ്ഞാൽ എനിക്കവിടെ ഒരു കാർബോകാറ്റോൺ ഉണ്ടാകും. ഈ കാർബോകാറ്റോൺ സെക്കൻഡറി ആണ്. പറ്റുമെങ്കിൽ റിലാക്സ് ചെയ്യിക്കണം, സ്റ്റേബിൾ ആക്കണം. കേട്ടോ? പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആക്കണം. അപ്പോൾ നോക്കിയേ, എനിക്ക് വേണമെങ്കിൽ ഇതിവിടെ മൈഗ്രേഷൻ ചെയ്യായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തേ അത്. CH3 CH3 C+CH3 CH3. അപ്പോൾ കുറേ കൂടി സ്റ്റേബിളായി, ടേർഷ്യറി ആയി. ഇനി ഇതിലേക്ക് ഡബിൾ ബോണ്ട് കൊണ്ടുവന്നാൽ മതി. H2 അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇനി അടുത്തതിലേക്ക് ഒരു ഡബിൾ ബോണ്ട് കൂടി കൊടുക്കണ്ടേ? അപ്പോൾ നോക്കിയേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇനി എന്താ ചെയ്യുക? ഇവിടെയുള്ള ഹൈഡ്രജനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെയുള്ള ഹൈഡ്രജനെ നമുക്ക് റിമൂവ് ചെയ്യാം.
അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ CH3 ഡബിൾ ബോണ്ട് CH3 കിട്ടും. പേരെങ്ങനെയാണ് കൊടുക്കുക? ബ്യൂട്ടീനാണ്. ബ്യൂട്ട് 2 ബ്യൂട്ട് 1 അല്ല, ബ്യൂട്ട് 2 ആണ്. അതിൽ തന്നെ 2 മീഥൈലുണ്ട്, 2,3 ഡൈമീഥൈൽ ബ്യൂട്ട് 2. യുവർ ആൻസർ വിൽ ബി 3. അപ്പോൾ ഇതൊരു നല്ല ചോദ്യം. അതായത് ഡീഹൈഡ്രേഷൻ ചെയ്യുമ്പോൾ H2O കൊടുത്തിട്ട് നമ്മൾ ഡീഹൈഡ്രേഷൻ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? പൊതുവേ അവിടെ സംഭവിക്കുന്നത് വാട്ടറിൻ്റെ എലിമിനേഷനാണ്. ഓക്കെ ആണോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ അത് തന്നെ എഴുതണം. റെഡി. The alkyl halide that undergoes SN1 reaction more readily. SN1 reaction കാർബോകാറ്റോൺ മെക്കാനിസം വഴി ഉണ്ടാവുക കേട്ടോ. SN1 എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ട് നടക്കണമെങ്കിൽ കാർബോകാറ്റോൺ മെക്കാനിസം ആണ്. ഓക്കെ ആണോ വിസ്മയ? അപ്പം നോക്കിയേ, ഇതിൽ 1 ബ്രോമോ ബ്യൂട്ടൈൻ, ബ്യൂട്ടൈനിൻ്റെ മേലെ ഒന്നാമത്തേൽ 1 ബ്രോമോ. എടാ ഇത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാർബോകാറ്റോൺ പ്രൈമറി ആയിരിക്കുവേ. 2 ബ്രോമോ ബ്യൂട്ടൈൻ, രണ്ടാമത്തേലുള്ള ബ്രോമിൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാർബോകാറ്റോൺ സെക്കൻഡറി ആയിരിക്കും. 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ, പ്രൊപ്പാണ്. ഒന്നാമത്തതിൽ ക്ലോറിൻ, രണ്ടാമത്തതിൽ മീഥൈൽ. അപ്പോൾ ഈ ക്ലോറിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകുന്നത് പ്രൈമറി ആണ്. 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ, 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ. അപ്പോൾ ഇവിടുത്തെ ക്ലോറിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത് ടെർഷറി ആണ്. ഏതാണ് കുറെ കൂടി സ്റ്റേബിൾ കാർബോകാറ്റോൺ? ടെർഷറി. ഓക്കെ, റെഡി. ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺസ്. ഒരു കാർബാനിയോൺ സ്റ്റേബിൾ ആവുന്നത് ഏതാന്ന് ചോദിച്ചു. നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ് ആവശ്യം. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കുന്ന സിസ്റ്റം ആയിരിക്കണം. എനിക്ക് തന്നിരിക്കുന്നതിലെല്ലാം കാർബൺ സിസ്റ്റം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ട്രിപ്പിൾ ബോണ്ടഡ് സിസ്റ്റം മോർ ഇലക്ട്രോ നെഗറ്റീവാ ഡബിൾ ബോണ്ടഡിനേക്കാളും ദാൻ സിംഗിൾ ബോണ്ട്. അപ്പം ഞാൻ ഇതിൽ നോക്കിയാൽ ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്ന ആളാണ് ഏറ്റവും സ്റ്റേബിൾ ആവുക. സിംഗിൾ ബോണ്ട് മാത്രം വന്നിരിക്കുന്നയാൾ ഏറ്റവും ലാസ്റ്റേ വരുള്ളൂ. അപ്പോൾ 1 ആണ് ഏറ്റവും സ്റ്റേബിൾ ആകേണ്ടത്, 4 ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത്. ഇനി അടുത്ത നോക്കാം. രണ്ടാമത്തെ കേസിൽ ഡബിൾ ബോണ്ടിന് മേലെയാണ് നെഗറ്റീവ് ചാർജ്, മൂന്നാമത്തതിലും ഡബിൾ ബോണ്ടിന് മേലെയാണ് നെഗറ്റീവ് ചാർജ്. എന്നാൽ ഇവിടെ കുറേ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് കുറേ ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ് വന്നില്ലേ, കുറേ വലിക്കുന്നയാൾ വന്നില്ലേ. അപ്പോൾ അത് കുറേ കൂടി നല്ലതാ. സോ ഇറ്റ് ഷുഡ് ബി 1 2 3 4. രണ്ടാമത്തതിലും മൂന്നാമത്തതിലും കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ ഒറ്റ ഡബിൾ ബോണ്ടേ ഉള്ളൂ, ഇവിടെ കുറേ ഡബിൾ ബോണ്ട് ഉണ്ട്, കുറേ ആൾക്കാർ ഇലക്ട്രോ നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാം. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. സെക്ഷൻ എ എന്നുള്ള ചോദ്യം കഴിഞ്ഞ് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ എമംഗ് ദി ഫോളോയിങ് ലീസ്റ്റ് സ്റ്റേബിൾ ഏതാന്ന് ചോദിച്ചു. നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് ആദ്യം ഒക്ടറ്റ് ഉണ്ടോ നോക്കും. അപ്പോൾ ഇവിടെ തന്നത് പ്രകാരം എല്ലാവരുടെയും കേസിൽ കറക്റ്റായിട്ട് ലൂയിസ് സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ നോക്കാനുള്ളത് എന്താ? രണ്ടാമത് നോക്കേണ്ടത് ഒക്ടറ്റ് ഒക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ പൈ ബോണ്ടുകളുടെ എണ്ണം. എല്ലാത്തിലും പൈ ബോണ്ടുകളുടെ എണ്ണം സെയിം ആണ്, 2 പൈ ബോണ്ട് ഉണ്ട്. ഒക്ടറ്റ്, പൈ ബോണ്ട്. മൂന്നാമത് ചാർജ് ആണ് നോക്കേണ്ടത്. അപ്പം ചാർജ് നോക്കുമ്പോൾ എനിക്കറിയാം ന്യൂട്രൽ ആയിരിക്കുന്ന കോമ്പൗണ്ടുകൾ കുറേ കൂടി നല്ലതാണ്. പക്ഷെ ഇതിലെല്ലാത്തിലും ചാർജ് ഉണ്ട്, എല്ലാത്തിലും 2 പോസിറ്റീവ് ചാർജും 2 നെഗറ്റീവ് ചാർജും കാണാൻ പറ്റി. അപ്പം ഞാൻ ചാർജ് സെപ്പറേഷൻ നോക്കണം. എന്താ ഐഡിയ? ഒരേപോലത്തെ ചാർജുകൾ ദൂരെ വെക്കണം. ഒന്നാമത്തെ കേസിൽ ഒരേപോലത്തെ ചാർജുകൾ അടുത്തു വന്നു, അത് പറ്റില്ല. ദേ വിൽ റിപ്പൽ ഹേ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ചാർജുകളാണ് അടുത്ത് വരുന്നത് കുറേ കൂടി നല്ലത്. സെയിം ചാർജ് ഒരുമിച്ച് വന്നാൽ ശരിയല്ല. ലീസ്റ്റ് സ്റ്റേബിൾ 1 ആണ്. എനൈസോൾ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ. എനൈസോളിനെ എനിക്ക് ഉണ്ടാക്കണം. ക്ലോറോ ബെൻസീൻ ആൻഡ് സോഡിയം മീതോക്സൈഡ് പറ്റുമോ? ക്ലോറോ ബെൻസീനിലേക്ക് സോഡിയം മീതോക്സൈഡ് കൊടുത്താൽ OMe പിന്നിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ക്ലോറിന്റെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള അറ്റാക്ക് പോസിബിൾ അല്ല. ദിസ് ഇസ് വില്യംസൺ ഈതർ സിന്തസിസ്. അപ്പൊ എനിക്കുണ്ടായിരുന്ന സാധ്യത എന്ന് പറയുന്നത്, ഞാനിവിടെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് നെഗറ്റീവ് ചാർജ് കൊടുക്കുക, CH3Cl കൊടുക്കുക. അപ്പൊ ഇയാൾ പോയി അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? നമുക്കൊരിക്കലും ഈതോക്സൈഡിന്റെ ആവശ്യമില്ല. ഈതോക്സൈഡിന്റെ ആവശ്യം നമുക്കില്ല. വൈ? ഈഥൈൽ സിസ്റ്റം നമുക്ക് ആവശ്യമില്ല, മീഥൈൽ സിസ്റ്റം മതി. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ചാൻസ് എന്താ? സോഡിയം ഫിനോക്സൈഡിലേക്ക് മീഥൈൽ ബ്രോമൈഡ് നമ്മൾ കൊടുത്താൽ ഇതിന് ബാക്ക് സൈഡ് അറ്റാക്ക് ചെയ്യാം. റെഡി.
അപ്പോൾ ഫീനോക്സൈഡ് പോയി അറ്റാക്ക് ചെയ്യണം. അല്ലാതെ ആദ്യത്തെ കേസിലുള്ള പോലെ മീതോക്സൈഡ് വന്ന് അറ്റാക്ക് ചെയ്യരുത്. കാരണം ബെൻസീൻ റിങ്ങിൻ്റെ അകത്തൂടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പൈ ഉള്ളതുകൊണ്ട്. സോ യുവർ ആൻസർ ഷുഡ് ബി ഫീനോക്സൈഡ് ആൻഡ് മീഥൈൽ സിസ്റ്റം. ആൻസർ സി വരും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്? Acetaldehyde and acetone can be distinguished by 2,4-DNP test. അസറ്റാൽഡിഹൈഡും അസറ്റോണും എടുക്കുമ്പോൾ രണ്ടിലും CO സിസ്റ്റം ഉണ്ട്. CO ഗ്രൂപ്പുകളാണ് നമുക്ക് 2,4-DNP ടെസ്റ്റ് തരിക. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോൺസും തരിക. അപ്പോൾ രണ്ടുപേരും തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ആസിഡ് ഒരു ആൽഡിഹൈഡ് ആയിരുന്നെങ്കിൽ ഓക്കെയാണ്, ഒരു ആസിഡ് ഒരു കീറ്റോൺ ആണെങ്കിൽ ഓക്കെ. രണ്ടുപേരും പോസിറ്റീവ് തന്നാൽ നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുക? ഒരാൾ തരണം, മറ്റേ തരാതിരിക്കണം. അപ്പോൾ ഒന്നാമത്തത് പറ്റില്ല. ആൽഡിഹൈഡ്സ് reacts with one equivalent of monohydric alcohol in presence of dry HCl to give geminal dialkoxy compound known as acetal. acetal കിട്ടണമെങ്കിൽ ഒരു ഇക്വലന്റ് പോരാ, രണ്ടെണ്ണം വേണം. ഒരു ഇക്വലന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഹെമി അസറ്റാൽ ആണ്, അസറ്റാൽ അല്ല. അസറ്റാലിന് രണ്ട് പേര് വേണം. റിയാക്ഷൻ ഓഫ് അസറ്റോൺ with HCN is a base catalyzed reaction. എനിക്കോ നമ്മളത് വൺ ഷോട്ടിലും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബേസിന്റെ പ്രസൻസിലാണ് നമ്മുടെ സയനോഹൈഡ്രിൻ ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. ഫോർമാൽഡിഹൈഡ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫോർമാൽഡിഹൈഡ് HCHO when treated with Grignard reagent RMGX followed by hydrolysis gives a secondary alcohol. നമുക്കറിയാം ഫോർമാൽഡിഹൈഡ് നമുക്ക് എപ്പോഴും തരുന്നത് പ്രൈമറി ആൽക്കഹോൾ ആണ്. മറ്റ് ആൽഡിഹൈഡ്സ് സെക്കൻഡറിയും കീറ്റോണ് ടെർഷ്യറിയും തരും. അപ്പോൾ ഇതിൽ ആര് മാത്രമേ ശരിയായിട്ടുള്ളൂ? കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് സി മാത്രമാണ്, അല്ലേ? റെഡി? സിൽവർ സോൾട്ട് ഓഫ് പ്രൊപ്യോണിക് ആസിഡ്, മെദ് എദ് പ്രൊപ്പ്, അതിൻ്റെ ആസിഡിൻ്റെ സോൾട്ട്. സിൽവർ സോൾട്ട് ഓഫ് പ്രൊപ്യോണിക് ആസിഡ് വെൻ റിയാക്റ്റഡ് വിത്ത് ക്ലോറോ ഈഥെയിൻ gives the product. AgCl പോയാൽ എനിക്ക് എന്താ കിട്ടുക? CH3. Ag പ്ലസ് Cl മൈനസിന് അപ്പം എടുത്തുകൊണ്ട് പോകും. CH3 CH2 COO CH2 CH3. So this is an ester. എസ്റ്ററിൻ്റെ പേരായിരിക്കണം. അപ്പം മെദ് എദ് പ്രൊപ്പ്, ഈഥൈൽ പ്രൊപ്പനോയേറ്റ്. യുവർ ആൻസർ ഷുഡ് ബി 2, അല്ലേ? ആസിഡിനെയാണ് അവസാനം എഴുതേണ്ടത്, പ്രൊപ്പനോയിക് ആസിഡ് എന്നല്ലേ ഉണ്ടായേ. So that should be ethyl propanoate. That is your answer. The increasing order of reactivity towards SN1 reaction. SN1 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് നോക്കാം. C6H5, അപ്പോൾ ഫീനൈൽ റിംഗ് ആണ്. CH3, ഞാനൊരു കാര്യം ചെയ്യാം, അതിനെ PH എന്ന് എഴുതാം. PH, CH3, PH, Br. രണ്ടാമത്തെ ആൾ PH, CH, അപ്പോൾ ഒരാൾ ഹൈഡ്രജനാണ്. PH, Br. മൂന്നാമത്തെ ആൾ PH, CH3, Br. നാലാമത്തെ ആൾ PH, CH2, Br. അപ്പോൾ നമുക്കറിയാം കാർബോ കാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി വെച്ച് പറയണം, ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആകുന്നത് ടെർഷ്യറി സിസ്റ്റം വിത്ത് മാക്സിമം റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. അപ്പോൾ എനിക്ക് നോക്കി, ഇവിടെ 2 ഫീനൈലും 1 മീഥൈലും, ഇവിടെ 2 ഫീനൈൽ മാത്രം, ഇവിടെ 1 ഫീനൈൽ 1 മീഥൈൽ മാത്രം, 1 ഫീനൈൽ മാത്രം, 2 ഫീനൈലും 1 മീഥൈലും വന്നതാണ് ഏറ്റവും സ്റ്റേബിൾ ആവുക. പിന്നെ 2 ഫീനൈൽ മാക്സിമം റെസൊനൻസ്. പിന്നെ എനിക്ക് വന്നിരിക്കുന്നത് 1 ഫീനൈലും 1 മീഥൈലും, റെസൊനൻസും ഹൈപ്പർ കോൺജുഗേഷനും വരുന്നു. പിന്നെ റെസൊനൻസ് മാത്രമുള്ള 4, 1 2 3 4. അപ്പോൾ എനിക്ക് ഇത് നേരെ തിരിച്ചായിട്ടത്, അത് ലെസ് എന്നായിട്ടത്. C6H5 CH3 2 ഫീനൈൽ വരുന്നതിന് മാക്സിമം കിട്ടുന്നു. 1 CH3, 2 ഫീനൈൽ മാത്രം, 1 ഫീനൈൽ മാത്രം. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. അപ്പോൾ ആ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഏറോ മാർക്ക് ഒക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ സിമ്പിളൊക്കെയാണ്. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ദി കറക്റ്റ് സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ്. ഒന്നാമത്തത് നോക്കി, പോസിറ്റീവ് ചാർജ് നിൽക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത് 2 CH3കളുണ്ട്. ഓക്സിജൻ അവിടെ ഡൊണേറ്റിംഗ് ആണ്, അത് മറന്നു പോകല്ലേ. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അവിടെ എംപ്റ്റി ഓർബിറ്റിലുണ്ട്. തൊട്ടടുത്ത് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ലോൺ പെയേഴ്സ് ഉണ്ടെങ്കിൽ കോൺജുഗേഷൻ നടക്കും.
അപ്പോൾ ഒന്നാമത്തതിൽ കോൺജുഗേഷനും ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷനും ഉണ്ട്. അതായത് റെസൊണൻസും ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷനും. ഹൈപ്പർ കോൺജുഗേഷൻ എത്രയാ? 6 ആൽഫ ഹൈഡ്രജൻ. രണ്ടാമത്തെ കേസിൽ റെസൊണൻസ് ഇല്ല, പക്ഷെ നമുക്കിവിടെ CH3 CH2 എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ പോസിറ്റീവ് ചാർജിന്റെ തൊട്ടടുത്ത് ടോട്ടൽ 5 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. മൂന്നാമത്തെ കേസിൽ റെസൊണൻസ് ഉണ്ട്, CH3 3 ആൽഫ ഹൈഡ്രജൻ. നാലാമത്തെ കേസിൽ റെസൊണൻസ് ഇല്ല, 2 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ റെസൊണൻസ് വരുന്നവർക്കാണ് ഏറ്റവും നല്ല. 1ഉം 3ലും റെസൊണൻസ് ഉണ്ട്, 2ലും 4ലും റെസൊണൻസ് ഇല്ല. ഈ 1ലും 3ലും തന്നെ റെസൊണൻസ് കഴിഞ്ഞ് മാക്സിമം ഹൈപ്പർ കോൺജുഗേഷൻ 1ലാണ് 6 ആൽഫ, 3ല് 3 ആൽഫ മാത്രമേ ഉള്ളൂ. റെഡി. 2ലും 4ലും മാക്സിമം ആൽഫ വന്നിരിക്കുന്നത് 2, 4. സോ 1, 3, 2, 4 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 1, 3, 2, 4. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. A sudden jump between the values of second and third ionization enthalpies of elements would be associated with each of the following electronic configuration. സഡൻ ജമ്പ് സെക്കൻഡും തേർഡും തമ്മിലുള്ള സഡൻ ജമ്പ് കണ്ടിരിക്കുന്നത് ഏതിലായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരാളുടെ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി 100, സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി 200, തേർഡ് അയോണൈസേഷനിലേക്ക് സഡൻ ജമ്പ് ഉണ്ട് ഒരു 20,000 എന്ന് വിചാരിക്കും. അപ്പൊ എനിക്കെന്താ മനസ്സിലായത്? എന്തുകൊണ്ടാണ് മൂന്നാമത്തെ അയോണൈസേഷൻ സഡൻ ജമ്പ് ആയത്? കാരണം മൂന്നാമത്തെ ഇലക്ട്രോൺ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഭാഗമായിരിക്കും. അതുകൊണ്ടാണ് മൂന്നാമത്തെ ഇലക്ട്രോണിന് സഡൻ ജമ്പ് ആയത്. അവർ സ്റ്റേബിൾ കോൺഫിഗറേഷന്റെ ഭാഗമാണ്, അവർ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന്റെ ഭാഗമാണ്. ദേ ആർ പാർട്ട് ഓഫ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒന്നാമത്തതില് ഒരാളെ ഒഴിവാക്കി രണ്ടാമത്തെ ഇലക്ട്രോൺ നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷനിൽ വരുന്നത് 2p6. അത് പറ്റില്ല. നമുക്ക് മൂന്നാമത്തെ ഇലക്ട്രോണാ വരണ്ടേ. 1, 2, 3 നാലാമത്തെ ഇലക്ട്രോൺ ആണ് 2p6ന്റെ ഭാഗമായത്. പറ്റില്ല. 2, 3 നാലാമത്തെ ഇലക്ട്രോൺ ആണ് 2p6ന്റെ ഭാഗമായത്. ശരിയാവില്ല. 2 S എന്ന് കഴിഞ്ഞ് മൂന്നാമത്തെ ഇലക്ട്രോൺ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഭാഗമായിരിക്കുന്നത് നമുക്ക് ഏതിൽ മാത്രം? 4. അപ്പൊ സഡൻ ജമ്പ് വരുമ്പോ എവിടെയാണോ ജമ്പ് അയാള് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെന്ന് ശ്രദ്ധിക്കണം. In which of the following binary compound the ratio of cation to anion is least? ലീസ്റ്റ് ആവണമെങ്കിൽ കാറ്റയോൺ ചെറുതായിരിക്കണ്ടേ? മേലെയുള്ളത് ചെറുതും താഴെയുള്ളത് വലുതുമായിരിക്കണം. ആനിയോൺ വലുതായിരിക്കണം. അപ്പോൾ കാറ്റയോൺ ലിഥിയം സീഷ്യത്തിൽ ലിഥിയല്ലേ ചെറുത്, ആനിയോൺ ഫ്ലൂറിൻ അയോഡിനിൽ അയോഡിൻ വലുതല്ലേ. സോ ലിഥിയം അയോഡൈഡ് ആയിരിക്കണം. യുവർ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ 1. Such an easy question. If Nx is the number of electrons bonding molecular orbital and Ny is the number of electrons in anti-bonding molecular orbital, then molecule will be stable. ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആവണമെങ്കിൽ ബോണ്ട് ഓർഡർ മാക്സിമം ആയിരിക്കണം. കൂടുതൽ ബോണ്ടുകൾ വേണം. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ NB - NA/2 അല്ലേ. അപ്പൊ ബോണ്ടിങ്ങിൽ ആൾക്കാരുടെ എണ്ണം കൂടുതൽ നമുക്ക് വരണം. ബോണ്ടിങ്ങിൽ നമുക്ക് കൂടുതൽ ആൾക്കാരുടെ എണ്ണം വരണം. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇൻ ആന്റി ബോണ്ടിങ്. ബോണ്ടിങ്ങിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ഇവിടെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? NX ഷുഡ് ബി ഗ്രേറ്റർ ദാൻ NY. വെരി ഈസി. ആന്റി ബോണ്ടിങ് ഈക്വൽ ആയാൽ ശരിയാവില്ല. ബോണ്ട് ഓർഡർ 0. വാട്ട് ഈസ് ദ കറക്റ്റ് IUPAC നെയിം ഫോർ ദിസ് സിസ്റ്റം? CH3 CH2 CH3 CH2H5, അതായത് CH2 CH3 ട്വൈസ്. ലോങ്സ്റ്റ് കാർബണിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂന്റുകളായിരിക്കുന്ന മീഥൈലിനും ഈഥൈലിനും കുറവ് നമ്പറിങ് വരണം. സോ 1, 2, 3, 4, 5, 6. എന്തുകൊണ്ടാ 3 ഈഥൈൽ കൊടുത്ത്? ആൽഫബറ്റിക്കൽ അത് ആദ്യം വന്നേ. ഒരേപോലത്തെ നമ്പറിങ് വരുമ്പോൾ ആൽഫബറ്റിക്കൽ ശ്രദ്ധിക്കണ്ടേ. സോ യുവർ ആൻസർ ഷുഡ് ബി 3 ഈഥൈൽ 4 മീഥൈൽ ഹെക്സെയിൻ. ഓപ്ഷൻ 2 നമുക്ക് വന്നു. ഡിസ്റ്റിലേഷൻ ആൻഡ് റെഡ്യൂസ് പ്രഷർ ഈസ് എംപ്ലോയിഡ് ഫോർ. നമുക്കറിയാം വാക്വം ഡിസ്റ്റിലേഷൻ എപ്പോഴും നമ്മൾ സോപ്പ് ഇൻഡസ്ട്രിയിൽ ഗ്ലിസറിൻ, ഗ്ലിസറോൾ ഇവർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യുക. ദിസ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. ഓയിൽ പാർട്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ക്രൂഡ് ഓയിൽ ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി ബൈ. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ക്രൂഡ് ഓയിലിന്റെ സെപ്പറേഷൻ നമ്മൾ എപ്പോഴും ചെയ്തിരിക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ചിട്ടാണ് അല്ലേ. നമ്മളത് അങ്ങനെ ആലോചിക്കും, ക്രൂരമായിട്ട് ഫ്രാക്ഷനേറ്റും ചെയ്യുന്നു. The compound shows optical isomerism only, geometrical isomerism only, both optical and geometrical, none of this. ഒന്നും എക്സിബിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ആദ്യം നമ്മൾ ഒപ്റ്റിക്കൽ കാണിക്കുവോ? കൈറാൽ സെന്റർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കൈറാൽ സെന്റർ ഉണ്ട്, എനിക്ക് കാണാൻ പറ്റി.
അപ്പോൾ ഒപ്റ്റിക്കൽ കാണിക്കും. ജിയോമെട്രിക്കൽ കാണിക്കുമോ? ജിയോമെട്രിക്കൽ കാണിക്കണമെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ സൈഡിലിരിക്കുന്ന രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. ദേ ആർ ഡിഫറെൻറ്റ്. ഇവിടെയും രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. യെസ്, സോ ദേ വിൽ എക്സിബിറ്റ് ജിയോമെട്രിക്കൽ ഐസോമറിസം ആസ് വെൽ. അപ്പോൾ കൈറാൽ കാർബൺ ഉണ്ട്, ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിച്ചു. The type of isomerism exhibited by acetone, which is CH3COCH3 and acetaldehyde. ഇത് ഐസോമേഴ്സ് അല്ല. കാരണം എന്താ? എടാ, ഇവിടെ 3 കാർബൺ ഉണ്ട്, ഇവിടെ 2 കാർബണേ ഉള്ളൂ. മോളിക്കുലർ ഫോർമുല ഡിഫറെൻ്റാണ്. മോളിക്കുലർ ഫോർമുല ഡിഫറെൻ്റ് ആണ്. So here is your last question. The IUPAC name of the following compound CH2 double bond CH twice. രണ്ടെണ്ണം ഉണ്ട്. സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. നമ്മൾ എന്ത് ചെയ്യുന്നു? പാരന്റ് ചെയിനിനെ കണ്ടുപിടിച്ചു. 1 2 3 4 5 എന്ന് നമ്പർ ഇട്ടു. മൂന്നാമത്തതിൽ ഈഥീനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ഈഥീനൈൽ എന്ന് വിളിക്കണം. സോ ദാറ്റ് ഷുഡ് ബി 3 ഈഥീനൈൽ. പെൻഡ 1 4 ഡയീൻ. യുവർ ആൻസർ ഷുഡ് ബി 4 അല്ലേ? നോക്കിയോ, ഒന്നാമത്തേലും നാലാമത്തേലും ഡൈഈന് നമുക്ക് വന്നിട്ടുണ്ട്. റെഡി. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓപ്ഷൻ 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ തവണ GIBs എഴുതുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്, അല്ലെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റൈറ്റ് GIB എക്സാംസ്. കാരണം ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും എക്സാമിനേഷൻ ഹാളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ തെറ്റിച്ചിട്ടുണ്ടാവും. ഇത് റിലേറ്റീവ്ലി വളരെ ഈസി ആയിരുന്നു നമ്മൾ കെമിസ്ട്രി പേപ്പർ എന്ന് പറയുന്നത്. ബട്ട് പെട്ടെന്ന് തെറ്റിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇതേ പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. സോ ഗെറ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് GIB. അതിന് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മാക്സിമം എക്സാംസ് എഴുതിയിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. ഓക്കെ, റെഡി. സോ ഇതാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു എവറി വൺ. ഇനി അടുത്തത് ബയോളജിയുടെ ഡിസ്കഷനാണ്. AJ sir is waiting for you. Thank you everyone. Good night. ഗുഡ് ഈവനിങ്, വെരി ഗുഡ് ഈവനിങ്. ഉറക്കം വരുന്നുണ്ടാവുന്നൊക്കെ എനിക്കറിയാം. ഉറങ്ങിപ്പോണ്ട. വേഗം ടീച്ചർ ബയോളജി കംപ്ലീറ്റ് ആക്കിയ ശേഷം നിങ്ങൾക്ക് വേഗം പോയിട്ട് ഉറങ്ങാം. കറക്റ്റ് ആൻസേഴ്സ് കേട്ട ശേഷം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് കിടക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഹൗ വാസ് ദ എക്സാം മക്കളെ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അടിപൊളിയായിരുന്നോ? പെർഫെക്റ്റ്ലി ഓക്കെ ആണോ? ഈസി ആണോ? ആവറേജ് ആണോ? അതോ ടഫായിരുന്നോ? എങ്ങനെയായിരുന്നു? ബോട്ടണി വാസ് വെരി ഈസി. ലെമൺ സ്ക്വീസ്. ഓക്കെ ഓക്കെ. ബോട്ടണി വളരെ ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂസിങ് ഒക്കെ ആയിരുന്നു, എന്നാലും മെജോറിറ്റി ഈസി ആയിരുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ബോട്ടണിക്ക് ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. 1 or 2 ക്വസ്റ്റ്യൻ. ഓക്കെ, നദേം. ഓക്കേടാ, പെട്ടെന്ന് ഞാൻ മൈൻഡപ്പ് ചെയ്ത് തരാം. ഓക്കെ, ബോട്ടണി പൊളിയായിരുന്നു. ഫൈൻ. ബോട്ടണി അല്ലെങ്കിലും പൊളിയാടാ. ബോട്ടണിക്കാരും പൊളിയാണ്, ബോട്ടണി ടോപ്പിക്കും പൊളിയാണ്. മക്കളെ വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഡൗട്ട് ഉള്ളത് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഡൗട്ട് ഉള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ മക്കളെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 101ാമത്തെ ചോദ്യം ബോട്ടണിയിലേക്ക്. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓപ്ഷൻ നോക്കുക കേട്ടോ. കോഡ് A ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, കെമിസ്ട്രി ഫുൾ നെഗറ്റീവ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ബോട്ടണിയുടെ സ്ഥിതി നോക്കാം. ഓക്കെ മക്കളെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബോട്ടണി. നോക്കാം, ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല, കറക്റ്റ് ആൻസർ ഞാൻ പറയാം. ഒരു ഹോസ്റ്റ് സെല്ല് സാധാരണ കേസിൽ കോമ്പീറ്റൻ്റ് ആക്കാതെ അത് എടുക്കാൻ പറ്റില്ല. ഓക്കെ യെസ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാ എന്ന് ചോദിച്ചാൽ മക്കളെ, DNA എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോഫിലിക് മോളിക്യൂൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അത് ഹൈഡ്രോഫിലിക് ആയതുകൊണ്ടാണ് അത് കോമ്പീറ്റൻ്റ് ആക്കാതെ ഉള്ളിലേക്ക് നമുക്ക് കടത്തിവിടാൻ പറ്റില്ല. ഓക്കെ, 102ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസ്ട്രിക്ഷൻ സൈറ്റ്സ്, അതായത് PBr 322 ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിന്റെ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം, അത് BAM H1 ആണ്. ഒരു സംശയമില്ല. ശരിയല്ലേ മക്കളെ? BAM H1 ആണ്. മക്കളെ, 103ാമത്തെ ചോദ്യം എലൂഷൻ എന്താന്നുള്ളതാണ്. ഇപ്പം എലൂഷൻ എന്താന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം. കട്ട് ചെയ്തെടുക്കാം.
from agarose gel and extracted them from the gel piece. ആ ഒരു സെന്റൻസ് അതേപോലെ തന്നെ NCERT ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അതിൽ ഫീൽ ചെയ്യില്ല മക്കളെ. 104ാമത്തെ ചോദ്യം നോക്കുക. റിസ്ട്രിക്ഷൻ എൻസൈംസിനെ സിന്തസൈസ് ചെയ്യുന്നത് ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, പക്ഷെ നിങ്ങൾക്കറിയാം ഈ റിസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് ബാക്ടീരിയ മാത്രം, എല്ലാ തരത്തിലുള്ള സെൽസ് അല്ല. യൂക്കാരിയോട്ടിക് സെൽസിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മുടെ ബോഡിയിൽ മുറിച്ച് കളിക്കാനുള്ള സെൽസ് ഇല്ല, ഈ പറയുന്ന എൻസൈം ഇല്ല. അപ്പം ബാക്ടീരിയക്ക് മാത്രമേ ആ കപ്പാസിറ്റി ഉള്ളൂ. ഈസ്റ്റ് ഒരു യൂക്കാരിയോട്ട് അല്ലേ, അപ്പം ഈസ്റ്റിനും ആ കഴിവില്ല. സോ 104ാമത്തെ ചോദ്യം നമ്പർ 1. സലീന കൺഫ്യൂഷൻ ആയില്ലേ? അപ്പം ആദ്യത്തെ ചോദ്യം തന്നെ ഇതൊരു ചോദ്യം കൺഫ്യൂഷൻ ആവാം. ഓക്കെ, 105ാമത്തത് ഒരാൾക്കും പോലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം പ്രോട്ടീൻ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് മക്കളെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ബയോടെക്നോളജിയിലെ അടിപൊളി ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് മക്കളെ. 106ാമത്തെ ചോദ്യം നോക്ക്. 106ാമത്തെ ചോദ്യം മൈക്രോ ഇഞ്ചക്ഷൻ പ്ലാന്റ് സെൽസിനാണോ ആനിമൽ സെൽസിനാണോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാം ഏറ്റവും ആദ്യം മൈക്രോ ഇഞ്ചക്ഷൻ ആനിമൽസിനും ബയോലിസ്റ്റിക്സ് പ്ലാന്റ്സിനുമാണ്. അപ്പോൾ ട്രാൻസ്ഫോമിങ് ആനിമൽ സെൽസ് എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. am I right മക്കളെ? യെസ്. ഓക്കെ, 107 ബോട്ടണിയിൽ നിങ്ങൾ 45 ക്വസ്റ്റ്യൻസും ഫുൾ മാർക്ക് അടിച്ചോ എന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ് വിത്ത് ഇറ്റ് സെൽ വാൾ ഡീഗ്രേഡിങ് എൻസൈം. ഇപ്പൊ സെൽ വാളിനെ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈമിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ നോക്കാം. ബാക്ടീരിയ ലൈസോസോം കറക്റ്റ് ആണ്, പ്ലാന്റ് സെൽസ് സെല്ലുലൈസ് കറക്റ്റ് ആണ്. പക്ഷെ ബ്ലൂ ഗ്രീൻ ആൽഗയിൽ സെല്ലുലൈസ് അല്ല മക്കളെ, സെല്ലുലൈസ് അല്ല, അത് ആൽഗിയാണ്, അത് ബാക്ടീരിയയുടെ കേസാണ്. അപ്പൊ പിന്നെ നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ ആണോ മക്കളെ? പക്ഷെ ഫംഗസ് കറക്റ്റ് ആണ്. 108ാമത്തെ ചോദ്യം നോക്ക്. DNA ഫ്രാഗ്മെന്റ്സ് അഗാറോസ് ജെല്ലിൽ വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെയിനിന്റെ പേരാണ് മക്കളെ എത്തിഡിയം ബ്രോമൈഡ്. ഏതാ മക്കളെ? എത്തിഡിയം ബ്രോമൈഡ്. അപ്പൊ ഏത് കൊച്ചുകുട്ടി പോലും ഈ ആൻസർ ചെയ്യും. ഓക്കെ, 109ാമത്തെ ചോദ്യം. ഗോൾഡൻ റൈസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ദ റൈറ്റ് ആൻസർ ഗോസ് ടു വൈറ്റമിൻ എ റിച്ച്. 110 നോക്കാം മക്കളെ. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓർഗാനിസം ഏതാ എന്ന് ചോദിച്ചാൽ എലികളല്ലേ മക്കളെ. അപ്പൊ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജീനിക് ഓർഗാനിസം ഏതാന്ന് ചോദിച്ചാൽ മൈസ് ആണ്. 113ാമത്തെ ചോദ്യം നോക്കണം. ഒരു പെർമനന്റ് ക്യൂർ നിങ്ങൾക്കറിയാം. ഈ അശാന്തികയുടെ അമ്മ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ADA ഡെഫിഷ്യൻസി പൂർണ്ണമായിട്ടും പെർമനന്റ് ആയിട്ടും സുഖപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ എംബ്രിയോണിക് സ്റ്റേജിൽ ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അതേപോലെ തന്നെ മക്കളെ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജിയിൽ ആൽഫ-1 ആന്റി ട്രിപ്സിൻ എന്തിനെതിരായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എംഫിസമിക് എതിരായിട്ടല്ലേ? ശ്വാസകോശ സംബന്ധമായ. ആൽഫ ലാക്ട് ആൽബമിനാണ് എവിടെ വരുന്നത്? നമ്മുടെ ട്രാൻസ്ജീനിക് കൗവിൻ്റെ കേസിൽ വരുന്നത്. ഇത് പലർക്കും കൺഫ്യൂഷനായി തെറ്റിച്ചവരുണ്ടാവാം. എത്ര വെറൈറ്റി റൈസും ബസുമതി ഉണ്ടെന്ന് ചോദിച്ചാൽ ബസുമതി 27 ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ 20,000 ആണോ 2 ലക്ഷം ആണോ എന്നേ കൺഫ്യൂഷൻ വരുള്ളൂ. അത് 2 ലക്ഷം റൈസ് വെറൈറ്റീസ് ആണ്. അപ്പം 3ാമത്തതാണ് മക്കളെ കറക്റ്റ് ആൻസർ. അതാർക്കും കൺഫ്യൂഷൻ ഇല്ല. 114ാമത്തെ ചോദ്യം നോക്കാം. BT ടോക്സിൻ ഏത് തരത്തിൽപ്പെട്ട ഇൻസെക്ട്സിനെ കൊല്ലും എന്നായിരുന്നു മക്കളെ. ലെപ്പിഡോപ്റ്ററൻസ് കറക്റ്റ് ആണ്, കോളിയോപ്റ്ററൻസ് ഇതിൽപ്പെട്ട എല്ലാ ഓർഗാനിസംസിനെയും മാത്രമേ അവൻ കൊല്ലുള്ളൂ. അപ്പൊ മക്കളെ ഓൾ ആർ കറക്റ്റ് ആണ് വരിക. ഓക്കെ, ഇതും കൺഫ്യൂഷൻ ആയോ സലീന? വെരി ഗുഡ്. 115ാമത്തെ ചോദ്യം ഒരാൾ പോലും കൺഫ്യൂഷൻ ആക്കില്ല. എന്താ കാരണം? താഴെ പറയുന്നതിൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലാത്തതാണ്. അപ്പൊ ഇത് ഏത് കൊച്ചുകുട്ടി, തൊട്ടിലിൽ കിടക്കുന്ന ആടിക്കൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടി പോലും ചെയ്യും. വൈറസ് ആണ് മക്കളെ കറക്റ്റ്. ബാക്കിയൊക്കെ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണ്. വൈറസ് ഒരു ഓർഗാനിസം അല്ല. 116 നോക്കും മക്കളെ. കാൽവിൻ സൈക്കിളിൽ ATP യൂട്ടിലൈസ് ചെയ്യുന്ന സ്റ്റെപ്പ്. കാർബോക്സിലേഷനിൽ ATP ഇല്ല. റിഡക്ഷനിൽ 12 ATP യൂട്ടിലൈസ് ചെയ്യും. അതേപോലെ തന്നെ മക്കളെ റീജനറേഷനിൽ എത്ര ATP യൂട്ടിലൈസ് ചെയ്യും? 6 ATP യൂട്ടിലൈസ് ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ബോത്ത് 2 and 3 ഇസ് ദ കറക്റ്റ് ആൻസർ.
ആണോ? യെസ്, ഇത് രണ്ടും കറക്റ്റ് ആണ്. അപ്പോൾ മക്കളെ നാലാമത്തതാണ് കറക്റ്റ് ആൻസർ. 117 നോക്കും മക്കളെ. എയ്ഡ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് സസ്പെക്റ്റഡ് HIV പേഷ്യൻസിൽ അത് PCR ആപ്ലിക്കേഷനായിട്ട് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചാണ് മക്കളെ. 118 നോക്ക്. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ഓർക്കാൻ എളുപ്പത്തിൽ PEP എന്ന് എഴുതിയാൽ ഒരിക്കലും നമ്മൾ മറക്കില്ല. C4 ചെടിയുടെ ആദ്യത്തെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ആണെന്നുള്ളത് ആരും പറയും മക്കളെ, ആരും പറയും. വീണ്ടും അടുത്ത ചോദ്യം നോക്കാം മക്കളെ. ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ്, ലൈറ്റ് ഡയറക്റ്റ് റോൾ ഇല്ലാത്തത് എവിടെയാന്ന് ചോദിച്ചാൽ മക്കളെ അത് ഡാർക്ക് റിയാക്ഷനിലാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്ന സ്ഥലം ഏതാ നോക്കിയാൽ മതി. അത് സ്ട്രോമ മെട്രിക്സ് അല്ലേ? അപ്പം 4 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? അതേ ടീച്ചറെ, 4 കറക്റ്റ് അല്ലേ? അപ്പോൾ അതും സെറ്റ്. 120 നോക്കി. അസിമിലേഷൻ ഓഫ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂള് 6 കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലാണ് 18 ATPയും 12 NADPHും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒറ്റ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ മക്കളെ 3 ATPയും 2 NADPHും അല്ലേ ഉപയോഗിക്കുക? 3 ATPയും 2 NADPHും അല്ലേ? യെസ് റൈറ്റ്. 121 നോക്കും മക്കളെ. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോട്ടോ റെസ്പിറേഷൻ യൂസ്ഫുൾ അല്ല, വേസ്റ്റ്ഫുൾ ആണ്. C4 പ്ലാന്റ്സ് മോർ എഫിഷ്യന്റ്. ദാറ്റ്സ് റൈറ്റ്. പിന്നെ ബാക്കിയുള്ള നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവനെയും ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 122 രണ്ടാമത്തതാണ്. അത് നമുക്ക് കിട്ടി. പിന്നെ ഒരു മാത്സ് ഓഫ് ഫോളോയിങ് ആണ്. മാത്സ് ഓഫ് ഫോളോയിങ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ല. ജോസഫ് പ്രീസ്ലി എന്ന് പറയുന്നത് ഓക്സിജൻ ഡിസ്കവർ ചെയ്ത അങ്കിളാണ്. അപ്പോൾ 1ഉം കറക്റ്റാണ്, 4ഉം കറക്റ്റാണ്. ഇഞ്ചൻ ഹൗസ് എന്തിലേക്കാന്ന് ചോദിച്ചാൽ ഇഞ്ചൻ ഹൗസ് ക്ലോറോഫിലിന്റെ ലൈറ്റിന്റെ പ്രാധാന്യം പറഞ്ഞു. അപ്പോൾ മക്കളെ C2 ആണ് കറക്റ്റ്, D3 ആണ്, 1 ആണ് കറക്റ്റ് മക്കളെ. അപ്പം മാത്സ് ഓഫ് ഫോളോയിങ് എൻ്റെ കുട്ടികൾ ഒരു കാരണവശാലും തെറ്റിക്കില്ല എന്ന് എനിക്കറിയാം. 123 ചോദ്യം നോക്ക്. താഴെ പറയുന്നതിൽ PS1ന്റെ സവിശേഷത ഏതാണ്? അപ്പം അത് ചിലപ്പം ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടാവും. അത് 680 തെറ്റാണ്. 700 ആക്ടിവേറ്റഡ് ആവുള്ളൂ. ശരിയല്ലേ മക്കളെ? അടുത്ത് നോക്കുക. റിയാക്ഷൻ സെൻറ്റർ 680, അതും തെറ്റാണ്. PS1 വാട്ടർ ഇൻവോൾവ്മെന്റ്, അതും തെറ്റാണ്. PS1 നോൺ സൈക്ലിക്കൽ ഇല്ല, അത് കറക്റ്റാണ് മക്കളെ. PS2 മാത്രമേ നോൺ സൈക്ലിക്കൽ ഉള്ളൂ, അത് മാത്രമാണ് കറക്റ്റ്. അപ്പം 123 4 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി 124 നോക്കും മക്കളെ. ക്രൊമാറ്റോഗ്രാഫി വഴി ലീഫിൻ്റെ അകത്ത് കളർ നോക്കിയപ്പം ഈ പറയുന്ന പിഗ്മെന്റ് ഏതാന്നാണ് ചോദ്യം. ഓക്കെ, ഏത് കളറ് മക്കളെ? ബ്ലൂയിഷ് ഗ്രീൻ കളറാണ് ചോദിക്കുന്നത്. അപ്പൊ ബ്ലൂയിഷ് ഗ്രീൻ കളറ് ഒരാൾക്കേ ഉള്ളൂ. അതാർക്കാ? ക്ലോറോഫിൽ. ഇത് പലർക്കും കൺഫ്യൂസ്ഡ് ആയി എന്ന് എനിക്കറിയാം. ക്ലോറോഫിൽ എക്കാണോ ബിക്കാണോ? ബ്ലൂയിഷ് ഗ്രീൻ. മറ്റവൻ യെലോയിഷ് ഗ്രീൻ ആണ്. ബ്ലൂയിഷ് ഗ്രീൻ ക്ലോറോഫിൽ A മാത്രമേ ഉള്ളൂ മക്കളെ. വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ്ങിലേക്ക് ഓടി വന്നു. ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്നത് ആരാ എന്ന് ചോദിച്ചാൽ സെലക്ടബിൾ മാർക്കർ. അപ്പം 3. അതേപോലെ എത്തിഡിയം ബ്രോമൈഡ് ആരാന്ന് ചോദിച്ചാൽ അത് അഗാറോസിനെ സ്റ്റെയിൻ ചെയ്യുന്ന ആളല്ലേ? അഗാറോസിനെ സ്റ്റെയിൻ ചെയ്യുന്ന 4 രണ്ടും കട്ടയ്ക്ക് നിൽക്കുകയാണ്. C എന്ന് പറയുന്ന DNA ലിഗേസ് ആരാ? ജോയിനിങ് ആണ്. അപ്പം 3-ലെ കറക്റ്റ്. അപ്പം 2 മക്കളെ കറക്റ്റ്. 2-ലെ കറക്റ്റ്. 4 കാൽസ്യം എന്ന് പറയുന്നത് കോമ്പീറ്റന്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നല്ലേ? ഓക്കെ ശരിയല്ലേ മക്കളെ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ PS1 123 ആരോ കൺഫ്യൂഷൻ പറയുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PS1 ആണ് ചോദിക്കുന്നത്. PS1ന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് നോൺ സൈക്ലിക്കൽ, അതുണ്ട്. PS1ന്റെ ഒരു സവിശേഷതയാണ് ചോദിച്ചത്. PS1 നോൺ സൈക്ലിക്കൽ ഉണ്ട്, അത് തെറ്റല്ലോ. അത് ശരിയാണ്. അപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത്, അത് 4-മത്തെ തന്നെയാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ മക്കളെ. 126 നോക്ക്. സൂക്രോസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏത് എൻസൈമിന്റെ സഹായത്തോടെയാണ്? ഒരു സംശയമില്ല, നമുക്ക് കൃത്യമായിട്ട് നമ്മൾ റെസ്പിറേഷനിൽ പഠിച്ചാണ്. ഇൻവെർട്ടേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ റെസ്പിറേഷന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽവിൻ സൈക്കിളിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഓക്കെ അർജുൻ അങ്ങനെയാണോ പറഞ്ഞത്? ഓക്കെ, അത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. സാധാരണ PS2 ആണ് നോൺ സൈക്ലിക്ക് പെട്ടെന്ന് കേൾക്കുമ്പം, PS1 ഉണ്ട്. അതുകൊണ്ടാട്ടോ അർജുനെ. ശരി,
അപ്പൊ നോക്കാം, മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ് ഓഫ് കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിളിലെ ആദ്യത്തെ സ്റ്റെപ്പല്ലേ മക്കളെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്? ഓക്കെ, അപ്പൊ നമ്മൾ ഏതാ പറയാ മക്കളെ? കാർബോക്സിലേഷൻ അല്ലേ? കാർബോക്സിലേഷൻ അല്ലേ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ്? കാരണം അവിടെയല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റ് ചെയ്ത് RuBp-യുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ മക്കളെ കാർബോക്സിലേഷൻ ആണ് ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ്. പല ആൾക്കാരും തെറ്റിദ്ധരിക്കും ഗ്ലൂക്കോസ് സൂക്രോസ് ഉണ്ടാവുന്ന സ്റ്റെപ്പാണ്, പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പാണ് മക്കളെ ഏറ്റവും ക്രൂഷ്യൽ. NCERT-യിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് നമ്മൾ ഇന്നലെ ചെയ്തു പോയതാണ്. പ്രോട്ടീൻസ് ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എങ്കിൽ ഒരു സംശയവുമില്ല എൻ്റെ ടീച്ചറെ, 0.9 ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവും അവിടെ ഇല്ല. ശരിയല്ലേ മക്കളെ? അതേ ടീച്ചറെ, ഒരു തരത്തിൽ നമ്മൾ തെറ്റിക്കില്ല. അടുത്ത ചോദ്യം നോക്ക്, ക്രബ് സൈക്കിൾ. അപ്പൊ ക്രബ് സൈക്കിളിനെ മനസ്സിലേക്ക് കൊണ്ടുവരാം. GTP ഉണ്ടാവുന്നത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ അല്ലേ? ആണോ മക്കളെ? അതേ ടീച്ചറെ, അത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷനാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. അതേ ടീച്ചറെ, ഓർമ്മയുണ്ട്. അതായത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആയിട്ട് മാറിയില്ലേ? അപ്പൊ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് ഡയറക്റ്റ് ആയിട്ടല്ലേ ഉണ്ടായത്? അപ്പൊ അത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ അല്ലേ? അപ്പൊ ഫസ്റ്റ് വൺ അല്ലേ കറക്റ്റ് മക്കളെ? ഫസ്റ്റ് വൺ അല്ലേ കറക്റ്റ്? അതേ ടീച്ചറെ, ഒരു സംശയമില്ല. ഓക്കെ മക്കളെ, 130 നോക്കാം. മൈറ്റോകോൺഡ്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കോംപ്ലക്സ് 3 ആരാന്നാണ് ചോദ്യം. അതും ഒരു തർക്കവുമില്ല എൻ്റെ ടീച്ചറെ. സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. BC1 കോംപ്ലക്സ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 131 ചോദ്യം നമ്മൾ കഴിഞ്ഞ വർഷത്തെ നീറ്റിന്റെ ചോദ്യമാണ്. വിഷ്ണു, നീ ഇപ്പൊ ചോദിച്ച സംഗതിയില്ലേ സക്സിനേൽ കോഎൻസൈം സക്സിനിക് ആസിഡ്, അത് നമ്മുടെ NCERT-യിലെ വെച്ചിട്ട് പറയാൻ പറ്റില്ല. അത് സാധാരണ ക്രബ് സൈക്കിൾ പറയുമ്പോൾ പറയാം. NCERT-യിലുള്ള ക്രബ് സൈക്കിൾ മാത്രം വെച്ച് പോവാം. ഓക്കെ, ആ ചിത്രം അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ മക്കളെ, ഫോമന്റേഷനിലേക്ക് വന്നാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഗതി കാണാം. മക്കളെ എവിടെയാണ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയാം? എമൗണ്ട് ഓഫ് എനർജി ട്രാപ്പ് ചെയ്യുന്നത് ഓക്കെ 7% ആണോ, മോർ ദാൻ ആണോ, അതോ ലെസ് ദാൻ ആണോ, അതോ മോർ ദാൻ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാം? ഒരു സംശയമില്ല മക്കളെ, ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഇസ് ലെസ് ദാൻ 7% ഓഫ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ഗ്ലൂക്കോസ്. വളരെ വ്യക്തമായിട്ട് നമ്മുടെ NCERT-യിൽ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ് മക്കളെ ഫോമന്റേഷന്റെ പ്രത്യേകത. ആർക്കെങ്കിലും അതൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. ആർക്കെങ്കിലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലല്ലോ, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ഫോമന്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ സെന്റൻസ് ആയിരുന്നു. ഓക്കെ, വിസ്മയ പറയുന്നുണ്ട് ബോട്ടണി ചെയ്യാൻ തുടങ്ങിയപ്പം അഡ്രിനാലിൻ ഹോർമോൺ കയറി, പിന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം മക്കളെ ആദ്യം ബോട്ടണി ചെയ്യണം. ഓക്കെ, സലീന ക്വസ്റ്റ്യൻ പോലും വായിച്ചില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, അടുത്ത് നോക്കുക. സെല്ലുലാർ റെസ്പിറേഷനിൽ FADH ഉണ്ടാവുന്ന സ്ഥലം എവിടെ? അപ്പോൾ വീണ്ടും നമ്മൾ NCERT-യിൽ തന്നെ നോക്കുകയാണെങ്കിൽ സക്സിനേറ്റ് മാലേറ്റ്, സക്സിനിക് ആസിഡിന്റെ സാൾട്ട് ആണല്ലോ ഈ പറയുന്ന സക്സിനേറ്റ്. അപ്പോൾ സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആവുമ്പോഴാണ് FADH ഉണ്ടാവുന്നത്. അത് ഒരാൾക്കും തർക്കം വരില്ല, കാരണം NCERT-യിൽ ആ ചിത്രത്തിൽ അങ്ങനെ തന്നെ കാണാം നിങ്ങൾക്ക് സക്സിനിക് ആസിഡും മാലിക് ആസിഡും. 133 ചോദ്യം നോക്കും മക്കളെ. താഴെ പറയുന്ന റിയാക്ഷനിൽ ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യുന്നത് എവിടെ? ഗ്ലൈക്കോളൈസിസ് ആണ് സംഭവം. വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ 2-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ് ആവുമ്പം മക്കളെ ശരിയല്ലേ? ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ലാസ്റ്റ് സ്റ്റെപ്പിന്റെ തൊട്ട് മുമ്പിലുള്ള സ്റ്റെപ്പ് ഇവിടെയല്ലേ മക്കളെ വാട്ടർ റിലീസ് ചെയ്യുന്നത്? പല തവണ നീറ്റിൽ നമ്മളെ ചതിച്ച ചോദ്യമാട്ടോ. ഒരു കാരണവശാലും ഈ ചോദ്യത്തെ നമ്മൾ തോൽപ്പിച്ച് വീഴ്ത്തണം. നമ്മളെ തോൽപ്പിക്കാൻ ഈ ചോദ്യം നിൽക്കരുത്. 134 നോക്കും മക്കളെ. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ വളരെ ആലോചിച്ച് ചെയ്യണം. TCA സൈക്കിളിലെ എൻസൈം മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സ് കറക്റ്റ് ആണ്. ഗ്ലൈക്കോളൈസിസ് സൈറ്റോപ്ലാസത്തിൽ, സൈറ്റോസോൾ എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം കറക്റ്റ് ആണ്. ഗ്ലൈക്കോളൈസിസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്
NAD സപ്ലൈ ചെയ്താലേ ഹൈഡ്രജൻ വാങ്ങി NADH ആവുള്ളൂ. അതും കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ഔട്ടർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ തെറ്റി. ഒരിക്കലും അത് ഔട്ടർ എന്ന് നമ്മൾ ഒരു കാരണവശാലും പറയാൻ പാടില്ല. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ആണ്. ഒരു കാരണവശാലും നമ്മളിത് പറയാൻ പാടില്ലായിരുന്നു. അപ്പം മക്കളെ കറക്റ്റ് ആൻസർ ഏതാ എന്ന് ചോദിച്ചാൽ 4ാമത്തേതാണ് മക്കളെ അതിന് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, 135ാമത്തെ ചോദ്യം നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. നോക്കാം, NADH ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞാൽ 4ാമത്തെയാണ്, കോംപ്ലക്സ് 1. അപ്പൊ മക്കളെ A ഫോർ 4 B ഫോർ സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. ഇത് 2 3 4 4 കൊടുത്തിരിക്കുന്നത്. സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏതാ മക്കളെ? അത് കോംപ്ലക്സ് 3 ആണ്. അപ്പൊ കോംപ്ലക്സ് 3 ആണ്. അപ്പൊ 2 ഇത് രണ്ടും തെറ്റി. ഇനി ATP സിന്തേസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് 5 ആണ്. അപ്പൊ 1 ആണ് കറക്റ്റ്. ഇത് 3 ആണ് മക്കളെ. 1 ആണ് കറക്റ്റ് ആൻസർ. 135 1 ആണ്. ഓക്കെ. സുബിനാക്ക് ചോദിക്കുന്നുണ്ട് ഫോട്ടോ സിസ്റ്റം 1ന്റെ റിയാക്ഷൻ സെന്റർ 680 ശരിയല്ലേ എന്ന്. അതെന്താ സുബിന? ഫോട്ടോ സിസ്റ്റം 1ന്റെ റിയാക്ഷൻ സെന്ററിന്റെ മാക്സിമം അബ്സോർപ്ഷൻ 700 അല്ലേ മക്കളെ? ഫോട്ടോ സിസ്റ്റം 1ന് 700 അല്ലേ സുബിന മോളെ നീ എവിടെയാ? 136ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു. ഓക്കെ, അനുഷ്ക എന്താ സംശയം? നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത പരീക്ഷ ഉണ്ടോ നീറ്റ്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ് ഫോർ ക്രബ് സൈക്കിൾ? താഴെ പറയുന്നതിൽ ഏതാണ് മക്കളെ റോങ് സ്റ്റേറ്റ്മെന്റ് ഫോർ ക്രബ് സൈക്കിൾ? നോക്കൂ മക്കളെ, ദർ ആർ 3 പോയിന്റ്സ്. 3 സ്ഥലത്ത് NADH ഉണ്ടാവും. ശരിയല്ലേ? സൈക്കിൾ എടുത്ത് ഫ്രണ്ടിൽ വെക്കടാ. ആ സലീന മോളെ പറഞ്ഞു കൊടുക്ക് 700 നാനോമീറ്റർ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. സുബിന കണ്ട എൻ്റെ മക്കൾ പറയുന്ന കണ്ട, സലീന മോളും ഫാബി മോളും പറയുന്ന കണ്ട ആൻസർ തുരുതുര വരുന്ന കണ്ട. നോക്കാം, ഒരു സ്ഥലത്ത് മാത്രമേ FADH ഉണ്ടാവുന്നുള്ളൂ. അതും ശരിയാണ്. ചോദിച്ചത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. സക്സിനൈൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആകുമ്പം GTP ഉണ്ടാവും. അത് വളരെ കറക്റ്റ് ആണ്. ശരിയല്ലേ? സക്സിനിക് ആസിഡ് ഉണ്ടാവുമ്പോൾ GTP ഉണ്ടാവും. അപ്പൊ അവസാനത്തെ നോക്കാം, ക്രബ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എസറ്റൈൽ കോഎൻസൈമെ പൈറുവിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ആരാണ് ഈ തെറ്റ് ഇവിടെ എഴുതിയത്? എസറ്റൈൽ കോഎൻസൈമെ ആരുമായിട്ടാ കമ്പൈൻ ചെയ്യാം? ഓക്സാലോ അസറ്റിക് ആസിഡ്. അപ്പോൾ ഇത് തെറ്റല്ലേ ടീച്ചറെ? എന്താ സംശയം മക്കളെ? ഇത് തെറ്റാണ്. അപ്പൊ 4ാമത്തതല്ലേ ശരിയായ ഉത്തരം. ഒരു ഡൗട്ടും ഇല്ല ടീച്ചർ, ഒരു ഡൗട്ടും ഇല്ല. 137ാമത്തെ ചോദ്യത്തിന് മുമ്പിൽ എന്റെ കുട്ടികൾ ഒരു നിമിഷം പകച്ചു. ഗ്ലൈക്കോളൈസിന്റെ സ്റ്റെപ്പിൽ ലാസ്റ്റ് എല്ലാവരും അറിയാം. ലാസ്റ്റ് ചോദിച്ചപ്പം ഒരു നിമിഷം പകച്ചു. പക്ഷെ എന്റെ കുട്ടികൾ ധൈര്യം ചോരാതെ പിടിച്ചു നിന്നു. എങ്ങനെ പിടിച്ചു നിന്നു ടീച്ചർ? എങ്ങനെ പിടിച്ചു നിന്നാൽ ആദ്യത്തെ സ്റ്റെപ്പ് ഓർഡറിൽ പഠിച്ചു പോയ പോരെ. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ 1. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാ? ഇപ്പൊ താഴെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മക്കളെ ഇതാ ഇങ്ങനെ തുടങ്ങി. ഏറ്റവും അവസാനം 1. പിന്നെ ദാ ഇവനാണ് 2. പിന്നെ ദാ ഇവനാണ് 3. ദാ ഇവനാണ് 4. ഏറ്റവും ആദ്യം വരുന്നത് 5. അപ്പൊ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവും. അപ്പൊ നോക്കാം മക്കളെ എങ്ങനെയാ വരണ്ടേന്ന് ചോദിച്ചാൽ ഈ ഡാ ക ബ ആ ഇങ്ങനെയല്ലേ വരേണ്ടത്? സോറി ഈ കഴിഞ്ഞു. ആദ്യം ഈ അല്ല, ആദ്യം സി ആണ് വരേണ്ടത്. ഓക്കെ. അപ്പൊ മക്കളെ ആദ്യം സി അല്ല, ആദ്യം ഇ ആണ് വരേണ്ടത്. ദെൻ ഡി, ദെൻ മൂന്നാമത്തെ എവിടെ? എ ആണ്, പിന്നെ ബി ആണ്, പിന്നെ സി. എടാ ബി സി. എവിടെ എടാ ബി സി? അപ്പൊ എടാ ബി സി കണ്ട, രണ്ടാമത്തതാണ് മക്കളെ കറക്റ്റ് ആൻസർ. EDABC. ഓക്കെ. ഓപ്ഷൻ പകച്ചില്ല എന്ന് നമ്മുടെ സിയമോള് പറയുന്നുണ്ട്. ഓക്കെ, 2 ആണോ കിട്ടിയത്? രണ്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. രണ്ടാമത്തെ ഓപ്ഷനാണ്. കുറച്ചൊന്ന് ചിന്തിച്ചു പോകും പെട്ടെന്ന്. എടാ ബി സി. ഓക്കെ, 137ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ്. 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ മക്കളെ, എൻ പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ATPയും വാട്ടറാണ്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഫസ്റ്റ് കണ്ട മേഘ്ന പറയുന്നു ആദ്യം കിളി പോയെങ്കിലും അത് കറക്റ്റ് ആക്കി. കൺഗ്രാറ്റുലേഷൻസ് മക്കളെ. എന്റെയും കിളി പോയി, സത്യം പറയാലോ, എന്റെയും കിളി പോയി. എന്നാലും നമ്മൾ വേഗം റെഡിയാക്കി. അപ്പൊ നോക്കുക, ATPയും വാട്ടറും ഉണ്ടാവുന്നതാണ്
അവസാനം. ഓക്കെ, അത് കറക്റ്റ് ആണ്. അടുത്ത് നോക്കും മക്കളെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ബിഗിൻസ് വിത്ത് റിഡക്ഷൻ ഓഫ് NADH. തെറ്റ്. എങ്ങനെയാ മക്കളെ റിഡക്ഷൻ നടക്കാം? അവിടെ NADH ബ്രേക്ക് ചെയ്യല്ലേ, NADHന്റെ ഓക്സിഡേഷൻ അല്ലേ നടക്കാം. NADH ഓക്സിഡൈസ് ചെയ്യും, എന്നിട്ട് NADയിൽ നിന്നും ഹൈഡ്രജൻ പോവല്ലേ, അമ്മയെ കാണാൻ പോകില്ലേ? അല്ലേ? ശരി, ഓക്കെ മക്കളെ. അപ്പൊ പിന്നെ ഒന്നാമത്തത് കറക്റ്റ്, രണ്ടാമത്തെ ശരി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ്. മക്കളെ മൂന്നല്ലേ കറക്റ്റ്. അത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാവില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കും നിങ്ങൾ. പെട്ടെന്ന് ശരിയാന്ന് തോന്നും, യഥാർത്ഥത്തിൽ അത് തെറ്റാന്നുള്ളത് ചിന്തിക്കണം. കാരണം NADH ബ്രേക്കിംഗ് ആണ്, അപ്പൊ റിഡക്ഷൻ അല്ല എന്നുള്ളത് ചിന്തിക്കണം. മക്കളെ 139 നോക്കാം. ഓഡ് സ്റ്റേറ്റ്മെന്റ്, ഒഴിവാക്കേണ്ട സ്റ്റേറ്റ്മെന്റ്. അപ്പൊ തെറ്റേതാ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓഡ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ പ്ലാന്റ് റെസ്പിറേഷൻ. നോക്കാം മക്കളെ, ഗ്ലൂക്കോസ് സൂക്രോസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് കറക്റ്റ് അല്ലേ മക്കളെ? അതിലൊരു സംശയമില്ല. ഓക്കെ, ഇൻവേർട്ടേഴ്സ് ആക്ട് ഓൺ സൂക്രോസ് ടു റിലീസ് ഔട്ട് ഓഫ്. ഇൻവേർട്ടേഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. കൊച്ചുകുട്ടി പോലും സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് കറക്റ്റ് എന്ന് പറയും. മൂന്നാമത്തെ നോക്കുക, ഗ്ലൂക്കോസും സൂക്രോസും ഇൻ ദ പ്രസൻസ് ഓഫ് എക്സോകൈനേസ്. തെറ്റ് ടീച്ചറെ, തെറ്റ്. അവിടെ സൂക്രോസ് അല്ല വരേണ്ടത്. പിന്നെ ആരാ ടീച്ചറെ അവിടെ വരേണ്ടത്? അവിടെ ഫ്രക്ടോസ് ആണ് മക്കളെ വരേണ്ടത്. അവിടെ ഫ്രക്ടോസ് ആണ് വരേണ്ടത്. You got it. NCERTയിൽ വ്യക്തമായിട്ട് ഗ്ലൈക്കോളൈസിന്റെ ചാർട്ട് കൊടുത്ത സ്ഥലത്തുണ്ട് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആ ഫോസ്ഫോറൈലേറ്റഡ്. അപ്പൊ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ചോദ്യം പലരും തെറ്റിച്ചു എന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, മാഷെ എന്ത് ചോദ്യമാണ് ഉണ്ടാക്കിയത് മാഷെ എന്നൊക്കെ പറഞ്ഞു. അത് പരാജയപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞു. പരാജയമാണ് മക്കളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി. 140 ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഇസ് കറക്റ്റ് അബൌട്ട് എഗ്രോബാക്ടീരിയം ടോമിഫേഷൻസ്? കണ്ട, എഗ്രോബാക്ടീരിയം ടോമിഫേഷൻസ് അത് മോണോകോട്ടിന്റെ പാത്തോജൻ ആണ്. തെറ്റ്. നമ്മളോട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്, അപ്പൊ അത് തെറ്റാണ്. അടുത്ത് നോക്കാം മക്കളെ, ഇറ്റ് ഈസ് ഏബിൾ ടു ഡെലിവർ എ പീസ് ഓഫ് DNA, tDNA, ടു ട്രാൻസ്ഫോം ബാക്ടീരിയൽ സെൽ ആൻഡ് ഡയറക്ട് ദ സെൽ ടു പ്രൊഡ്യൂസ് കെമിക്കൽ. എന്തൊക്കെയാണ് ടീച്ചർ ഈ പറയുന്നത്? അപ്പൊ അത് തെറ്റല്ലേ? അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചു എന്ന് ടീം കട്ടഡീസ് പറഞ്ഞു. എടാ, എങ്ങാനും ഇനി തെറ്റിച്ചാല് നോക്ക. TI പ്ലാസ്മിഡ് മക്കളെ നൗ മോഡിഫൈഡ് ഇൻ ടു എൻ എക്സ്പ്രഷൻ വെക്ടർ. ആയിക്കോട്ടെ, TI പ്ലാസ്മിഡിനെ മോഡിഫൈ ചെയ്തിട്ട് എക്സ്പ്രഷൻ വെക്ടർ ആയിട്ട്, TI പ്ലാസ്മിഡിനെ മോഡിഫൈ ചെയ്തിട്ട് എക്സ്പ്രഷൻ വെക്ടർ ആയിട്ടാണോ മാറ്റേണ്ടത്? അതിനെ നമ്മൾ എന്തായിട്ടാണ് മാറ്റേണ്ടത്? നോർമൽ വെക്ടർ ആയിട്ടല്ലേ? അതല്ലല്ലോ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കുത്തി വെക്കല്ലേ, വേറൊരു DNA എക്സ്പ്രസ് ചെയ്യുക. TI പ്ലാസ്മിഡ് വെക്ടർ മാത്രമല്ലേ, വെക്ടർ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ TI പ്ലാസ്മിഡ് ഇസ് മോഡിഫൈഡ് ഇൻ ടു എ ക്ലോണിംഗ് വെക്ടർ. ദാറ്റ് ഈസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. TI പ്ലാസ്മിഡിനെ ക്ലോണിംഗ് വെക്ടർ ആക്കി മാറ്റി. അത് പക്ഷേ പാത്തോജനിക് അല്ല. ദാറ്റ് ഇസ് ദ റൈറ്റ് മക്കളെ, ദാറ്റ് ഇസ് ദ റൈറ്റ്. കണ്ട. ശരി, അങ്ങനെയാണെങ്കിൽ 140 നമ്മൾ പെർഫെക്റ്റ്ലി റെഡി. 141st ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് എൻസൈംസ് പ്രോസസ് in the order of the use of the certain experiment in genetic engineering. ഓക്കെ, എൻ്റെ വിഷ്ണു നിനക്ക് മുഴുവൻ ശരിയാക്കാമായിരുന്നു NCERT തറോ ആയിരുന്നെങ്കിൽ. നോക്കുക, ഓർഡർ ഓഫ് എൻസൈംസ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആദ്യം പറയേണ്ടത് ആരെക്കുറിച്ചാന്ന് ചോദിച്ചാൽ ഡിസൈഡ് ജീനാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പം 3. അടുത്തതായിട്ട് എടുക്കേണ്ടത് ഏതാന്ന് ചോദിച്ചാൽ മക്കളെ, അടുത്തതായിട്ട് റെസ്ട്രിക്ഷൻ എൻസൈമാണ്. അപ്പൊ മക്കളെ 2. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒട്ടിക്കണം. അപ്പൊ ലിഗേസ്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ അത് രണ്ടും കറക്റ്റ് ആണ്. ലാസ്റ്റ് എക്സ്പ്രഷൻ. അപ്പൊ മക്കളെ 3, 2, 1, 4, 5 ഒന്നാമത്തതാണ് മക്കളെ കറക്റ്റ് ആൻസർ. പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യെങ്കിലും അത് റെഡിയാക്കും നിങ്ങൾ. ഓക്കെ മക്കളെ, 142ാമത്തെ ചോദ്യം നോക്ക്. ടാഗ് DNA polymerase is used in the polymerase chain reaction. ടാഗ് DNA polymerase ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫാസ്റ്റർ ആണ്, റിപ്ലിക്കേറ്റ് ഇതൊന്നുമല്ല, അത് തെർമോസ്റ്റേബിൾ. 4ാമത്തതാണ് മക്കളെ കറക്റ്റ്. അതൊക്കെ സെക്ഷൻ B ആണ്.
പക്ഷെ സെക്ഷൻ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഇതൊക്കെ 143 വീണ്ടും അസേർഷൻ റീസൺ. റെസ്ട്രിക്ഷൻ എൻസൈം DNA സ്ട്രാൻഡ്സ് കട്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റിക്കി എൻസ് ഉണ്ടാക്കും. വളരെ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. റീസൺ നോക്കുക, സ്റ്റിക്നെസ് ഓഫ് ദ എൻസ് ഫെസിലിറ്റേറ്റ് ദ ആക്ഷൻ ഓഫ് ദ എൻസൈം DNA പോളിമറൈസ്. തെറ്റ്, തെറ്റ്. സ്റ്റിക്കി എൻ ആരടാ? സ്റ്റിക്കി എൻ പോളിമറൈസ് ആരടാ? അവൻ ആര്? അവൻ ലിഗേസ് ആണോ? അല്ല. അപ്പൊ അത് തെറ്റാണ്, അത് തെറ്റാണ് മക്കളെ. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? എ ട്രൂ ആണ്, 6 ഫോൾസ് ആണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തി. 6 ഫോൾസ് ആണ് നിഗമനത്തിലേക്ക് എത്തി. ഇനി ഇത് ചെയ്തവർ നോക്ക്, ജെൽ ഇലക്ട്രോഫോറസിസ്. ഈ ജെൽ ഇലക്ട്രോഫോറസിസ് കോമൺലി പ്രിപ്പയർഡ് ബൈ ഏതാ മക്കളെ? കോമൺലി പ്രിപ്പയർഡ് ബൈ അഗാറോസ് ഉണ്ട്, കറക്റ്റ് ആണ്. എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ്, അതും കറക്റ്റ് ആണ്. അത് നാച്ചുറൽ പോളിമർ ആണ് മക്കളെ, നാച്ചുറൽ. അതൊരു നാച്ചുറൽ പോളിമർ ആണ്. ഇറ്റ്സ് നോട്ട് എ സിന്തറ്റിക്. അത് സിന്തറ്റിക് അല്ല, അത് സിന്തറ്റിക് അല്ല മക്കളെ. 1ഉം 2ഉം ശരിയായതുകൊണ്ട് ബോത്ത് 1 and 2 അല്ലേ കറക്റ്റ്? അതെ ടീച്ചറെ, അതെ. 145 ചോദ്യം നോക്ക്. വിത്ത് റിഗാർഡ് ടു ഇൻസുലിൻ, ഓയേ 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 ഇൻസുലിൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. നോക്കൂ മക്കളെ, ഇൻസുലിൻ സി പെപ്റ്റൈഡ് മെച്യൂർ ഇൻസുലിൻ ഇല്ല. അപ്പം അത് കറക്റ്റാണ്. എ കറക്റ്റാണ്, എ കറക്റ്റാണ്. ഓക്കെ, എ കറക്റ്റ്. 2 ഓപ്ഷൻ വന്നു. ഇൻസുലിൻ പ്രൊഡ്യൂസ് ബൈ റീകോംബിനന്റ് DNA ടെക്നോളജി, അത് സി പെപ്റ്റൈഡ്. തെറ്റ്. എന്തൊക്കെയാ ടീച്ചർ പറയുന്നത്? റീകോംബിനന്റ് DNA ടെക്നോളജി വഴി ഉണ്ടാക്കിയതാണ് സി പെപ്റ്റൈഡ് എന്നോ? അല്ല. അടുത്ത് നോക്ക്, പ്രോ ഇൻസുലിൻ്റെ അകത്ത് സി പെപ്റ്റൈഡ് ഉണ്ട്, കറക്റ്റ്. അപ്പം മക്കളെ എ കറക്റ്റാണ്, സി കറക്റ്റാണ്. അടുത്ത് നോക്കാം മക്കളെ, എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും ഇന്റർകണക്റ്റഡ് ബൈ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്, അതും കറക്റ്റാണ് എന്ന് നമുക്കറിയാം. അപ്പൊ എ സി ഡി, എ സി ഡി. അപ്പൊ മക്കളെ ഏതാ കറക്റ്റ് ആൻസർ? Number one is the right answer. Number 1 is the right answer. 146 നോക്ക് മക്കളെ. ഹ്യൂമലൻ ഐഡന്റിഫൈ ദ ഇൻകറക്ട്ലി മാച്ച്, തെറ്റായ മാച്ചിങ് ഏതാണ് ടീച്ചറെ? ഹ്യൂമലിൻ ഫസ്റ്റ് തെറാപ്യൂട്ടിക് റീകോംബിനന്റ് DNA, കറക്റ്റ് ആണല്ലോ, കറക്റ്റ് ആണല്ലോ. RNA ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ സൈലൻസിങ് ഓഫ് mRNA, കറക്റ്റ് ആണല്ലോ, കറക്റ്റ് ആണല്ലോ, കറക്റ്റ് ആണല്ലോ. അതും സത്യസന്ധമായ സ്റ്റേറ്റ്മെന്റ്. റോസിമോളെ കുറിച്ച് പറയുമ്പം വേറെ ആരെ കുറിച്ച് പറഞ്ഞാലും റോസിമോളെ കുറിച്ച് പറയുന്നത് ട്രാൻസ്ജീനിക് ഷീപ്പാണ്. ആൽഫ-1 ആന്റി ട്രിപ്സിൻ എംഫിസമിക് ആണ്. ഇവിടെ തന്നെ വേറൊരു ചോദ്യമുണ്ട്, ഒരു സംശയമില്ലാതെ ബി സെക്ഷനിലെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. റോസിമോളെ കുറിച്ച് പറഞ്ഞത് തെറ്റിപ്പോയി. 147 ചോദ്യം നോക്കാം. താഴെ പറയുന്ന ഡിസീസിൽ ട്രാൻസ്ജീനിക് ആനിമൽസ് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിസീസ് ഏതൊക്കെ? അൾഷിമേഴ്സ് ഉണ്ട്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, സിസ്റ്റിക് ഫൈബ്രോ, ക്യാൻസർ. എവറിത്തിങ് ഇസ് ദർ. ABCD, ABCD എല്ലാം കറക്റ്റ്. 48 നോക്കാം മക്കളെ. ATP സിന്തസിസ് ഉണ്ടാവുന്ന പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫോട്ടോഫോസ്ഫോറൈലേഷൻ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ബോട്ടെ, കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. പെട്ടു. ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ദ മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ ആണ് ടീച്ചർക്ക് വേണ്ടത്. ദ മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ. നിങ്ങൾ ഫോട്ടോഫോസ്ഫോറൈലേഷൻ പറയോ, കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പറയോ, നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ 1 മാത്രമേ ചെയ്യുള്ളൂ എന്ന് നിങ്ങളുടെ ടീച്ചർക്കറിയാം. യു ആർ ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് ടീം. ഒക്കെ നിങ്ങളത് ശരിയാക്കുമെന്ന് എനിക്കറിയാം. 149 ചോദ്യം നോക്കുക. സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക, ലൈറ്റ് റിയാക്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട്, എന്നിട്ട് ഏതാ കറക്റ്റ് എന്നുള്ളത് പറയാൻ പറ്റുമോ നോക്കാം മക്കളെ. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്, hundreds of pigment molecules bound to protein. Absolutely right. അടുത്ത് നോക്കാം മക്കളെ. വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ്, PS2 അസോസിയേറ്റഡ്. ആബ്സല്യൂട്ട്ലി റൈറ്റ് മക്കളെ. അങ്ങനെയാണെങ്കിൽ ബോത്ത് ആപ്പിളും ബോണ്ടിയും രണ്ടും കറക്റ്റാണ് എന്നതിൽ ഒരു സംശയമില്ല മക്കളെ. അങ്ങനെയാണെങ്കിൽ ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ മക്കളെ, അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. എസേർഷൻ നോക്കാം. 30 recombinant therapeutics have been approved for human race worldwide. കണ്ടോ മക്കളെ, 30 recombinant therapeutics have been approved for human use worldwide. സത്യമാണോ അല്ലയോ? ഓക്കെ, സത്യമാണോ അല്ലയോ?
ഓക്കെ, ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ. ഓക്കെ, അത് കറക്റ്റ് ആണ് എന്നുള്ള ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇന്ത്യയിൽ 12 എണ്ണമാണ് നിലവിൽ മാർക്കറ്റ് ചെയ്യുന്നത്. 30 എണ്ണം ഓൾ ഓവർ ദ വേൾഡ്, ഇന്ത്യയിൽ 12 എണ്ണം. ദാറ്റ് അബ്സല്യൂട്ട്ലി റൈറ്റ്. രണ്ടും ശരിയായ സ്ഥിതിക്ക് നമുക്ക് 3 അല്ല 4 അല്ല നിങ്ങൾക്കറിയാം. ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളതാണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഓൾ ഓവർ ദ വേൾഡ് 30, ഇന്ത്യയിൽ 12. അതെങ്ങനെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവും? അപ്പൊ രണ്ടും സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് മക്കളെ. പക്ഷേ റീസൺ അതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല മക്കളെ. എനിക്ക് തോന്നുന്നു എല്ലാ ചോദ്യങ്ങളും ശരിക്കും നിങ്ങൾക്ക് ചെയ്ത് ആൻസർ ചെയ്യാമായിരുന്ന ചോദ്യങ്ങളൊക്കെയാണ്. ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആയിട്ടുള്ള 1-2 ചോദ്യങ്ങൾ ഉണ്ട് എന്നല്ലാതെ ബാക്കിയെല്ലാം തന്നെ ചെയ്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാമായിരുന്നു. എനിയാവും മക്കളെ, ഓൾ ദ ബെസ്റ്റ്. ഇത് മുഴുവനും ശരിയാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊന്തിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ മുഴുവൻ ബോട്ടണി ക്വസ്റ്റ്യൻ മക്കളെ, ബയോളജിയാണ് നമ്മുടെ ഡിറ്റർമിനിങ് ഫാക്ടർ എന്ന് ഒരിക്കൽ കൂടി ഞാനും മനോജ് സാറും കൂടി ഒന്നിച്ചു പറയും. സാറ് നിങ്ങളെ കാത്തിരിക്കുകയാണ് സുവോളജിയിലെ അടിപൊളി ക്വസ്റ്റ്യൻസിന്റെ അടിപൊളി കീ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ മക്കളെ, സോ സാർ റെഡിയാണ് മക്കളെ. വീണ്ടും നമ്മൾ കണ്ടുമുട്ടാം, വീണ്ടും അടുത്ത എക്സാമിനേഷൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അജയ് സാറേ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾ തന്നെ ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു അടിപൊളി ക്ലാസ്സുമായിട്ട് അജയ് സാർ നിങ്ങളെ ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ? അതായത് എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. സുവോളജി കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിനകത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? സുവോളജിക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം? നമ്മൾ മെസ്സേജ് അയക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്നത്തെ സുവോളജി അത്ര വിഷമമുള്ളതൊന്നും അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവരും റെഡി ആയിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു 45 to 1 hour കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. റെഡി ആണല്ലോ അല്ലേടാ? എല്ലാം റെഡി അല്ലേ? ഓക്കെ യെസ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 1 ക്വസ്റ്റ്യൻ നോക്കാം. റെഡിയാണ്? ഇപ്പോൾ ഐഡന്റിഫൈ ABC in the following process of blood coagulation. ബ്ലഡ് കൊയാഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാ ചോദ്യം? ഇതിനകത്ത് ഡാമേജ് പ്ലേറ്റ്ലേറ്റ് റിലീസ് A, അതിനകത്തുനിന്ന് BCD കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കാര്യം അറിയാം. ഈ ഡാമേജ്ഡ് പ്ലേറ്റ്ലേറ്റ്സ് എന്താണ് ഉണ്ടാക്കുക? ഡാമേജ്ഡ് പ്ലേറ്റ്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ ആണ് അല്ലേ? ത്രോംബോപ്ലാസ്റ്റിൻ ആണ് ഉണ്ടാക്കുന്നത്. ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യുന്നു? പ്രോത്രോംബിനെ എന്താക്കി മാറ്റുന്നു? ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബോകൈനേസ് ഉണ്ടാക്കും. ആ ത്രോംബോകൈനേസ് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കും. ഇതല്ലേ നമ്മൾ പഠിച്ചത്? അപ്പോൾ എന്താ വരിക? ത്രോംബോപ്ലാസ്റ്റിനാണ് A, ത്രോംബിനാണ് B, ഫൈബ്രിനോജനാണ് C. അതിൽ നമ്മൾ D ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 1 വരും. ഓക്കെ, ക്ലിയർ ആണ്? എന്തുകൊണ്ടാണ് മക്കളെ നിങ്ങൾ ഓപ്ഷൻ 2 എഴുതിയത്? പ്രോത്രോംബിൻ അവിടെ വരുന്നില്ലല്ലോ. D ABC അല്ലേ ചോദിച്ചിരിക്കുന്നത്? D ആണ് പ്രോത്രോംബിൻ. അതുകൊണ്ട് തെറ്റിപ്പോവരുത്. 1 ആണ്. ത്രോംബോപ്ലാസ്റ്റിൻ, B ത്രോംബിൻ, C ഫൈബ്രിനോജൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ? ഒരു കാരണവശാലും 2 എഴുതരുത് കേട്ടോ. അവിടെ D ആണ് പ്രോത്രോംബിൻ എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പേജ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നോക്കൂ. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ഇസ് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം? നിങ്ങൾക്കറിയാം ഫിഷസിന് 2 ചേംബേർഡ് ഹാർട്ടാണ്. അപ്പൊ സിംഗിൾ സർക്കുലേഷൻ ആണ്. ആംഫീബിയയ്ക്കും റെപ്റ്റൈലിലേക്കുമാണ് എന്തുള്ളത്? 3 ചേംബേർഡ് ഹാർട്ട് എക്സെപ്റ്റ് ക്രൊക്കോഡൈലാണ്. അപ്പോൾ ബാക്കി വരുന്ന എല്ലാ ആംഫീബിയ, റെപ്റ്റൈൽ എക്സെപ്റ്റ് ക്രൊക്കോഡൈൽ 3 ചേംബേർഡ് ആണ്. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ്. ഓക്കെ, പിന്നെ ക്രൊക്കോഡൈൽ, ബേർഡ്സ് ആൻഡ് മാമൽസിൽ 4 ചേംബേർഡ് ഹാർട്ട് ആണ്. കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ്. അപ്പൊ എന്ത് വരും? ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2, ആംഫീബിയ ആൻഡ് റെപ്റ്റൈൽ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2-ന് 3 ആണ്. ആംഫീബിയ ആൻഡ് റെപ്റ്റൈലിയ. അതായത് ഫിഷസിന് 2 ചേംബേർഡ് ഹാർട്ട്, സിംഗിൾ സർക്കുലേഷൻ. ആംഫീബിയ, റെപ്റ്റൈൽസിന് 3 ചേംബേർഡ് ഹാർട്ട്, അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ. ക്രൊക്കോഡൈൽ, റെപ്റ്റൈൽ ആണെങ്കിൽ എക്സംഷൻ ഉണ്ട്. ക്രൊക്കോഡൈൽ, ബേർഡ്സ് ആൻഡ് മാമൽസ്
4-chambered heart, complete double circulation. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റെഫറൻസ് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. റീഡ് ദ ഫോളോയിങ് A to D സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നിങ്ങൾക്കിത് സ്റ്റേറ്റ്മെന്റ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നും വിചാരിക്കരുത്. കാരണം സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിയറി നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, നോക്കൂ. പ്ലാസ്മ ഈസ് സ്ട്രോക്ക് കളേർഡ് വിസ്കസ് ഫ്ലൂയിഡ് കൺസിസ്റ്റ് ഓഫ് 45% ഓഫ് ദ ബ്ലഡ് എന്നാണ് പറയുന്നത്. അല്ലേ, ഇത് ശരിയോ തെറ്റോ? പ്ലാസ്മ ഈസ് എ സ്ട്രോക്ക് കളേർഡ് വിസ്കസ് ഫ്ലൂയിഡ് ഒക്കെ ശരിയാ. കോൺസ്റ്റിറ്റ്യൂട്ട് 45% അല്ല, 55% ആണ്. ഓക്കെ, അത് തെറ്റാണ്. അടുത്തത്, വാട്ടർ കോൺസ്റ്റിറ്റ്യൂട്ട് 70-75% ഓഫ് ദ പ്ലാസ്മ. ഇത് തെറ്റല്ലേ? 90-92% ഓഫ് വാട്ടർ ആണ് അല്ലേ? 6-8% ഓഫ് പ്രോട്ടീൻ കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ ഉള്ളത് 70-75 എന്നുള്ളത് തെറ്റാണ്. അടുത്തത് നോക്കൂ. Fibrinogen is needed for the coagulation of blood. Yes, definitely fibrinogen is a plasma protein essential for blood clotting, coagulation of the blood. Correct ആണ്. Clotting factors are present in inactive form. Correct ആണ്. ആക്റ്റീവ് ആണെങ്കിൽ ബ്ലഡ് എപ്പോഴും ക്ലോട്ടായി പോവും. അപ്പോൾ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എപ്പോഴും ഇനാക്റ്റീവ് ഫോമിലാണ് ഉള്ളത്. എത്രണ്ണോ ഇതിനകത്ത് ശരിയുണ്ട് മക്കളെ? ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? 2 എന്നുള്ള ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ECG depicts the depolarization and repolarization during cardiac cycle. കാർഡിയക് സൈക്കിൾ എന്തൊക്കെയുണ്ട്? കാർഡിയക് സൈക്കിളിനകത്ത് 3 കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. 0.1 സെക്കൻഡ് നേരത്തേക്കുള്ള ആട്രിയൽ സിസ്റ്റോൾ, ആട്രിയൽ കോൺട്രാക്ഷൻ, ഡീപോളറൈസേഷൻ ഓഫ് ദ ആട്രിയ. ഇനി 0.3 സെക്കൻഡ് നേരത്തേക്കുള്ള വെൻട്രിക്കുലാർ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ ഓർ ഡീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കിൾ. പിന്നെയോ 0.4 സെക്കൻഡ് നേരത്തേക്കുള്ള ജോയിന്റ് ഡയാസ്റ്റോൾ. ഇത് 3ഉം കൂടെ കൂടിയതാണ് 0.8 സെക്കൻഡുള്ള കാർഡിയക് സൈക്കിൾ. പക്ഷെ ഇതിനകത്ത് എന്തൊക്കെ ECGയിൽ കാണിക്കാൻ പറ്റും? ഡീപോളറൈസേഷൻ ഓഫ് ദ ആട്രിയ കാണിക്കാം, ദാറ്റ് ഇസ് ആട്രിയൽ സിസ്റ്റോൾ, അതാണ് നമ്മൾ P വേവ് എന്ന് പറയുന്നത്. പിന്നെ ഡീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കിൾ കാണിക്കും, അതായത് QRS കോംപ്ലക്സ് ആണത്, കോൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കിൾ ആണ്. റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ഉണ്ട്, അതാണ് T വേവ്. അപ്പൊ എന്താണ്? റീപോളറൈസേഷൻ ഓഫ് ദ ആട്രിയ, അതായത് ആട്രിയൽ ഡയാസ്റ്റോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ നമ്പർ 4 is the right answer. ഓക്കെ, ഇത്രയൊക്കെ നിങ്ങൾ ശരിയായെന്ന് ഞാൻ വിചാരിക്കുന്നു. പല ആൾക്കാർക്കും ഈ 4 ക്വസ്റ്റ്യനും ശരിയായിട്ട് 16 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോവാം. Which of the following statements are incorrect about lymph? ലിംഫിനെ ഇൻകറക്റ്റ് എന്താന്ന് നോക്കാം. ഇൻകറക്റ്റ് അബൌട്ട് ലിംഫ് നോക്കൂ. ലിംഫ് കോൾഡ് ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെ? ലിംഫ് കോൾഡ് ടിഷ്യൂ ഫ്ലൂയിഡ് വിച്ച് പാസ് ത്രൂ കാപ്പിലറി ഇൻ ടു ദ ടിഷ്യൂ സ്പേസ്. കറക്റ്റ് അല്ലേ മക്കളെ? അത് എങ്ങനെയാണ് ലിംഫ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയാം. ലിംഫ് ഈസ് an important carrier of nutrients and hormones. ശരിയാണ്. ഫാറ്റ്സ് ആർ അബ്സോർബ്ഡ് ത്രൂ ലിംഫ് ഇൻ ദ ലാക്ടീൽ ഇൻ ദ ഇൻറ്റസ്റ്റൈനൽ വില്ലി. ശരിയാണ്. എന്താണ് ഇതിൽ തെറ്റ്? ലിംഫ് ഈസ് യെല്ലോ കളേർഡ് ഫ്ലൂയിഡ്. ശരിയാണ്. കണ്ടെയ്ൻ ലാർജ് പ്രോട്ടീൻ ആൻഡ് ഓൾ ബ്ലഡ് സെൽ എന്നുള്ളത് തെറ്റാണ് അല്ലേ? ലാർജ് പ്രോട്ടീൻ ആൻഡ് ഓൾ ബ്ലഡ് സെൽ എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 4 വരും. ഓക്കെ, സ്റ്റക്ക് ഒന്നല്ലല്ലോ, കൃത്യമായി കാണുന്നുണ്ടല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 5 ആയി. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താ നോക്കൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലിംഫിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ NCERT ബുക്കിൽ, പഴയ ബുക്കിൽ 282 പേജിൽ കൃത്യമായിട്ട് ലിംഫിനെ പറ്റി കൊടുത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റക്ക് ഒന്നുമില്ലല്ലോ മക്കളെ? ചില ആൾക്കാർ സ്റ്റക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. ഹലോ, സ്റ്റക്ക് പറയുന്നത് കേൾക്കുന്നില്ലേ? സ്റ്റക്ക് ആവുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. യെസ്, അപ്പൊ എന്തോ നിങ്ങളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം എന്നാണ്. ഇല്ല, ചില ആൾക്കാർക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കണം. പ്രശ്നമില്ല, നമ്മളിത് റെക്കോർഡഡ് അല്ലേ, നിങ്ങൾക്ക് കിട്ടും. ഡോണ്ട് വറി. എന്തായാലും നിങ്ങൾ ഈ ഒരു സമയം ഇരിക്കണം. ഐ അപ്രീഷിയേറ്റ് ഫോർ ദിസ്. എന്തായാലും നമ്മൾ വളരെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നു. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. കൺസിഡർ ദ റെഗുലേഷൻ ഓഫ് കാർഡിയക് ആക്ടിവിറ്റി. ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പം ശരിക്കും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. എത്രണ്ണം ശരിയാണ്, എത്രണ്ണം തെറ്റെന്നൊക്കെ ചോദിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ തന്നെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. എത്രണ്ണം ഇതിനകത്ത് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കൂ.
നോർമൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് ആർ റെഗുലേറ്റഡ് ഇൻട്രിൻസിക്കലി. അത് ശരിയാണ്. ഹെൻസ് ഹ്യൂമൻ ഹാർട്ട് ഈസ് ന്യൂറോജനിക് അല്ല, ഹ്യൂമൻ ഹാർട്ട് ഈസ് മയോജനിക് എന്നാ വേണ്ടത്. അപ്പൊ ഈ ഭാഗം തെറ്റാണ്. ന്യൂറോജനിക് അല്ല, മയോജനിക് ആണ്. അടുത്ത സിമ്പത്തറ്റിക് നെർവ് ക്യാൻ ഇൻക്രീസ് ഹാർട്ട് ബീറ്റ് ബട്ട് റെഡ്യൂസ് കാർഡിയക് ഔട്ട്പുട്ട് അല്ല. സിമ്പത്തറ്റിക് നെർവ് ക്യാൻ ഇൻക്രീസ് ഹാർട്ട് ബീറ്റ് ആൻഡ് ഇൻക്രീസ് കാർഡിയക് ഔട്ട്പുട്ട് ആണ്. അതും തെറ്റാണ്. അഡ്രിനൽ മെഡുലറി ഹോർമോൺ ലൈക്ക് അഡ്രിനാലിൻ ഇൻക്രീസ് കാർഡിയക് ഔട്ട്പുട്ട്. ശരിയല്ലേ? അഡ്രിനാലിൻ ക്യാൻ ഇൻക്രീസ് കാർഡിയക് ഔട്ട്പുട്ട്. ഓക്കെ. പിന്നെ പാരാസിമ്പത്തറ്റിക് ന്യൂറൽ സിഗ്നൽ ഡിക്രീസസ് ദ ഹാർട്ട് റേറ്റ്, ഡിക്രീസസ് ദ സ്പീഡ് ഓഫ് കണ്ടക്ഷൻ ആൻഡ് കാർഡിയക് ഔട്ട്പുട്ട്. ശരിയാണ്. സിമ്പത്തറ്റിക് സിസ്റ്റം ഹാർട്ട് ബീറ്റ് കൂട്ടുമെങ്കിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം കുറയ്ക്കും. അപ്പോൾ ഇതിനകത്ത് എത്രണ്ണമാണ് ശരി? ഇതിനകത്ത് കറക്റ്റ് എന്നുള്ളത് 2. 2 എണ്ണം ശരിയാണ്, 2 എണ്ണം തെറ്റാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 6 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കൂ. ഒരു മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 മീൻസ് നിങ്ങളുടെ 157 ആണ് കേട്ടോ. ഒക്കെ 150 മുകളിലാണ് നമ്പർ. 7 ഞാൻ പറയുന്നത് 157 ആണ്. ഞാൻ സൈഡിൽ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പറും. നോക്കൂ. ഹൈപ്പർ ടെൻഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ്, അൻജൈന, ഹാർട്ട് ഫെയിലുവർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. 1 2 3 4 ആണ്. ഇപ്പൊ ഇതിനകത്ത് എന്താ? ഹൈപ്പർ ടെൻഷൻ എന്താ? ബ്ലഡ് പ്രഷർ 140/90 ആൻഡ് മോർ എന്നാണ്. അല്ലാതെ ബ്ലഡ് പ്രഷർ 120/80 എന്നുള്ള സി അല്ല, അത് നോർമൽ ആണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇ ആണ് വരിക. പിന്നെ അടുത്തതോ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിറോസ്ക്ലീറോസിസ് ആണ്, ഡി ആണ്. പിന്നെ അൻജൈന എന്ന് പറഞ്ഞാൽ എന്താ? അൻജൈന എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ആണ്, അപ്പൊ എ വരും. പിന്നെ ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് ഈസ് നോട്ട് പമ്പ്ഡ് ഇനഫ് ബ്ലഡ് എന്നുള്ളതാണ്, ബി വരും. EDAB 2 is the right answer. Yes, very good, very good. Question number 158 ആണ്, അതായത് 8th question. Assertion, blood group O is known as universal donor. A ഗ്രൂപ്പ് നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നു. ശരിയാണ്, യൂണിവേഴ്സൽ ഡോണർ ആണ്. AB ഗ്രൂപ്പ് is a universal recipient. Antibodies of blood groups are absent in O. തെറ്റല്ലേ? ആന്റിബോഡീസേ ഉള്ളൂ, ആന്റിജൻ ആണ് ഇല്ലാത്തത്. ഇപ്പോൾ O ഗ്രൂപ്പിനകത്ത് ആന്റിജൻ ഇല്ല. അതുകൊണ്ട് എന്താണ്? അവർക്ക് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാം എന്നാണ്. അപ്പോൾ ആന്റിബോഡീസ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അസർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്. സോ 3 is the right answer. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 159, ഓർ നമ്മൾ ഇതിൽ 9 കാണും. 159 ആണ് നമ്മളെ ഇതിലെ എ കാറ്റഗറിയിലെ 159 ക്വസ്റ്റ്യൻ ആണ്. സോഡിയം പൊട്ടാസ്യം പമ്പ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. സോഡിയം പൊട്ടാസ്യം പമ്പ് എന്താ? നിങ്ങൾ ലീക്കി ചാനൽ പഠിച്ചിട്ടുണ്ട്, വോൾട്ടഡ് ഗേറ്റ് ചാനൽ പഠിച്ചിട്ടുണ്ട്. രണ്ടും പാസീവ് ആണ്. സോഡിയത്തിനെ ഉള്ളിലോട്ടും അതുപോലെ പൊട്ടാസ്യത്തിനെ പുറത്തേക്ക് കൊണ്ടുപോവുക. സോഡിയം പുറത്തു കൂടുതലും ആക്സോപ്ലാസിൽ കുറവുമല്ലേ? അപ്പോൾ സോഡിയം പുറത്തുനിന്ന് ഉള്ളോട്ട് വരും, പൊട്ടാസ്യം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും. അത് പാസീവ് ആണ്. പക്ഷേ സോഡിയം പൊട്ടാസ്യം പമ്പ് ആക്റ്റീവ് ആണ്. ഇറ്റ് ട്രാൻസ്മിറ്റ് 3 സോഡിയം ഔട്ട്സൈഡ് 2 പൊട്ടാസ്യം ഇൻസൈഡ് എന്നാണ്. അപ്പോൾ സോഡിയം പൊട്ടാസ്യം പമ്പ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന ഉത്തരമാണ് വരേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 8 കിട്ടി, ക്വസ്റ്റ്യൻ നമ്പർ 9 ആയി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 അഥവാ 160 ക്വസ്റ്റ്യൻ ആണ്. 160 ആണ് ക്വസ്റ്റ്യൻ അല്ലേ? അതായത് 10th ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സെറിബ്രം ഹാസ് very convoluted surface in order to provide additional space for more neuron. സെറിബ്രത്തിനകത്ത് എന്തുണ്ട്? സെറിബെല്ലത്തിലും ഉണ്ട് അത്. ഒരുപാട് ചുളിവുകളൊക്കെ ഉണ്ട്. in order to maintain more and more neurons. പിന്നെ മിഡ് ബ്രെയിൻ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ തലാമസ് ഓർ ഹൈപ്പോതലാമസ് ആൻഡ് പോൺസ്. ശരിയാണ്. അതായത് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഫോർ ബ്രെയിനിലെ തലാമസിനെയും ഹൈപ്പോതലാമസ് ഓർ തലാമസിനും ഹൈൻഡ് ബ്രെയിനിലെ പോൺസിനും ഇടയ്ക്കാണ് എന്നുള്ളത് ശരിയാണ്. മെഡുല്ല കണ്ടെയ്ൻ സെന്റേഴ്സ് ഫോർ റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലക്സ് ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ. ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓൾ ആർ കറക്റ്റ് എന്നുള്ള 1 ആണ് വരിക. യെസ്, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 10 or 160 വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ, 1 is the right answer. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കൂ. സെലക്ട് ദ ഇൻകറക്റ്റ് ഫംഗ്ഷൻ ഓഫ് ഹൈപ്പോതലാമസ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആ സെറിബെല്ലത്തിലും കൺവോൾട്ടറി സർഫേസ് ഉണ്ട്, സെറിബ്രത്തിലും ഉണ്ട്. മടക്കുകളും ചുളിവുകളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ സെറിബെല്ലം എന്നുള്ളത് ശരിയാണ്, സെറിബ്രത്തിലും ഉണ്ടല്ലോ. സെറിബ്രത്തിന്റെ കോർട്ടക്സ് അല്ലടാ ഗൈറസ് ആൻഡ് സൾക്കസ് എന്ന് നമ്മൾ പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഒരുപാട് ന്യൂറോണിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്.
അതായത് സെറിബെല്ലം എന്നുള്ളത് ശരിയാണ്, പക്ഷെ സെറിബ്രത്തിലല്ലേ കൂടുതൽ കാണുന്നത്. സെറിബെല്ലവും അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സെറിബെല്ലം എന്ന ഉത്തരം കൊടുത്തത് കേട്ടോ. ഓക്കെ, അടുത്തത് സെലക്ട് ദ ഇൻകറക്റ്റ് ഫംഗ്ഷൻ ഓഫ് ഹൈപ്പോതലാമസ്. എന്താ നോക്കൂ, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സച്ച് ആസ് ഡിസിഷൻ മേക്കിംഗ്. ഇത് ആരുടെ ഫംഗ്ഷൻ അല്ല? ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ അല്ല. ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഫ്രണ്ടൽ ലോബ്, സെറിബ്രൽ ഹെമിസ്ഫിയറിലെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ലോബിന്റെ ജോലിയാണ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സച്ച് ആസ് ഡിസിഷൻ മേക്കിംഗ്. റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ഉണ്ട്, urge ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഉണ്ട്, സെക്രീറ്റ് ഹൈപ്പോതലാമിയൻ ഹോർമോണും ഉണ്ട്. അപ്പോൾ എന്താണ് വരിക? സെലക്ട് ദ ഇൻകറക്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 വരും. മക്കളെ തെറ്റിപ്പോരുത്, സെറിബ്രത്തിന്റെ കാര്യം നിങ്ങൾ തെറ്റിപ്പോരുത്. നിങ്ങൾ NCERT ടെസ്റ്റിൽ ഞാൻ അത് സമ്മതിച്ചു, സെറിബെല്ലം എന്നുണ്ട്. പക്ഷെ ഈ കൺവോൾവേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കോയിൽഡ് സ്ട്രക്ചർ എന്നാണ് അർത്ഥം. ആ കോയിൽ എന്ന് പറയുന്നത് ഗൈറസ് ആൻഡ് സൾക്കസ് ആണ്, മടക്കുകളും ചുളിവുകളാണ്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് സെറിബ്രത്തിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 11 or 161 1 ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്, അത് സെറിബ്രത്തിന്റെ ജോലിയാണ്. ഓക്കെ, ഇതാ ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷനെ പറ്റിയുള്ള ഒരു ഭാഗം ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. 321 പേജിലാണ് നിങ്ങളെ പഴയ ടെസ്റ്റിൽ. ക്വസ്റ്റ്യൻ നമ്പർ 12 or 162 along with hypothalamus. ഇതും നമ്മുടെ NCERT ടെസ്റ്റിലുള്ള കാര്യമാണ്. along with hypothalamus limbic system is involved in. ഈ ഹൈപ്പോതലാമസുമായി കൂടിച്ചേർന്ന് ലിംബിക് സിസ്റ്റം എന്തു ചെയ്യുന്നു? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സെറിബ്രത്തിന്റെ ഏറ്റവും ഉള്ളിലെ ചില ഭാഗങ്ങളായ ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല തുടങ്ങിയ ഭാഗങ്ങൾ അലോങ് വിത്ത് ഹൈപ്പോതലാമസ് എന്താണ് ചെയ്യുന്നത്? എക്സ്പ്രഷൻ ഓഫ് ഇമോഷണൽ റിയാക്ഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സെക്ഷുവൽ ബിഹേവിയർ പറഞ്ഞിട്ടുണ്ട്, മോട്ടിവേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാർഡിയോ വാസ്കുലാർ റിഫ്ലക്സ് പറഞ്ഞിട്ടില്ല. അത് മെഡുല്ല ഒബ്ലോങ്കറ്റയുടെ ഫംഗ്ഷൻ ആയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എയും ബിയും ഡിയും എന്നുള്ള ഓപ്ഷൻ 2 ആണ്. അതായത് കാർഡിയോ വാസ്കുലാർ റിഫ്ലക്സ് എന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലോങ്കറ്റയുടെ ഫംഗ്ഷൻ ആണ്. 2 is the right answer for question number 12 or 162. ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ NCERT 321 പഴയ ബുക്കിലെ 321 പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെറിബ്രത്തിന്റെ ലാസ്റ്റ് പാർട്ട്, സെറിബ്രം ഇതിന്റെ ലാസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് കാണാം, അത് റെഫർ ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 163 or 13. When neuron is in resting state, ന്യൂറോൺ റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ്. ദാറ്റ് മീൻസ് നോട്ട് കണ്ടക്ടിങ് എനി ഇമ്പൾസ്, ഒരു ഇമ്പൾസും കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുക. ഒരു എന്താണ് ഇമ്പൾസും കണ്ടക്ട് ചെയ്യുന്നില്ല എങ്കിൽ ദ ആക്സോണൽ മെംബ്രെയിനീസ്, അപ്പോൾ ഒരു റെസ്റ്റിംഗ് സ്റ്റേജിലാണ്. റെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല. ആ സമയത്ത് എന്താണ് വരിക? കമ്പാരിറ്റീവ്ലി മോർ പെർമിയബിൾ ടു സോഡിയം, നിയർലി ഇൻപെർമിയബിൾ ടു പൊട്ടാസ്യം ആണോ? അല്ലല്ലോ, നേരെ തിരിച്ചിട്ടല്ലേ. കമ്പാരിറ്റീവ്ലി മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം ആൻഡ് നിയർലി ഇൻപെർമിയബിൾ ടു സോഡിയം. ഇതാണ് ഉത്തരം വരേണ്ടത്. കൃത്യമായി നിങ്ങൾ പഠിച്ചൊരു കാര്യമാണത്. അപ്പോൾ റെസ്റ്റിംഗ് സമയത്ത് പൊട്ടാസ്യത്തിന് പെർമിയബിൾ ആണ്, പൊട്ടാസ്യത്തിന് പുറത്തേക്ക് പോവാം. സോഡിയം ഇൻപെർമിയബിൾ ആണ്, സോഡിയത്തിന് ഉള്ളോട്ട് വരാൻ പറ്റില്ല. ഈ കണ്ടീഷൻ. സോ 2 is the right answer for question number 13 or 163. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 എടുക്കാം, 164 എടുക്കാം. ഇപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞൊക്കെ ന്യൂറൽ പറഞ്ഞെങ്കിൽ നമുക്ക് ബ്രീത്തിങ്ങിലേക്ക് വരാം. ആഫ്റ്റർ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ ദ എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ബ്രീത്ത്ഡ് ഔട്ട് മാക്സിമം. ഞാൻ ഇന്നലത്തെ നമ്മുടെ എന്തിൽ പറഞ്ഞതാണ്, മെഗാ മാരത്തോണിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചിരിക്കണം. റെസ്പിറേറ്ററി വോളിയം ആൻഡ് റെസ്പിറേറ്ററി കപ്പാസിറ്റി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഇന്നലെ ഞാൻ നിങ്ങളോട് മെഗാ മാരത്തോണിൽ പറഞ്ഞതാണ്. ഇവിടെ പറയുന്നുണ്ട്, ഈ കുറേ പഞ്ച് വേർഡുകളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ ആണ്, നമ്മൾ ഉള്ളോട്ട് ആഞ്ഞു വലിക്കുകയാണ്. അതേപോലെ തന്നെ ബ്രീത്ത്ഡ് ഔട്ട് മാക്സിമം ഫോഴ്സ് എക്സ്പിരേഷൻ ആണ്. രണ്ടും ഫോഴ്സ്ഫുൾ ആകുമ്പോൾ ഞാനൊരു പേര് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? അതിൽ നമ്മൾ പറയുന്ന പേര് വൈറ്റൽ കപ്പാസിറ്റി എന്നാണ്, അല്ലേ? ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ നോർമൽ റെസ്പിറേഷൻ, IRV എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ, ERV എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ, സംതിങ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ റെസിഡ്യുവൽ വോളിയം. രണ്ടും ഫോഴ്സ്ഫുൾ ആകുമ്പോൾ നമ്മളതിനെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ TV പ്ലസ് IRV പ്ലസ് ERV ആണ്. TV പ്ലസ് IRV പ്ലസ് ERV ആണ്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 14 4 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താ നോക്കൂ. 15
Which of the following is a correct statement of human respiration? Human respiration ബന്ധപ്പെട്ട correct answer എന്താണ്? Correct. Cigarette smoking may lead to inflammation of the bronchus ആണോ? Inflammation of the bronchus mainly bronchitis അല്ലെങ്കിൽ bronchial asthma ഒന്നുകിൽ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ബ്രോങ്കിയൽ ആസ്മയാണ് ഈ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കസ്. സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ടല്ല വരുന്നത്. സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് വരുന്നത് എംഫിസീമയാണ്. Then neural signal from pneumotaxic center can increase the duration അല്ല, decrease the duration of inspiration ആണ്. ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറച്ച് റേറ്റ് ഓഫ് ബ്രീത്തിങ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു തെറ്റുണ്ട്. വർക്കേഴ്സ് ഇൻ ഗ്രൈൻഡിങ് ആൻഡ് സ്റ്റോൺ ക്രഷിംഗ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി മേ സഫർ ഫ്രം ലങ് ഫൈബ്രോസിസ്. ശരിയല്ലേ? ഒക്യുപ്പേഷണൽ ഡിസീസ് വരുന്നതാണ്. സിലിക്കോസിസ് ഒക്കെ രോഗങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ about 70% of carbon dioxide is carried out by hemoglobin as കാർബാമിനോ ഹീമോഗ്ലോബിൻ ആണോ? 70% HCO3 മൈനസ് ബൈകാർബണേറ്റ് അയോൺ രൂപത്തിലാണ്. കാർബാമിനോ ഹീമോഗ്ലോബിൻ 20-25% ആണ്. അപ്പൊ അതും തെറ്റാണ്. നമ്മളോട് കറക്റ്റ് ചോദിച്ചാൽ 3 is the right answer for question number 165 or 15. Question number 16 നോക്കാം. Carbon dioxide is dissociated from carbamino hemoglobin when? എപ്പോഴാണ് കാർബാമിനോ ഹീമോഗ്ലോബിനിൽ നിന്ന് എപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുക? അതായത് അസോസിയേഷൻ എന്ത് വേണം, ഡിസോസിയേഷൻ എന്ത് വേണം നിങ്ങൾക്കറിയാം. ഏത് ഗ്യാസ് ആണോ, ഇത് ശ്രദ്ധിക്കുക, ഏത് ഗ്യാസ് ആണോ അസോസിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രഷർ കൂടണം. ഇപ്പോൾ കാർബാമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടണം, ഓക്സിജൻ കുറയണം. കാർബാമിനോ ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറയണം, ഓക്സിജൻ കൂടണം. ഓപ്പോസിറ്റ് ഉള്ളത് കൂടണം. ഇവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേറ്റഡ് ആണ് പറയാം. അപ്പോൾ PO2 is high and PeCO2 is less എന്ന ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 17 167 or 17th question. Assertion: all factors in human body are favorable for the diffusion of oxygen from alveol to tissue and carbon dioxide tissue to alveol. ശരിയല്ലേ ഇത്? അതായത് നമ്മളെ ബോഡിക്കകത്ത് എപ്പോഴും ആൽവിയോളിൽ നിന്ന് ടിഷ്യൂലേക്ക് ഓക്സിജനും ടിഷ്യൂവിൽ നിന്ന് ആൽവിയോളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡും പോകുന്നു എന്നുള്ളത് കറക്റ്റാണ്. പിന്നെയോ ദ റോൾ ഓഫ് ഓക്സിജൻ ഇൻ ദ റെഗുലേഷൻ ഓഫ് റെസ്പിറേറ്ററി റിതം ഈസ് ക്വൈറ്റ് സിഗ്നിഫിക്കൻറ്റ്. തെറ്റാണ്. ഓക്സിജന് കാര്യമായ റോളില്ല. ഇന്നലെ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡിനും ഹൈഡ്രജൻ അയോൺ, pH വാല്യൂ ഹൈഡ്രജൻ അയോണിനുമാണ് ഏറ്റവും റോൾ ഉള്ളത്. കീമോ സെൻസിറ്റീവ് സെന്റേഴ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെയും H+നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഓക്സിജനെ അല്ല. അപ്പോൾ ഏതാ? 3 is the right answer അല്ലേ? അസർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 17. ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ട്രൂ? ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. കറക്റ്റ് ആണ്, ട്രൂ ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് 104 millimeters ഓഫ് മെർക്കുറി. ഇതാ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പേജ് ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. 272ാമത്തെ പേജിൽ പഴയ ബുക്കിലുള്ളതാണ്. എയറിൽ 159 ആണ്, ആൽവിയോളിലാണ് 104. അപ്പം അത് തെറ്റാണ്. അടുത്തത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് 40. നോക്കൂ, ഓക്സിജനേറ്റഡ് ബ്ലഡിൽ 40 ആണോ? 95 ആണ്, അതും തെറ്റാണ്. പിന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ഡി ഓക്സിജൻ ബ്ലഡ് ഈസ് 40. നോക്കൂ, ഡി ഓക്സിജൻ ബ്ലഡിൽ 40 ആണ്, കറക്റ്റ് ആണ് അല്ലേ? പിന്നെയോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ടിഷ്യൂ ഈസ് 95 millimeters ആണോ? അത് 40 ആണ്. അപ്പൊ ഇവിടെയുള്ള 3 എണ്ണം തെറ്റിപ്പോയി. ഏതേ ശരിയുള്ളൂ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് 40 millimeters ഓഫ് മെർക്കുറി എന്നുള്ള ഓപ്ഷൻ 3 വരും. ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 19 19 means 169. Which of the following is not correct combination of hormone with its source organ and target? സോഴ്സ് ഓർഗാനും തന്നിട്ടുണ്ട്, ടാർഗറ്റ് ഓർഗാനും തന്നിട്ടുണ്ട്. എല്ലാം ഇതിൽ എന്താ ചോദിച്ചത്? നോട്ട് കറക്റ്റ്. തെറ്റുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. നോക്കൂ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺ ആണ്. അത് തൈറോയിഡിന്റെ മുകളിലാണ് ആക്ട് ചെയ്യുന്നത്, കറക്റ്റ് ആണ്. അടുത്തത് FSH
FSH ആരുടെ ഹോർമോണാ? FSH എന്ന് പറയുന്നത് ഓവറിയുടെ ഹോർമോൺ അല്ല. FSH ഈസ് ദ പിറ്റ്യൂട്ടറി ഹോർമോൺ. ഓവറിന്റെ മുകളിൽ വർക്ക് ചെയ്യാണ്. അത് പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ്. യൂട്രസിന്റെ മുകളിലല്ല വർക്ക് ചെയ്യുന്നത്, അത് ഓവറിയുടെ മേലെയാണ് വർക്ക് ചെയ്യുന്നത്. അത് മൊത്തം തെറ്റാ. സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ആണ് അല്ലേ? ഹൈപ്പോതലാമസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡിനോ ഹൈപ്പോഫൈസിസ് ആണ് വർക്ക് ചെയ്യുന്നത്. കാരണം ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഗ്രോത്ത് ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണിത്. അത് ശരിയാണ്, മനസ്സിലായില്ലേ? അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞാൽ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഭാഗമാണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഗ്രോത്ത് ഹോർമോണിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. കറക്റ്റ് ടാർഗറ്റ് ആണ്. ACTH അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡിനോ ഹൈപ്പോഫൈസിസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓർ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡ്രിനൽ കോർട്ടക്സിന്റെ മേലെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതാ തെറ്റ്? നോട്ട് കറക്റ്റ് എന്നുള്ള 2 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 19 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. നോൺ ഫങ്ഷനിങ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കോസസ്. നോൺ ഫങ്ഷനിങ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്താ? അതായത് നമുക്കറിയാം പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഒരു ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതിന് എന്ത് ഭാഗങ്ങളുണ്ട്? 2 ഭാഗങ്ങളുണ്ട്. അതിൽ എക്സോക്രൈൻ പാർട്ട് അസിനാർ സെൽസ് ഓർ അസിനിയാണ്. അവരാണ് പ്രധാനമായും പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ എൻഡോക്രൈൻ പാർട്ടാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ആ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും അല്ലേ? അതിൽ ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നു അല്ലേ, ഗ്ലൂക്കോഗോൺ കൂട്ടുന്നു. അപ്പൊ നമ്മളോട് ചോദ്യം നോൺ ഫങ്ഷനിങ് ആണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഇതിനകത്ത് ടെറ്റനി ഉണ്ട്, അത് തെറ്റാണ്. ഇൻക്രീസ്ഡ് BMR അത് തൈറോക്സിനുമായി ബന്ധപ്പെട്ടതാണ്. ഹാർട്ട് റേറ്റ് ഇൻക്രീസസ് അല്ല, ഹൈപ്പർ ഗ്ലൈസീമിയാണ്. നോൺ ഫങ്ഷനിങ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുമ്പോൾ അത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ബീറ്റ സെൽസും ആൽഫ സെൽസും ഉണ്ട്. ആൽഫ സെൽസ് ആണെങ്കിൽ ഗ്ലൂക്കോഗോൺ ആണ് കുറയുക, ബീറ്റ സെൽസ് ആണെങ്കിൽ ഇൻസുലിൻ ആണ് കുറയുക. അപ്പൊ നമുക്ക് ഇവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഹൈപ്പർ ഗ്ലൈസീമിയ. അതുകൊണ്ട് നമുക്ക് ഹൈപ്പർ ഗ്ലൈസീമിയ ഉത്തരം കൊടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കൂ. ബോത്ത് അഡ്രിനാലിൻ. ഇതൊരു രസമായ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ തെറ്റിക്കും. ബോത്ത് അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ ആർ സെക്രീറ്റഡ് ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ്. രണ്ടും സ്ട്രെസ്സിന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് സെയിം? രണ്ടിലും സെയിം ആയത് ഏതാണെന്നാണ് ചോദ്യം. നോക്കാം. ദേ ആർ സെക്രീറ്റഡ് ബൈ അഡ്രിനൽ കോർട്ടക്സ് ആണോ? തെറ്റല്ലേ. കാരണം അഡ്രിനാലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ അഡ്രിനൽ മെഡുല്ല, കോർട്ടിസോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ അഡ്രിനൽ കോർട്ടക്സ്. രണ്ടും രണ്ടാണ്. ദേ ആർ സെക്രീഷൻ റെഗുലേറ്റ് ബൈ ACTH ആണോ? ACTH എന്നാൽ അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ആണ്. അപ്പൊ അഡ്രിനൽ കോർട്ടക്സിനെ മാത്രമേ ACTH കൺട്രോൾ ചെയ്യുള്ളൂ. അപ്പൊ അതിൽ ഒന്ന് മെഡുല്ലയുടെ പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് അത് വരൂല. പിന്നെ ദേ ആക്ട് ടു ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ്. രണ്ടും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നു എന്നുള്ള സത്യമാണ്. പിന്നെ ദേ ആർ സ്റ്റിറോയിഡ് ആണോ? അതായത് കോർട്ടിസോൾ സ്റ്റിറോയിഡ് ആണ്, അതേ സമയത്ത് അഡ്രിനാലിൻ അമിനോ ആസിഡ് ഹോർമോൺ ആണ്. അപ്പൊ അത് മൂന്നും തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കാം. പക്ഷെ അതുമല്ല, രണ്ടും എന്താ, ഒന്ന് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ആണെന്നുള്ള കാര്യം അറിയാം. അതേപോലെ തന്നെ എമർജൻസി സിറ്റുവേഷനിൽ എന്തുണ്ടാവും, നമുക്ക് എനർജി കിട്ടുന്നത് അഡ്രിനാലിൻ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നത് കൊണ്ടാണ്. അപ്പൊ ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് എന്നുള്ള ഉത്തരം ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 21 3 is the right answer. Okay, good. Question number 22, 172. Read the following statement. Stimulate proteolysis. ഇത് പലപ്പോഴും നമുക്ക് ആദ്യത്തെ, നിങ്ങളിത് പ്യുവർ NCERT ബേസ്ഡ് ആണ്. അത് നിങ്ങൾ NCERT വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആവും. സ്റ്റിമുലേറ്റ് ദ പ്രോട്ടിയോലൈസിസ്. പ്രോട്ടീനിന്റെ ഡൈജഷനെ എന്ത് ചെയ്യുന്നു? അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻഹിബിറ്റ് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് അമിനോ ആസിഡ്. ഇത് ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. മെയിൻറ്റെയിൻ കാർഡിയോവാസ്കുലാർ സിസ്റ്റം ആൻഡ് കിഡ്നി ഫങ്ഷൻ. അത് കേൾക്കുമ്പോഴും നമുക്ക് ചെറിയ സംശയം ഉണ്ടാവാം. ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ്. അത് NCERT കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എന്നാലോ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഫ്ലമേഷൻ. അത് കേട്ടാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ദാറ്റ് ഈസ് കോർട്ടിസോൾ.
കൃത്യമായിട്ട് NCERT-ൽ ഈ 4 സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. NCERT-യിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ഉത്തരം കൃത്യമായി കിട്ടും. NCERT ടെസ്റ്റ് വായിക്കാത്ത ആൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടൂല എന്നുള്ളതാണ്. ഓക്കെ, കൃത്യമായിട്ട് 337-ാമത്തെ പേജിൽ നിങ്ങളെ പഴയ NCERT-ൽ കൃത്യമായിട്ട് ഈ സംഭവം ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. റെഫർ ചെയ്യാം കേട്ടോ, പഴയ ബുക്കിൽ 337. ക്വസ്റ്റ്യൻ നമ്പർ 173, അതായത് 23 അസർഷൻ റീസൺ ആണ്. ശ്രദ്ധിക്കുക. ഹോർമോൺ വിച്ച് ഇന്ററാക്ട് വിത്ത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എൻറ്റർ ദ ടാർഗറ്റ് സെൽ ആൻഡ് ജനറേറ്റ് സെക്കൻഡ് മെസ്സഞ്ചർ ദാറ്റ് റെഗുലേറ്റ് സെല്ലുലാർ മെറ്റബോളിസം എന്നാണ് പറയുന്നത്. ഇതിൽ ചെറിയ ഒരു ഡിഫക്റ്റ് മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ? ഇത് ഹോർമോൺ വിച്ച് ഇന്ററാക്ട് വിത്ത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഡു നോട്ട് എൻറ്റർ എന്നാ വേണ്ടത്. എൻറ്റർ ദ ടാർഗറ്റ് സെൽ അല്ല, ഡു നോട്ട് എൻറ്റർ ദ ടാർഗറ്റ് സെൽ ആൻഡ് ജനറേറ്റ് സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. കാരണം മെംബ്രെയിൻ ബൗണ്ട് ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ആ വാക്ക് ഡു നോട്ട് എൻറ്റർ എന്ന വാക്ക് നമ്മൾ NCERT കൊടുത്തിട്ടുണ്ട്. കാരണം മെംബ്രെയിൻ്റെ മുകളിലാണ്. അത് സ്റ്റിറോയിഡ് ഹോർമോൺ അല്ലാത്തത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിപ്പിഡ് ബൈലെയറുടെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. അപ്പം മെംബ്രെയിൻ ബൗണ്ട് ആണ്, സെക്കൻഡ് മെസ്സഞ്ചർ ജനറേറ്റ് ചെയ്യും. FSH മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ശരിയാണ്. FSH എന്ന് പറയുന്നത് പ്രോട്ടീൻ ടൈപ്പ് ആക്ഷൻ ഉള്ള ഒരു ഹോർമോൺ ആണ്. ഇപ്പം മെംബ്രെയിൻ ബൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ ശരി? ഇത് തെറ്റാണ്. രണ്ടാമത്തെ ശരിയാണെങ്കിൽ അസർഷൻ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ, 4 is the right answer. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിക്കണം. പലപ്പോഴും രണ്ടും തെറ്റെന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. ഓപ്ഷൻ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യന്. ആ ഓപ്ഷൻ ABCD എന്താണെന്ന് നോക്കിയാലേ 1 2 3 4 എന്താണെന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 23, 4 is the right answer here. അസർഷൻ തെറ്റാണ്, റീസൺ ശരിയാണ്. അടുത്തത്, അതിനുവേണ്ടി നിങ്ങൾക്ക് 340-ാമത്തെ പേജിൽ പഴയ ടെസ്റ്റിലുള്ള ഒരു പേജ് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 24, 174 നോക്കൂ. ഇതൊരു മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? 24th ക്വസ്റ്റ്യൻ ഒരു മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ അതിന് വരിക? നമുക്ക് പ്രോജസ്ട്രോൺ ABCD ഉണ്ട്. പ്രോജസ്ട്രോൺ ഇതിൽ ഏതാ? പ്രോജസ്ട്രോൺ പ്രിപ്പയർ എൻഡോമെട്രിയം ഫോർ ഇൻപ്ലാന്റേഷൻ സഹായിക്കുന്ന ഹോർമോൺ അല്ലേ പ്രോജസ്ട്രോൺ? ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 24 നമുക്ക് നോക്കാം. പ്രോജസ്ട്രോൺ 3 വരും. ഇനി FSH എന്താ? FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലേ? അത് എന്തിനു സഹായിക്കുന്നു? മെച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ, അതായത് പ്രൈമറി, സെക്കൻഡറി ആയി, ടെർഷറി ആയി ഗ്രാഫിയൻ ഫോളിക്കിൾ ആവാൻ സഹായിക്കുന്നു. ഓക്കെ, ഈസ്ട്രോജൻ എന്താണ്? ഡെവലപ്പ് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അല്ലേ? അപ്പോൾ 4 വരും. അതാണ് സ്ത്രൈണ ഹോർമോൺ എന്ന് നമ്മൾ പ്രധാനമായും ഈസ്ട്രോജനെ പറയാൻ കാരണം. സ്ത്രീയുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് D എന്താ? LH എന്ത് ചെയ്യുന്നു? LH ഡെവലപ്മെന്റ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. LH എന്ത് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നത്, ഓവുലേഷൻ നടക്കുന്നത്. അതിന്റെ ഫലമായിട്ട് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നു. അപ്പോൾ 1 വരും. 3541 A is the right answer for question number 24 or 174. Okay, question number 175 എന്താ നോക്കൂ. Which one of the following hormone though synthesized elsewhere is stored and released by master gland? കൃത്യമായിട്ട് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നവർക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. എന്താ ചോദിച്ചത്? ഹോർമോൺ സിന്തസൈസ്ഡ് എൽസ്വെയർ, എവിടെയോ ഉണ്ടാവുന്നു, പക്ഷേ സ്റ്റോർഡ് ആൻഡ് റിലീസ് ബൈ മാസ്റ്റർ ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ആണ് അത് എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. ഏതാ ഹോർമോൺ? നിങ്ങൾക്കറിയാം പിറ്റ്യൂട്ടറിയുടെ അഡിനോ ഹൈപ്പോഫൈസിസ്, അതിന് 2 ഭാഗങ്ങൾ, പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഇന്റർമീഡിയ. അത് മേർജ്ഡ് ആണ് മനുഷ്യനിൽ. ഇനി പാർസ് നെർവോസ എന്ന് പറയുന്ന പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഇല്ലേ, ആ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്വന്തമായി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതും അവരെന്ത് ചെയ്യുന്നു? ഹൈപ്പോതലാമിയൻ ഹോർമോണായ വാസോപ്രസിനെയും ഓക്സിറ്റോസിനെയും സ്റ്റോർ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രോലാക്റ്റിൻ എന്ന് പറയുന്നത് തെറ്റാണ്. പ്രോലാക്റ്റിൻ പിറ്റ്യൂട്ടറിന്റെ ഹോർമോണാണ്, ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ. ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ശരിയാണ്. ഇതിനാണ് ADH വാസോപ്രസിൻ എന്ന് പറയുന്നത്. അത് പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺ അല്ല, ഹൈപ്പോതലാമസിന്റെ ഹോർമോണാണ്. റിലീസ്ഡ് ബൈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്, നോട്ട് പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ലൂട്ടനൈസിങ് ഹോർമോൺ തെറ്റാണ്, കാരണം അത് പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺ ആണ്. MSH എന്ന് പറയുന്നത് തെറ്റാണ്, കാരണം അത് മിഡിൽ പിറ്റ്യൂട്ടറിയുടെ, അതായത് പാർസ് ഇന്റർമീഡിയയുടെ ഒരു പ്രൊഡക്റ്റാണ്, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ ഇതിലേതാ? ആന്റി ഡൈയൂറേറ്റിക് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന വാസോപ്രസിനും ഓക്സിറ്റോസിനുമാണ് ഇതിൽ വരേണ്ടത്. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ
25, 2 is the right answer. Any question number 26 നോക്കൂ. 26 means 176. Assertion. First 7 pairs of ribs are called true ribs. First 7 pairs of ribsനെ നമ്മൾ ട്രൂ റിബ്സ് എന്നാണ് പറയുക. അത് ശരിയല്ലേ? 12 പേർ റിബ്സ് ഉണ്ട്. അതിൽ 1 മുതൽ 7 ട്രൂ, 8, 9, 10 ഫാൾസ്, 11, 12 നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടും? ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് 7 pairs ribs are called true ribs. കറക്റ്റ് ആണ്. They are attached to thoracic vertebra. Yes, they are attached to the vertebral column dorsally. അത് കറക്റ്റ് ആണ്. And connected to the sternum ventrally with help of hyaline cartilage. ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 26ന് നമുക്ക് ബോത്ത് അസർഷൻ ട്രൂ, റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഈ കാരണത്താലാണ് നമ്മൾ ഇതിന്റെ ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. അതായത് ബാക്ക് സൈഡിൽ ഡോർസലി വെർട്ടിബ്രൽ കോളത്തിനോടും വെൻട്രലി സ്റ്റേർണത്തിനോടും കണക്ട് ചെയ്ത റിബ്സ് ആയതുകൊണ്ടാണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. For question number 26 or 176, 1 is the right answer. Question number 27 or 177. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ കറക്റ്റ് മാച്ചിങ് ടൈപ്പ് ഓഫ് ജോയിന്റ് വിത്ത് ഹ്യൂമൻ സ്കെൽട്ടൺ സിസ്റ്റം. ജോയിന്റുമായി നമുക്ക് കണക്ട് ചെയ്ത് പറയണം. ഫൈബ്രസ് ജോയിന്റ് ബിറ്റ്വീൻ ഫ്രണ്ടൽ ആൻഡ് പറൈറ്റൽ. ശരിയല്ലേ? നമ്മളെ സ്കള്ളില് ക്രാനിയൽ ബോൺസിന് ഇടയ്ക്കുള്ളതാണ് ഫൈബ്രസ് ജോയിന്റ്, ഇമ്മൂവബിൾ ജോയിന്റ് അല്ലേ? അത് നമ്മളെ ഫ്രണ്ടൽ ആവാം, പെരൈറ്റൽ ആവാം അല്ലേ, ഒസിപ്പിറ്റൽ ആവാം, ടെമ്പറൽ ആവാം, എത്തമോയിഡ്, സ്ഫിനോയിഡ്. ഇത്രയാണ് 8 ബോൺസ് എവിടെയുള്ളത്? ക്രാനിയൽ. അതിനിടയ്ക്കുള്ളത് സ്യൂച്ചേഴ്സ് ആണ്. ഫൈബ്രസ് ജോയിന്റ് കറക്റ്റാ. പൈവോട്ട് ജോയിന്റ് ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് വെർട്ടിബ്ര ആണോ? തെറ്റല്ലേ. ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആണ്. അറ്റ്ലസ് ആൻഡ് ആക്സിസ് ആണ്. സെക്കൻഡും തേർഡും അല്ല, 1ഉം 2 ആണ്. അത് തെറ്റാണ്. ഗ്ലൈഡിംഗ് ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽസ് ആൻഡ് മെറ്റാർ കാർപ്പൽസ് ആണോ? അല്ല, റിസ്റ്റിൽ കാണുന്നതാണ് അല്ലേ? അത് തെറ്റാണ്. പിന്നെ ഹിഞ്ച് ജോയിന്റ് ബിറ്റ്വീൻ ഫെമർ ആൻഡ് പെൽവിക് ഗേർഡിൽ ആണോ? ഫെമർ ആൻഡ് പെൽവിക് ഗേർഡിൽ എന്നുള്ളത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ഹിഞ്ച് ജോയിന്റ് നമ്മൾ എൽബോ ആൻഡ് നീ ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 27, 1 is the right answer. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കൂ. നിങ്ങൾ ജോയിന്റിനെ പറ്റി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗം കോപ്പി പേസ്റ്റിന് സൗകര്യമുള്ള സമയത്ത് നോക്കിയിട്ട് ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കൂ. ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻഡ് റോങ് സ്റ്റേറ്റ്മെന്റ്. എപ്പോഴും നമ്മൾ കറക്റ്റ് മാത്രമാണ് പഠിക്കുക. ഇത് കറക്റ്റും റോങ്ങും ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 28 or 178 എന്താ നോക്കൂ. ഹ്യൂമൻ സ്കെൽട്ടൺ കൺസിസ്റ്റ് ഓഫ് 206 ബോൺസ്. ശരിയല്ലേ? ആക്സിയൽ സ്കെൽട്ടൺ 80, അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ 126, ടോട്ടൽ 206. There are 12 pairs of ribs in human. ശരിയാണ്. ഔട്ട് ഓഫ് വിച്ച് 8 pairs are true ribs. തെറ്റല്ലേ? 8 pairs അല്ല, 7 pairs ആണ് ട്രൂ റിബ്സ്. അത് തെറ്റാണ്. പിന്നെയോ, ഇൻ ഓൾ മാമൽസ് എക്സെപ്റ്റ് ഫ്യൂ നമ്പർ ഓഫ് സർവിക്കൽ വെർട്ടിബ്ര ഈസ് 10. തെറ്റല്ലേ? 7 സർവിക്കൽ വെർട്ടിബ്ര അല്ലേ ഉള്ളത്. അത് തെറ്റാണ്. പിന്നെ റിബ്സ് ആർ ബൈസെഫാലിക് അറ്റ് ഡോർസൽ സൈഡ്. ശരിയല്ലേ? ഞാൻ ഇന്നലെ ആ കാര്യം പറഞ്ഞു. 2 ഫെസറ്റ്സ് ഉണ്ട്. ആ വെർട്ടിബ്രൽ കോളർ കണക്ട് 2 ഫേസ് ഉണ്ടെന്നുള്ളതാണ്. ബൈസെഫാലിക് ആണ്. സ്റ്റേർണം ഈസ് പ്രസന്റ് ഓഫ് വെൻട്രൽ സൈഡ് ഓഫ് ദ ബോഡി. ശരിയല്ലേ? ഡോർസൽ, വെർട്ടിബ്രൽ കോളം ആൻഡ് വെൻട്രൽ സ്റ്റേർണം. അത് ശരിയാണ്. അപ്പൊ ഏതൊക്കെ ഇതിൽ ശരിയുണ്ട്? എ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. എയും ഡിയും ബിയും സിയും. അപ്പോൾ 3 is the right answer. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 28, 3 is the right answer. ഓക്കെ, PDF ഇടുമായിരിക്കുമോ? ആൻസർ കിട PDF ഒക്കെ ഇടും. നിങ്ങൾ പേടിക്കേണ്ട. പക്ഷെ നമ്മൾ എന്താ അറിയോ, ഒരു 10-15 മിനിറ്റ് കൂടെ നിങ്ങൾ ഇരുന്നാൽ, ഇതുവരെ നിങ്ങൾ ഇരുന്നില്ലടാ, ഇതുവരെ ഇരുന്നു. നമ്മൾ മാക്സിമം ഒരു 10-20 മിനിറ്റ് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം തീരും. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു 10-20 മിനിറ്റ് എക്സ്ട്രാ ഇരിക്കുന്നുണ്ടാവാം. എന്നാൽ അതിൻ്റെ സെൻറ്റിമെൻ്റ് എടുക്കരുത്. അതിൻ്റെ തിയറി കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ വിടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 28 ആയില്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28ന് 3 പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 29 നോക്കൂ. നമ്പർ ഓഫ് നെഫ്രോൺ ദ കിഡ്നി ആർ ഈക്വൽ ടു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻ ആണിത്. നമ്പർ ഓഫ് നെഫ്രോൺ ഓഫ് ദ കിഡ്നി ഈസ് ഈക്വൽ ടു. എത്ര നെഫ്രോൺ ഉണ്ട് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡബിൾ ദ നമ്പർ ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ ആണോ? കാരണം ഒരു നെഫ്രോണിന് ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളേ ഉള്ളൂ. അതുകൊണ്ട് ഡബിൾ ദ നമ്പർ ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയാൻ പറ്റൂല. പിന്നെ സം ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ഗ്ലോമറുലസ് ആണോ? ഓരോ നെഫ്രോണിനും എന്തുണ്ട്? ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളും ഒരു ഗ്ലോമറുലസും ഉണ്ട്. രണ്ടും കൂടെ കൂടുമ്പോൾ ഒരു നെഫ്രോൺ ആവുള്ളൂ. രണ്ടിനും കൂടെ തുകയല്ല.
അപ്പോൾ ഒരു നെഫ്രോണിന് ഒരു ഗ്ലോമറുലസും ബൊമാൻസ് ക്യാപ്സും രണ്ടായില്ലേ? പക്ഷെ ഇല്ലല്ലോ, ഒറ്റൊന്നല്ലേ ഉള്ളൂ. രണ്ടും കൂടെ കൂടിയതാണ് ഒരു നെഫ്രോൺ. അത് തെറ്റാ. സം ഓഫ് ദ ബൊമാൻസ് ക്യാപ്സോൺ മൽപീജിയൻ കോർപ്പസൽ തെറ്റല്ലേ? ബൊമാൻസ് ക്യാപ്സൂളും ഗ്ലോമറുലസും കൂടെ കൂടിയതാണ് മൽപീജിയൻ. അതിന് ഉത്തരം എന്താ? അപ്പം നമ്പർ ഓഫ് ബൊമാൻസ് ക്യാപ്സൂൾ ആണ്. എത്ര നെഫ്രോൺ ഉണ്ടോ അത്രയും ബൊമാൻസ് ക്യാപ്സൂൾ ഉണ്ടാവും. എത്ര ബൊമാൻസ് ക്യാപ്സൂൾ ഉണ്ടാവോ അത്രയും നെഫ്രോൺ ഉണ്ടാവും. എത്ര ഗ്ലോമറുലസ് ഉണ്ടാവോ അത്രയും നെഫ്രോൺ ഉണ്ടാവും. അതിന്റെ സം അല്ല. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 29 4 is the right answer. ഓക്കെ, എന്താ മക്കൾ ആരോ 2 എന്നൊക്കെ ഇടുന്നുണ്ടല്ലോ? ഡന ഫാത്തിമ 2 അല്ലല്ലോ, 4 അല്ലേ വരുന്നത് അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30 എന്താ നോക്കൂ. ദ റീനൽ ഫ്ലൂയിഡ് ഐസോട്ടോണിക് ടു ബ്ലഡ് ഈസ് ഫൗണ്ട് ഇൻ. റീനൽ ഫ്ലൂയിഡ് ഐസോട്ടോണിക് ടു ബ്ലഡ് ഈസ് ഫൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും നിങ്ങൾ അറിയാം, ഈ റീനൽ ഫ്ലൂയിഡ് ഐസോട്ടോണിക് 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്ന് പറയുന്നത് എവിടേക്കാ? ഡിസ്റ്റൽ കൺവോൾട്ട് ട്യൂബ്യൂൾ ആൻഡ് അസെൻഡിങ് ലിംബ് അല്ല. അസെൻഡിങ് ലിംബില് എന്ത് ചെയ്യാണ്? ഡൈലൂട്ട് ചെയ്യാണ്. അതേ സമയത്ത് ഡിസെൻഡിങ് ലിംബില് കോൺസെൻട്രേറ്റ് ചെയ്യാണ് അല്ലേ? അതേ പ്രോക്സിമൽ കൺവോൾട്ടഡ് ആൻഡ് ഡിസ്റ്റൽ, ഇത് ശരിയാണ്. PCTയിലും DCTയുടെ ചില ഭാഗത്തും ഐസോട്ടോണിക് ആണ് എന്നുള്ളത് ശരിയാണ്. PCTയിൽ ഐസോട്ടോണിക് ആണ് കൃത്യമായിട്ട് NCERT കൊടുത്തിട്ടുണ്ട്. DCTയുടെ ചില ഭാഗങ്ങളിലും ഉണ്ട്. ഇനി കളക്ടിങ് ഡക്ട് ആൻഡ് അസെൻഡിങ് ഡക്ട് അല്ല. അസെൻഡിങ് ലിംബ് ആൻഡ് ഡിസെൻഡിങ് ലിംബ് അല്ല. ലൂപ്പ് ഓഫ് എൻലി നിങ്ങൾക്ക് അറിയാലോ, താഴേക്ക് വരുമ്പോൾ കോൺസെൻട്രേറ്റഡ് ആവുന്നു. 300 ഉള്ളത് 600, 900, 1200 മില്ലി ഓസ്മോൾ ആവുന്നു. പിന്നെ അത് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റഡ് ആവുന്നു, അടുത്തതിൽ ഹയർന്ന് ലോവറിലേക്ക് എഴുതുന്നു. അതൊക്കെ എന്തല്ല? ഐസോട്ടോണിക് അല്ല. അപ്പോൾ അതിന് ഉത്തരം വരാൻ സാധ്യതയുള്ളത് പ്രോക്സിമൽ കൺവോൾട്ട് ട്യൂബ്യൂൾ ആൻഡ് ഡിസ്റ്റൽ കൺവോൾട്ട് ട്യൂബ്യൂൾ എന്ന ഭാഗമാണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 32 is the right answer. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 31 എന്താ? റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. നോക്കാം. ജോയിന്റ് ബിറ്റ്വീൻ പ്യൂബിക് ബോൺ, ഇൻകറക്റ്റ് ആണ് മക്കളെ. ജോയിന്റ് ബിറ്റ്വീൻ പ്യൂബിക് ബോൺ ഇൻ ദ പെൽവിക് ഗർഡിൽ ഇസ് എ കാർട്ടിലേജിനസ്. നമുക്കറിയാം പ്യൂബിക് സിംഫൈസിസ് ഫൈബ്രോ കാർട്ടിലേജ് ആണ്, കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. കൃത്യമായിട്ട് NCERTയിലുണ്ട്. ജോയിന്റ് ബിറ്റ്വീൻ വെർട്ടിബ്ര ഇൻ ദ വെർട്ടിബ്രൽ കോളം ഈസ് കാർട്ടിലേജിനസ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർഷ്യലി മൂവബിൾ ജോയിന്റ് എന്ന് പറയുന്നത് ഈ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് ആണ്, അത് കാർട്ടിലേജിനസ് ആണ്. ശരിയാണ്. എച്ച് സോൺ ഓഫ് ദ സ്ട്രേറ്റഡ് മസിൽ ഫൈബർ റെപ്രസെന്റ് ബോത്ത് തിക്ക് ആൻഡ് തിൻ ഫിലമെന്റ്സ്. ശരിയാണോ? അതായത് നിങ്ങൾ എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഐ ബാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആക്റ്റിൻ ഓൺലി എന്ന് പറയും. എ ബാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മയോസിൻ ഓൺലി എന്ന് പറയാൻ പാടില്ല. എ ബാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിനെ പറയാൻ പാടുള്ളൂ. കാരണം നമ്മൾ ആ എ ബാൻഡ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം, ഇങ്ങനെ കാണാം, എ ബാൻഡിനടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള എച്ച് സോൺ മാത്രമാണ് എന്തുകൊണ്ടുണ്ടാക്കിയത്? എച്ച് സോൺ എന്ന് പറയുന്നത് വെറും മയോസിനാണ്. കൃത്യമായി മനസ്സിലാക്കുക. ഐ ബാൻഡ് ഓൺലി ആക്റ്റിൻ ആണ്. എ ബാൻഡോ? എ ബാൻഡ് ഈസ് മെയിൻലി മയോസിൻ എന്നാണ് പറയുന്നത്. അതായത് ആക്റ്റിനും അതിനകത്തുണ്ട്, പക്ഷെ അതിൻ്റെ നടുക്കുള്ള എച്ച് സോൺ ഓൺലി മെയ്ഡ് അപ്പ് ഓഫ് മയോസിൻ ആണ്. അപ്പോൾ തിക്ക് ആൻഡ് തിൻ ഫിലമെന്റ് എന്നുള്ളത് തെറ്റാണ്. ഓൺലി മെയ്ഡ് അപ്പ് ഓഫ് തിക്ക് ഫിലമെന്റ് മയോസിൻ ആണ് വേണ്ടത്. ദ നമ്പർ ഓഫ് ക്രാനിയൽ ഫേഷ്യൽ ഹയോഡ് ബോൺ എത്രയാ? ക്രാനിയൽ ബോൺസ് എത്രയാ? 8. ഫാഷ്യൽ ബോൺസ് എത്രയാ? 14. ഹയോയിഡ് എന്ന യു ഷേപ്ഡ് ബോൺ എത്രയാ? ബക്കൽ ഫ്ലോറിൽ കാണുന്ന 1. അത് ശരിയാണ്. അപ്പൊ നമ്മളോട് ഇൻകറക്റ്റ് ചോദിച്ചാൽ 3 വരിക. എന്താ 3 എന്ന് മനസ്സിലായല്ലോ? എച്ച് സോൺ ഈസ് ഹാൻസൻ സോൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി മയോസിൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 32. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഹീമോഡയാലിസിസ്? ഹീമോഡയാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് ഇൻകറക്റ്റോ കറക്റ്റോ? കറക്റ്റാ ചോദിച്ചത്. എന്തൊക്കെ ഉണ്ടെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 32 അല്ലേ? നോക്കാം. ഹീമോഡയാലിസിസ് ഈസ് ദ അൾട്ടിമേറ്റ് മെത്തേഡ് ഇൻ ദ കറക്ഷൻ ഓഫ് അക്യൂട്ട് റീനൽ ഫെയിലിയർ ആണോ? അല്ല. അതായത് ഹീമോഡയാലിസിസ് അൾട്ടിമേറ്റ് മെത്തേഡ് അല്ല. അൾട്ടിമേറ്റ് മെത്തേഡ് എന്താ? ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. കിഡ്നി ഏറ്റവും അവസാനത്തെ മെത്തേഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അപ്പൊ അത് തെറ്റാണ്. ഡ്യൂറിങ് ഹീമോഡയാലിസിസ് ബ്ലഡ് ഈസ് ഡ്രെയിൻഡ് ഫ്രം കൺവീനിയന്റ് ആർട്ടറി ഈസ് പംപ്ഡ് ഇൻ ടു ഡയാലിസിസ് ആഫ്റ്റർ ആഡിങ് ഹെപ്പാരിൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. The dialysing unit contain coiled cellophane tube surrounded by dialysing fluid. ശരിയാണ്. The composition of the dialysing fluid is different from plasma in all means.
ഓൾ മീൻസ് അല്ല, അതായത് പ്ലാസ്മയുടെ ഓൾമോസ്റ്റ് സെയിം കോമ്പോസിഷൻ ആണ് എക്സെപ്റ്റ് ദ നൈട്രോജിനസ് വേസ്റ്റ് ആണ്. നൈട്രോജിനസ് വേസ്റ്റ് മാത്രം അതിനകത്തുണ്ടാവില്ല, ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓൾ മീൻസ് എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ട് ശരിയായത് ബിയും സിയുമാണ്. സോ 4 is the right answer for question number 32. ക്വസ്റ്റ്യൻ നമ്പർ 33 നോക്കൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് നമ്പർ 288, 289 ബുക്ക്, ഇതൊക്കെ പഴയ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കോപ്പി ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 33, അതായത് 183 ക്വസ്റ്റ്യൻ നോക്കാം. 33 ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് certain പാർട്ട് ഓഫ് ഹ്യൂമൻ സ്കെൽട്ടൻ. ഹ്യൂമൻ സ്കെൽട്ടന്റെ ചില ഭാഗത്തുള്ള ഒരു തെറ്റ് ഇതിലുണ്ട്. ആ തെറ്റെന്താ നോക്കൂ. ഗ്ലിനോയിഡ് ക്യാവിറ്റി ഈസ് എ ഡിപ്രഷൻ പ്രസന്റ് ഇൻ ദ പെൽവിക് ഗേർഡിൽ. ഇത്തരത്തിലുള്ള ഒരു ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തതാ. ഗ്ലിനോയിഡ് ക്യാവിറ്റി ഈസ് എ ഡിപ്രഷൻ പ്രസന്റ് ദ പെൽവിക് ഗേർഡിൽ അല്ല, പെക്ടറൽ ഗേർഡിലാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. പെൽവിക് ഗേർഡിലുള്ളത് അസിറ്റാബുലമാണ്. അപ്പൊ അത് തെറ്റാണ്. പെൽവിക് അല്ല, പെക്ടറൽ എന്നാണ് വേണ്ടത്. പെരൈറ്റൽ ബോൺ ആൻഡ് ടെമ്പറൽ ബോൺസ് ഓഫ് സ്കൾ ആർ ജോയിൻഡ് ബൈ ഫൈബ്രസ് ജോയിന്റ്. ആ ക്രാനിയൽ ബോൺസിന് ഇടയ്ക്കുള്ള ജോയിന്റ് ഫൈബ്രസ് ആണ്. ഫസ്റ്റ് വെർട്ടിബ്രൈസ് അറ്റ്ലസ്, കറക്റ്റ് ആണ്. വിച്ച് ആർട്ടിക്കുലേറ്റ് ഒസിപ്പിറ്റൽ കോണ്ടൈൽ, 2 ഒസിപ്പിറ്റൽ കോണ്ടൈൽ, അതാണ് ബൈകോണ്ടിലിക് എന്ന് പറയുന്നത്, അതും ശരിയാണ്. 8th, 9th, 10th പെയർ ഓഫ് റിബ്സ് ആർ കോൾഡ് ഫോൾസ്. 1 to 7 ട്രൂ റിബ്സ്, 8th, 9th, 10th ഫോൾസ് റിബ്, 11th, 12th ഫ്ലോട്ടിംഗ് റിബ്സ്. അപ്പൊ അതും ശരിയാണ്. ഏതാ അതിൽ തെറ്റ്? 1. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 33, 1 is the right answer. Question number 184 or 34th question, 34. Which of the following statement is incorrect? Again, incorrect ആണ് ചോദിച്ചത്. എന്താ നോക്കൂ. mammals and frog are ureotelic. ശരിയല്ലേ? mammals including human and terrestrial amphibia like frog are ureotelic. അതായത് ഫ്രോഗ് ഒരു ആംഫീബിയൻ ആണെങ്കിലും അത് ടെറസ്ട്രിയൽ കണ്ടീഷനിൽ കൂടുതൽ ജീവിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അത് യൂറിയോടെലക്കാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാഡ്പോൾ അമോണോടെലക്കാണ്, പക്ഷേ ഫ്രോഗ് യൂറിയോടെലക്കാണ്. കറക്റ്റാ. ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് ആർ യൂറിയോടെലക്. ശരിയാണോ? ബേർഡ്സും റെപ്റ്റൈൽസും യൂറിക്കോടെലക്കാണ്, യൂറിയോടെലക് അല്ല. അത് യൂറിയോടെലക്ക് തന്നെയല്ലേ? അപ്പൊ അത് തെറ്റാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ അത് തെറ്റാണ്. ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ് ആർ യൂറിക്കോടെലക്. ഇൻസെക്ട് എന്ന് പറയുന്നത് ആരെയായിരിക്കും? ടെറസ്ട്രിയൽ ആയിരിക്കും, അല്ലെങ്കിൽ അവർ അക്വാട്ടിക് എന്ന് പറയും. ഇപ്പൊ അക്വാട്ടിക് ഇൻസെക്ട് എന്ന് പറയുന്നില്ലെങ്കിൽ അതിനർത്ഥം ടെറസ്ട്രിയൽ ആണ്. കരയിലുള്ള ഇൻസെക്റ്റുകൾ ലൈക്ക് കോക്രോച്ച്, അതെന്താ? ബേർഡ്സും കോക്രോച്ചും യൂറിക്കോടെലക്കാണ്. ശരിയാണ്. അക്വാട്ടിക് ആംഫിബിയ, അക്വാട്ടിക് ഇൻസെക്ട്സ് ആർ അമോണോടെലക്. അക്വാട്ടിക് ആയ ജീവികൾ അമോണിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ശരിയാണ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് എന്നുള്ളത് ഓപ്ഷൻ 2 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 34, 2 is the right answer. Okay. Question number 35 എന്താ? Which of the following are correct statement എന്നാണ് ചോദ്യം. ഏതാണ് ഇതിൽ കറക്റ്റ് എന്നാണ് ചോദ്യം. നോക്കാം. Angiotensin 2 being a powerful vasodilator increase glomerular pressure and therefore GFR. ഇതിൽ തെറ്റുണ്ടോ? Angiotensin 2 being a powerful vasodilator അല്ല, വാസോ കൺസ്ട്രിക്ടർ ആണ്. ബ്ലഡ് വെസൽ ചുരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസ് ദ ഗ്ലോമറുലാർ പ്രഷർ ആൻഡ് ദെയർ ബൈ GFR കറക്റ്റാ. പക്ഷെ വാസോ ഡയലറ്റേഷൻ വരുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടൂല, കുറയുക ചെയ്യുക. അപ്പോൾ ബാക്കി അങ്ങോട്ട് ശരിയാണ്. വാസോ കൺസ്ട്രിക്ടർ എന്ന വാക്കാണ് വേണ്ടത്. Angiotensin 2 activate the adrenal cortex to release aldosterone. അത് ശരിയാണ്. പിന്നെയോ aldosterone promote the reabsorption of sodium and water from DCT leading to the increased GFR. ശരിയാണ്. ANF cause vasodilatation. ശരിയാണ്. വാസോഡൈലേറ്റർ ആണ് ANF, atrial natriuretic factor. അപ്പൊ അത് 3ഉം ശരിയാണ്. എന്താണ് ഇതിൽ തെറ്റ്? ഇത് ചോദിച്ചത് കറക്റ്റ് അല്ലേ? അപ്പൊ ഏതാ തെറ്റ്? 1 മാത്രമേ തെറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 2 is the right answer. 2, 3, 4 എന്ന ക്വസ്റ്റ്യൻ നമ്പർ 35, 2 is the right answer. ഇപ്പൊ നമുക്ക് സെക്ഷൻ എയിൽ 35 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഈ 35 ക്വസ്റ്റ്യനും ഒരുവിധം ആൻസർ ചെയ്യാൻ പറ്റുന്ന 35x4 മാർക്ക് വാങ്ങിക്കാവുന്ന ഒരു ഭാഗമാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ അത്രയും വാങ്ങിച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. 35 ക്വസ്റ്റ്യൻ ഒരു 32 എണ്ണത്തിനെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് വാങ്ങിച്ചിട്ടാണ്. പ്രതീക്ഷയോടെ നമുക്ക് സെക്ഷൻ ബിയിലേക്ക് കടക്കാം. ഓക്കെ. സെക്ഷൻ ബിയിൽ ഇത് നിങ്ങൾക്ക്
297 പേജിൽ ഉള്ള ഒരു റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. സെക്ഷൻ ബിയിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് WBC? WBCനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്താണ് കറക്റ്റ് എന്നാ ചോദിച്ചത്? കറക്റ്റായിട്ടോ ചോദിച്ചത്? ശ്രദ്ധിക്കണം, അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നോക്കൂ, ലൂക്കോസൈറ്റ്സ് ആർ കളർലെസ് ഡ്യൂ ടു ലെസ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ആണോ? ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ടാണ്, കുറവൊന്നും കൊണ്ടല്ല. അത് തെറ്റാണ്. ആബ്സെൻസ് ഓഫ് ഹീമോഗ്ലോബിൻ ആണ്, ലെസ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ അല്ല. Leukocytes are nucleated and an average 6,000-8,000 per cubic millimeter present in blood. ശരിയല്ലേ? കറക്റ്റ് ആണ്. പിന്നെയോ, ലിംഫോസൈറ്റ്സ് ആർ മോസ്റ്റ് അബണ്ടന്റ് WBC. ലിംഫോസൈറ്റ്സ് ആണോ മനുഷ്യനിലെ മോസ്റ്റ് അബണ്ടന്റ് WBC? അല്ല, അത് ന്യൂട്രോഫിൽ ആണ്. 60-65% ഉള്ളത് അല്ലേ? 60-65% ഉള്ളത് ഏതാ? ന്യൂട്രോഫിലാണ്. അപ്പൊ ലിംഫോസൈറ്റ്സ് അല്ല. പക്ഷെ ബേസോഫിൽ ലീസ്റ്റ് അബണ്ടന്റ് ശരിയാ. പക്ഷെ ഇത് ശരിയാണെങ്കിൽ ഈ ഭാഗം തെറ്റാണ്. ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ്സ് ആർ ഫാഗോസൈറ്റിക്. യെസ്, ദേ ആർ. ഓക്കെ, ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ്സ് ആർ ഫാഗോസൈറ്റോ എന്നുള്ളത് ശരിയാണ്. ഓക്കെ, അപ്പൊ എന്താ ഇതിൽ ശരിയുള്ളത്? 2ഉം 4ഉം ആണ് ശരിയുള്ളത്. 2 and 4 is the right answer for question number 36. അല്ലേ? അങ്ങനെ പറയരുത്. നിങ്ങൾ സുവോളജി ഫുള്ള് പോയെന്നും പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സുവോളജി ഇപ്പോഴുള്ള തെറ്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള NCERT ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. നമ്മളിതിൻ്റെ അശ്രദ്ധ കാരണമാണ് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. ആ തെറ്റാൻ പാടില്ല. ഹൂസ് എ ഫൂൾ ഈസ് വൺ ഹൂ മേക്ക് ദ സെയിം മിസ്റ്റേക്ക് ട്വൈസ്. ഒരേ അബദ്ധം വീണ്ടും ആവർത്തിക്കുന്ന ആളാണ് ഫൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫൂൾ ആവരുത്. അടുത്ത പരീക്ഷകളിൽ ഇതിൽ കൂടുതലായിട്ട് മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 37 എന്താ നോക്കൂ. മാച്ച് കോളം 1 വിത്ത് കോളം 2. എന്താ ഉള്ളത്? ട്യൂണിക്ക ഇൻറ്റിമ, ട്യൂണിക്ക എക്സ്റ്റേണ, ട്യൂണിക്ക മീഡിയ ഉണ്ട്. അപ്പം നിങ്ങളറിയാം, ബ്ലഡ് വെസലിലുള്ള ആർട്ടറി വെയിൻ്റെ 3 എന്താണ് ലെയേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിലെന്താ? ട്യൂണിക്ക ഇൻറ്റിമ ഏറ്റവും ഉള്ളിലത്തെ ലെയർ, അത് സ്കോമസ് എൻഡോത്തീലിയം ആണ്, കറക്റ്റ് ആണ്. പിന്നെ ട്യൂണിക്ക എക്സ്റ്റേണ ഔട്ടർ ആണ്. ഓക്കെ, ട്യൂണിക്ക എക്സ്റ്റേണ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഔട്ടർ ആണ്, ശരിയാണ്. ട്യൂണിക്ക മീഡിയ മിഡിലാണ്, സ്മൂത്ത് മസിൽ ആൻഡ് ഇലാസ്റ്റിക് ഫൈബർ ആണ്. എല്ലാം കറക്റ്റ് ആണ്. 1A 2B 3C എന്നാണ് വരിക. അപ്പൊ ഏതാ വരിക? ABC. 1 അല്ലടാ വരിക. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 37 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 38 നോക്കൂ. അസർഷൻ ആണ്. ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് അക്രോസ് എ സിനാപ്സ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ന്യൂറോ ട്രാൻസ്മിറ്റർ. ശരിയല്ലേ? അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കെമിക്കൽ സിനാപ്സിന്റെ കാര്യമാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് അക്രോസ് എ സിനാപ്സ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് നെസസറി ടു ട്രാൻസ്മിറ്റ് എ നെർവ് ഇമ്പൾസ് അക്രോസ് എ സിനാപ്സ് ബിക്കോസ് ദർ ഈസ് എ ഗ്യാപ്പ്, ദ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ബിറ്റ്വീൻ ദ 2 ന്യൂറോൺ. അപ്പൊ ഇവിടെ രണ്ടും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 1 കൊടുക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്കിപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് നമ്മൾ എന്താണെന്ന് ചിന്തിക്കുക? കെമിക്കൽ സിനാപ്സ് ആണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഉത്തരം എഴുതിയത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഉത്തരം ശരിയാണ്, 1 ആണ്. അപ്പൊ നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാം. ഇത് ഇലക്ട്രിക്കൽ സിനാപ്സ് ആയിക്കൂടെ ചിന്തിക്കാം. അങ്ങനെ വരുമ്പോൾ 2ഉം തെറ്റാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷനകത്ത് ഇല്ല. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? 2 നമുക്ക് കെമിക്കൽ സിനാപ്സ് ആണെന്ന് ഉള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം പറയാം. ഓക്കെ, സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 38 1 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. 1 ഈസ് ഓക്കെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 39 എന്താ? ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. മക്കളെ നിങ്ങളൊന്ന് ഈ ഒരു സുവോളജി ക്വസ്റ്റ്യൻ ഒന്ന് വിലയിരുത്തണം കേട്ടോ. അതാണ് പറഞ്ഞത് സജില. ഇലക്ട്രിക്കൽ ആവുമ്പോൾ 2ഉം തെറ്റാണ്. 2ഉം തെറ്റാണ്, ഓപ്ഷനകത്ത് ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് കെമിക്കൽ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ഉത്തരം എഴുതണം എന്നാ പറഞ്ഞൊരു അർത്ഥം. 2ഉം തെറ്റാന്നൊരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെ അതില്ലാത്തത് കൊണ്ട് നമുക്കത് കെമിക്കൽ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, വേറൊരു കാര്യം, നിങ്ങളെ പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്. ഈ ക്വസ്റ്റ്യൻ വിഷമമാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിഷമമല്ല, എളുപ്പമാണ്. നമ്മളെ ചെറിയ അശ്രദ്ധയാണ് ഇതിന് കാരണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കണം ഇനി, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 39 ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആക്സോൺ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് എവേ ഫ്രം സെൽ ബോഡി ടു സിനാപ്സ് അല്ലേ? ആക്സോണിന്റെ ജോലി എന്താ? സെൽ ബോഡിയിൽ നിന്ന് സിനാപ്സിലോട്ട് കൊണ്ടുവരുന്നു, ശരിയാണ്. സിനാപ്റ്റിക് നോബ് പൊസസ് സിനാപ്റ്റിക് വെസിക്കിൾ ദാറ്റ് കണ്ടെയ്ൻ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇത്ര വരെ ശരിയാ. വിച്ച് ആർ പ്രസന്റ് ദ പോസ്റ്റ് സിനോപ്റ്റിക് മെംബ്രെയിൻ അല്ല.
പ്രീ സിനോപ്റ്റിക് മെംബ്രെയിൻ ആണ്. ഇവിടെ പോസ്റ്റ് അല്ല വേണ്ടത്, പ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ്. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ് ന്യൂറോൺസ് ആർ ഡിവൈഡഡ് ഓൺലി ഇൻടു 2 ടൈപ്സ്. യൂണിപോളാർ മൾട്ടിപോളാർ ആണോ? അല്ല. നിങ്ങൾ തന്നെ എന്ത് പഠിക്കുന്നുണ്ട്? നിങ്ങൾ തന്നെ 3 പഠിക്കുന്നുണ്ട്. സത്യത്തിൽ 5 ടൈപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ 3 പഠിക്കുന്നത്. ആ 3 ഉണ്ട്, ഇതിൽ 2 എന്നാ പറയുന്നത്. അപ്പോൾ ഇത് തെറ്റല്ലേ? ഓൺലി 2 ടൈപ്സ് എന്നാ പറയുന്നത്. തെറ്റാണ്. ഓക്കെ, നിങ്ങൾ പഠിക്കാത്ത 2 കൂടി ഉണ്ട്. അതായത് സ്യൂഡോ യൂണിപോളാറും എപ്പോളാർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് നമ്മൾ പഠിക്കുന്നില്ലെങ്കിലും ഇപ്പം എന്തായാലും 2 അല്ല, നിങ്ങളുടെ ഡ്രസ്സിൽ 3 ഉണ്ട്. ഇൻ ഹൈഡ്ര ന്യൂറൽ സിസ്റ്റം ഈസ് വെൽ ഡെവലപ്ഡ് അല്ല, നെറ്റ്വർക്ക് മാത്രമാണ്, ലെസ് ഡെവലപ്ഡ് ആണ്. അപ്പം അതും തെറ്റാണ്. ഇതിൽ നിങ്ങളോട് കറക്റ്റ് ചോദിച്ചാൽ എ ഇസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 40 എന്താ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 40, ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം? ഓക്കെ, നോക്കാം. ലങ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ തൊറാസിക് ചേംബർ. ലങ്സ് എവിടെയാണ് കാണുന്നത്? ലങ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാസിക് ചേംബർ. ശരിയാണ്. തൊറാസിക് ചേംബർ ഈസ് ഫോംഡ് വെൻട്രലി ബൈ വെർട്ടിബ്രൽ കോളം ആണോ? ഇത് തെറ്റല്ലേ? വെർട്ടിബ്രൽ കോളം ഡോർസലി ആണ്, ആൻഡ് ഡോർസലി ബൈ സ്റ്റെർണം അല്ല, തിരിച്ചിട്ടാ വേണ്ടത്. ഡോർസലി ബൈ വെർട്ടിബ്രൽ കോളം ആൻഡ് വെൻട്രലി ബൈ സ്റ്റെർണം ആണ്. അത് തെറ്റാണ്. വി ക്യാൻ ഡയറക്ട്ലി ഓൾട്ടർ ദ പൾമണറി വോളിയം. നമുക്ക് പൾമണറി വോളിയം ഓൾട്ടർ ചെയ്യാൻ പറ്റൂല എന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദ തൊറാസിക് കാവിറ്റി ഈസ് റിഫ്ലക്ട് ദ പൾമണറി വോളിയം. തൊറാസിക് കാവിറ്റിയിൽ വ്യത്യാസം വന്നാൽ പൾമണറി കാവിറ്റിയിൽ വ്യത്യാസം വരും. തൊറാസിക് കാവിറ്റി വലുതായാൽ പൾമണറി കാവിറ്റി വലുതാവും, പൾമണറി പ്രഷർ കുറയുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഇതിൽ ശരിയുണ്ട്? ഇതിനകത്ത് 2 ശരി. നമ്മളോട് ചോദിച്ചാൽ കറക്റ്റ് ആണ് 2. സോ 3 is the right answer for question number 40. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 41 നോക്കൂ. നെയിം ദ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് അതൊരു ടെൻഷൻ വേണ്ടല്ലോ. നെയിം ദ പൾമോണറി ഡിസീസ് ഇൻ വിച്ച് alveolar surface area involved in gas exchange is drastically reduced. ഏതിലാണ് ഈ ആൽവിയോളാർ സർഫേസ് ഏരിയ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്യുന്നത്? ആൽവിയോളാർ വാൾ ഡാമേജ് ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് ഡ്യൂ ടു എംഫിസിമ. എംഫിസിമ ഇസ് മെയിൻലി ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. എംഫിസിമ സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് വിചാരിക്കരുത്. മെയിൻലി ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. ആൽവിയോളാർ വാൾ, അതായത് ആൽവിയോൾ ബൾജ് ഔട്ട് ചെയ്യും, പക്ഷേ റെസ്പിറേറ്ററി സർഫേസ് കുറഞ്ഞു പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 192 അഥവാ 42. Acromegaly and gigantism are hormone related disease caused by acromegaly, gigantism, dwarfism. These are the 3 disease related to growth hormone. ഇതിൽ ജൈജാൻറ്റിസം എപ്പോഴാണ് വരിക? ജൈജാൻറ്റിസം എന്ന് പറയുന്നത് എക്സസ് ഗ്രോത്ത് ഹോർമോൺ ആണ്. ഗ്രോത്ത് ഹോർമോൺ ഹൈപ്പർ സെക്രീഷൻ ആണ്. പക്ഷെ അത് എപ്പോഴാ? അത് ലോവർ അഡൽട്ട് നമ്മുടെ അല്ല, നമ്മുടെ അഡോളസൻ പീരീഡിലാണ്. അതേ സമയത്ത് അക്രോമെഗലി എന്ന് പറയുന്നത് നമുക്ക് അഡോളസൻ പീരീഡിന് ശേഷമാണ് ഗ്രോത്ത് ഹോർമോൺ കൂടുന്നത്. രണ്ടും ഹൈപ്പർ സെക്രീഷൻ ആണ്, അല്ലേ? രണ്ടും ഹൈപ്പർ. പക്ഷേ ഓവർ സെക്രീഷൻ ഓഫ് GH ഇൻ അഡൽട്ട്ഹുഡ് ആണ് അക്രോമെഗലി, ആൻഡ് ഓവർ സെക്രീഷൻ ചൈൽഡ്ഹുഡ് ആണ് ജൈജാൻറ്റിസം. അത് ഹൈപ്പോ സെക്രീഷൻ ആകുമ്പോൾ നമ്മൾ ഡ്വാർഫിസം എന്നും പറയും. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 42 2 is the right. ശ്രദ്ധിക്കണം, ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 193 അഥവാ 43 ക്വസ്റ്റ്യൻ ആണ്. റെഡ് ഫൈബേഴ്സ് ആർ റെഫേർഡ് ടു ആസ് എയറോബിക് മസിൽ, അല്ലേ? റെഡ് മസിൽസിന് നമ്മൾ എയറോബിക് മസിൽ എന്നാണ് പറയുക. ശരിയാണ്. ദീസ് മസിൽ കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ which utilize the large amount of oxygen and in them for ATP production. രണ്ടും ശരിയാണ്. ഈ ഒരു കാരണത്താലാണ് നമ്മൾ അതിനെ എയറോബിക് എന്ന് പറയുന്നത്. എയർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എയറോബിക് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 43. 1 is the right answer, അല്ലേ? ഇവിടെ നിങ്ങൾക്കറിയാം റെഡ് മസിലിന് 3 പ്രത്യേക, ഇന്നലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു റെഡ് മസിലിനെ. എന്തൊക്കെയാ 3 പ്രത്യേകതകൾ? ഒന്നാമത്തത് മയോഗ്ലോബിൻ കൂടുതലാണ്, മൈറ്റോകോൺട്രിയ കൂടുതലാണ്, എയ്റോബിക് ആണ്. അതേ സമയത്ത് റെറ്റിക്കുലം, എൻഡോപ്ലാസ്മ, നമ്മളെ സാർക്കോപ്ലാസ്മ റെറ്റിക്കുലം കുറവാണ്. അതേ സമയത്ത് വൈറ്റ് മസിലാണെങ്കിൽ മയോഗ്ലോബിൻ കുറവാണ്, മൈറ്റോകോൺട്രിയ കുറവാണ്, എനൈറോബിക് മസിലാണ്, പക്ഷേ സാർക്കോപ്ലാസ്മ റെറ്റിക്കുലം കൂടുതലാണ്. അപ്പോൾ എന്താ? രണ്ടും ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 44, ദാറ്റ് ഈസ് 194. ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് in response to
എക്സസീവ് ലോസ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദ ബോഡി സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ്. നമുക്കറിയാം നമ്മളെ ബോഡിക്കകത്ത് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും. അത് എന്താണ് ചെയ്യാൻ നിങ്ങൾക്കറിയാം? ഇറ്റ് സെക്രീറ്റ് ADH ആണ്. ADH, ആ ADH എവിടുന്നാ വരും? നമ്മൾ സംശയമുണ്ട്. 1 എന്തായാലും ഉത്തരം ADH ആണ്, നിങ്ങൾക്കറിയാം. അത് 1 ആണോ 2 ആണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്താ 1 ആണോ 2 ആണോ? ADH ഫ്രം ന്യൂറോ ആണോ അഡിനോ ആണോ? ADH എവിടുന്നാ വരിക? ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ഈസ് വാസോപ്രസിൻ. വാസോപ്രസിൻ എവിടുന്നാ വരിക? വാസോപ്രസിൻ ഈസ് കമ്മിങ് ഫ്രം ന്യൂറോഹൈപ്പോഫൈസിസ്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, പാർസ് നെർവോസ. അപ്പോൾ ADH ഫ്രം ന്യൂറോ ആണ്, അഡിനോ ഹൈപ്പോഫൈസിസിലല്ല ADH സ്റ്റോർ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 44, 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 195 or 45. ക്വസ്റ്റ്യൻ നമ്പർ 45. Which of the following are incorrect statement regarding renal tubule? ഇൻകറക്റ്റ് ആണ് ചോദിച്ചത് കേട്ടോ. ഏറ്റവും തെറ്റായത് എന്താണ്? യെസ്, ഓക്കെ. നോക്കൂ, PCT ഈസ് ലൈൻഡ് ബൈ സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡഡ് എപ്പിത്തീലിയം. ശരിയല്ലേ? PCTക്കകത്ത് സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡഡ് എപ്പിത്തീലിയം ആണ്. കറക്റ്റ് ആണ്. 70-80% of electrolytes and water are reserved by PCT. അതും ശരിയാണ്. Reabsorption is maximum in the ascending limb. തെറ്റാണ്. Reabsorption is minimum in the ascending limb എന്ന് കൃത്യമായിട്ട് NCERT കൊടുത്തിട്ടുണ്ട്. Conditional reabsorption of sodium and water take place in DCT. അതും ശരിയാണ്. നമ്മളോട് ഇൻകറക്റ്റ് ചോദിച്ചുകൊണ്ട് 3 ആണ്. അസെൻഡിങ് ലിംബിൽ മിനിമം റീഅബ്സോർപ്ഷൻ ആണെന്ന് കൃത്യമായിട്ട് NCERT കൊടുത്തിട്ടുണ്ട്. For question number 45, 3 is the right answer. Okay, question number 46 നോക്കൂ. നമുക്ക് ഇതൊരു ഓർഗാന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. 1, 2, 3, 4 അല്ലേ? ഇത് നോക്കാം. ഫ്ലെയിം സെൽ ആരാ? ഫ്ലെയിം സെൽ എന്ന് പറയുമ്പോൾ അത് പ്ലനേറി ആവാം, ആംഫിയോക്സസ് ആവും. പക്ഷെ നമുക്ക് ഇവിടെ പ്ലനേറി എന്ന ഓപ്ഷനകത്ത് ഡിയിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. അത് ആംഫിയോക്സസ് അല്ല, പ്ലനേറി ആണ് കൊടുക്കേണ്ടത്. നോക്കാം നമുക്ക്, നിങ്ങൾ ചെക്ക് ചെയ്താൽ കിട്ടും. നെഫ്രീഡിയ ആരാ? നെഫ്രീഡിയ എന്ന് പറയുന്നത് എർത്ത് വർമാണ്. നെഫ്രീഡിയ എന്ന് പറഞ്ഞ എർത്ത് വർമാണ്. മെൽപീജിയൻ ട്യൂബ്യൂൾ ആരാണ്? കോക്രോച്ചിന്റെ ആണ്. ഗ്രീൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് പ്രോണിന്റെ ആണ്. അപ്പോൾ EACB വരും. EACB എന്ന് പറഞ്ഞ ഓപ്ഷൻ 2 ആണ്. ഇപ്പൊ നമുക്കൊരു സംശയം ഇവിടെ വരുമല്ലോ, ഇതിന് പകരം നമുക്ക് D കൊടുത്തൂടെ? അങ്ങനെയാണ് DACB വരണം. DACB എന്നുള്ള ഓപ്ഷനകത്തില്ല, DACE ഉള്ളത്. DACB ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻ 3 അല്ല. അത് DACB ആണെങ്കിൽ ഓപ്ഷൻ 3 വരുമായിരുന്നു. പക്ഷെ ഇവിടെ അതില്ലാത്തത് കൊണ്ട് ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 46. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 47 എന്താ? 197. Diffusion membrane is made up of 3 major layers. Identify the layer which is not a part of diffusion membrane. Diffusion membrane എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഭാഗങ്ങളാണ് അതിനകത്തുള്ളത്? നിങ്ങൾക്കറിയാം. സ്കോമസ് എപ്പിത്തീലിയം ഓഫ് ദ ആൽവിയോൾ ഉണ്ട്, എപ്പിത്തീലിയൽ സെൽസ് എൻഡോത്തീലിയം ഓഫ് ദ ആൽവിയോളാർ കാപ്പിലറി ഉണ്ട്, ബേസ്മെന്റ് സബ്സ്റ്റൻസ് ഉണ്ട്. ഇത് 3ഉമാണ് ഡിഫ്യൂഷൻ മെംബ്രെയിനിലുള്ളത്. ഈ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ പോഡോസൈറ്റ് ബൊമാൻസ് ക്യാപ്സ്യൂളിലുള്ളതാണ്. അത് ഡിഫ്യൂഷൻ മെംബ്രെയിൻ അല്ല, ഫിൽട്രേഷൻ മെംബ്രെയിനിലുള്ളതാണ്. അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ ഈ ഒരു ഭാഗം തെറ്റാണ്. നമ്മളോട് ഐഡന്റിഫൈ വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ചോദിച്ചാൽ 2 ആണ്. എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ കോൾഡ് പോഡോസൈറ്റ് എന്ന് പറയുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലത്തെ ലെയറിൽ അല്ലേ ഉള്ളൊരു എക്സ്ക്രീറ്ററി സെൽസ് ആണ്. അത് എന്തിന്റെ ഭാഗമാണ്? ഫിൽട്രേഷൻ മെംബ്രെയിന്റെ ഭാഗമാണ്, ഡിഫ്യൂഷൻ മെംബ്രെയിൻ അല്ല. ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ 273 ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് നോക്കൂ, ഇതാ സ്കോമസ് എപ്പിത്തീലിയം ഉണ്ട്, പിന്നെ എൻഡോത്തീലിയം ബ്ലഡ് കാപ്പിലറി ഉണ്ട്, ബേസ്മെന്റ് സബ്സ്റ്റൻസും ഉണ്ട്. ഇതാണ് 3 ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 48. വി ആർ റീച്ചിങ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സെക്ഷൻ അല്ലേ? നമുക്ക് 198ാമത്തെ ക്വസ്റ്റ്യൻ എത്തി. എന്താ? ഗൗട്ട് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽ. ശരിയല്ലേ? ഗൗട്ട് എന്തിന്റെ ഫലമായി ഉണ്ടാവുന്നതാണ്? യൂറിക് ആസിഡ്. ശരിയാണ്, യൂറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. കറക്റ്റ് ആണ്, കറക്റ്റ്. ഓക്കെ, osteoporosis is a age-related disorder characterized by decreased bone mass due to increased level of estrogen. Increased level of estrogen ആണോ? Decreased level of estrogen ആണ്. ഈസ്ട്രോജന്റെ അളവ് എന്താ?
ഈസ്ട്രോജന്റെ അളവ് കുറയുമ്പോഴാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് മെനോപോസ് സമയത്ത് സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോസിസ് വരാൻ കാരണം. അല്ലെങ്കിൽ പാരാതെർമോൺ കൂടണം, പുരുഷനിലായാലും സ്ത്രീയിലായാലും. അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 48 or 198, 1 is the right answer. Okay. Question number 199 or 49 question, 49 or 199. Which statement is correct about midbrain? ഇതിൽ മിഡ് ബ്രെയിനിൽ ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആൻസർ ഏതാണെന്നാണ് ചോദ്യം. മിഡ് ബ്രെയിൻ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ, ഇത് തെറ്റിപ്പോവാൻ സാധ്യത വളരെ കൂടുതൽ ഒരു ക്വസ്റ്റൻ ആണ്. മിഡ് ബ്രെയിൻ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ് ഓഫ് ദ ഫോർ ബ്രെയിൻ അല്ല. തലാമസ് ഓർ ഹൈപ്പോതലാമസ് ഓഫ് ദ ഫോർ ബ്രെയിൻ ആൻഡ് പോൺസ് ഓഫ് ദ ഹൈൻഡ് ബ്രെയിൻ ആണ് വേണ്ടത്. അതുകൊണ്ട് തലാമസ് / ഹൈപ്പോതലാമസ് ആൻഡ് പോൺ എന്നാണ് ഉള്ളത്. തലാമസ് ഓർ ഹൈപ്പോതലാമസ് ആൻഡ് പോൺ ആണ്. അപ്പൊ അത് തെറ്റാണ്. സെറിബ്രൽ അക്വഡേറ്റ് പാസസ് ത്രൂ മിഡ് ബ്രെയിൻ, അത് ശരിയല്ലടാ. ശരിയാണ്. സെറിബ്രൽ അക്വഡേറ്റ് എന്ന ഒരു കനാലും 4 റൗണ്ട് സ്വെല്ലിംഗ് ആയ കോർപ്പറ ക്വാഡ്രിജെമിനയുമാണ് മിഡ് ബ്രെയിനിലുള്ളത്. വെൻട്രൽ പോർഷൻ ഓഫ് ദ മിഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് 4 റൗണ്ട് സ്വെല്ലിംഗ് കോൾഡ് കോർപ്പറ ക്വാഡ്രിജെമിന. ഒക്കെ ഇതിൽ ശരിയാ, പക്ഷേ വെൻട്രൽ സൈഡ് അല്ല, ഡോർസൽ സൈഡാ വേണ്ടത്. ഡോർസൽ ആണ്, വെൻട്രൽ അല്ല. അപ്പോൾ എന്താ ഇതിൽ ശരിയുള്ളത്? ഓൺലി ബി എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ബി മാത്രമല്ലേ ഇതിൽ ശരിയുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ 3 ആണ് നമ്മൾ 49 കൊടുക്കുന്നത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 50. ഇത് നിങ്ങൾക്ക് 321 പേജിലുള്ള ഒരു കാര്യം നമ്മൾ അതൊക്കെയാണ് തെറ്റിപ്പോവുക, ചെറുതായിട്ട് തെറ്റിപ്പോവുക. ഡോർസൽ, വെൻട്രൽ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, നോട്ട് ഇല്ല, അതൊക്കെയാണ് തെറ്റാൻ സാധ്യതയുള്ളത്. ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി നമുക്ക് 200 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 50 ക്വസ്റ്റ്യൻ ആണ്. അഡിസൺ ഡിസീസ് ഈസ് ഡ്യൂ ടു, കൃത്യമായിട്ട് NCERT കൊടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അഡിസൺസ് ഡിസീസ് ഈസ് ഡ്യൂ ടു, അഡിസൺ ഡിസീസ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ഓഫ് അഡ്രിനൽ കോർട്ടക്സ് അല്ലേ? അഡ്രിനൽ കോർട്ടക്സിലെ ഹോർമോണുകൾ കുറയുമ്പോഴാണ് ഉണ്ടാവുന്നത്, അല്ലാതെ അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് അഡ്രിനൽ മെഡുല്ല അല്ല, പിന്നെ ഓവർ പ്രൊഡക്ഷനും അല്ല. അപ്പോൾ അണ്ടർ പ്രൊഡക്ഷനോ അഡ്രിനൽ മെഡുല്ല അല്ല, ഓവർ പ്രൊഡക്ഷനും അല്ല. അപ്പോൾ അണ്ടർ സെക്രീഷൻ, അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ഓഫ് അഡ്രിനൽ കോർട്ടക്സ് ആണ് അഡിസൺ ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങൾ ഇത്രയും വരെ ഇരുന്നത് ഐ അപ്രീഷിയേറ്റ് യു ഫോർ ദിസ്, അല്ലേ? മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്തായാലും നിങ്ങൾ സന്തോഷത്തോടെ നല്ലൊരു മാർക്ക്, ഇപ്പം 150 എത്ര മാർക്ക് കിട്ടിയെന്നല്ല, എന്തൊക്കെ തെറ്റുകൾ നിങ്ങൾ വരുത്തുമെന്നും ആ തെറ്റുകൾ എങ്ങനെ നമുക്കതിനെ ഇല്ലാതാക്കാമെന്നും മനസ്സിലാക്കാനും കൂടെ സഹായിച്ചു എന്ന് കൂടെ മനസ്സിലാക്കുക. മാർക്ക് കിട്ടിയ ആൾക്കാർ ഹാപ്പി ആവുക. കാരണം എന്താ, ഇത് പഠിച്ചിട്ട് കിട്ടിയാന്ന് വിചാരിക്കുക. മാർക്ക് കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യരുത്, നമ്മൾ ടെൻഷൻ അടിക്കരുത്. കാരണം ഈ തെറ്റുകളൊക്കെയാണ് ഇനി വരാതിരിക്കുന്നത്. അതുകൊണ്ട് അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നിർത്താൻ പോവാണ്. ഇതുവരെയുള്ള ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 3യുടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതോടുകൂടി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ടു എവരിബഡി.